الله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الواحد القهار الصمد الجبار. الحمد لله الأحد الغفار. الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار. حسبي الله حسبي الله حسبي الله ونعم الوكيل. نعم المولى ونعم النصير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا لقوا الذين آمنوا قالوا آمنا وإذا خلوا إلى شياطينهم قالوا إنا معكم إنما نحن مستهزئون. الله يستهزئ بهم ويمدهم في طغيانهم يعمهون. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. لو تعلمون ما أعلم لضحكتم قليلا ولبكيتم كثيرا. صدق رسوله المصطفى الأمين صلى الله عليه وعلى آله وصحابه وأتباعه أجمعين. يا زينة الكونين جدلي وافرا يا بهجة الدارين كلي ناصرا يا غافر الآسين كلي غفرا جدلي بجودك أرضني برضاك يا سيدي مددي سندي ويا عددي مؤيدي مددي عمدي لا شددي مسيدي سددي ألدي بلا عددي كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين كن آخذا بيدي
هاجا معين الدين لخمسة نطفي بها حرا وباء الحاتما المصطفى والمرتضى وابناهما والفاطمة കൽബിലായി നിറയുന്നു മോഹം കനവിലായി നനവൂറും ദാഹം ആറ്റലായ താഹവാഴും റൗള കാണാനായി റൗള കാണാനായി കൽബിലായി നിറയുന്നു മോഹം കനവിലായി നനവൂറും ദാഹം ആറ്റലായ താഹവാഴും റൗള കാണാനായി റൗള കാണാനായി പൂനിലാവഴകാം മദീന പൂമണിമാരന്റെ റൗള പൂങ്ങിനാവും പൂനിലാവും പൂത്തിടും ത്വയ്ബ പൂത്തിടും ത്വയ്ബ പൂനിലാവഴകാം മദീന പൂമണിമാരന്റെ റൗള പൂനിലാവും പൂങ്കിനാവും പൂത്തിടും ത്വയ്ബ പൂത്തിടും ത്വയ്ബ കൽബിലായി നിറയുന്നു മോഹം കനവിലായി നനവൂറും ദാഹം ആറ്റലായ താഹവാഴും റൗള കാണാനായി റൗള കാണാനായി. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതങ്ങളിലുള്ള സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ ആമുഖമായി തന്നെ അറിയിക്കുകയാണ്. സർവാധിനാഥനും സർവപരിപാലകനും സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവുമായ പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റഹ്മത്ത് കാത്തിരിക്കുന്ന ഈ പ്രദേശത്ത് ഏറ്റവും വലിയ റഹ്മത്തിന്റെ മഴത്തുള്ളികൾ പെയ്തിറങ്ങിയ ഈ രാത്രിയിൽ അല്ലാഹു സാധുക്കളും പാവപ്പെട്ടവരുമായ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം തരുമാറാകട്ടെ. നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന നമ്മുടെ ജീവിത വിഷമങ്ങളൊക്കെ അല്ലാഹു മാറ്റിത്തരട്ടെ. യാത്രാ തടസ്സങ്ങളൊക്കെ നീക്കി സന്തോഷത്തോടെ അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിച്ചു മരിക്കാൻ പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാൻ ഈ ഇൽമിന്റെ സ്വർഗീയ സന്ധ്യയുടെ പോരിശ കൊണ്ട് നമ്മെ തിരഞ്ഞെടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗികളായി കഴിയുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗശാന്തി കൊടുക്കട്ടെ, ആരോഗ്യവും ആഫിയത്തും കൊടുക്കട്ടെ. മാരക രോഗങ്ങളെ തൊട്ട് സാധുക്കളും പാപികളുമായ നമ്മെ നമ്മുടെ ഈ മസ്ജിദിന്റെ പുണ്യം കൊണ്ട് ബറക്കത്ത് കൊണ്ട് പോരിച്ചുകൊണ്ട് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ പള്ളിക്ക് വേണ്ടി നാളിതുവരെ ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ സഹകരിച്ചിട്ടുണ്ടോ, അത് സമ്പത്ത് കൊണ്ടാകട്ടെ, വാക്കുകൊണ്ടാകട്ടെ, നോട്ടം കൊണ്ടാകട്ടെ, ഏതൊക്കെ രീതിയിലാകട്ടെ, അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും സദാ ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഏറ്റവും സ്നേഹ ബഹുമാനങ്ങളും ആദരവുകളും നിറഞ്ഞ പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിന്റെ സൃഷ്ടി ചരാചരങ്ങളെ ഈ ഭൂമി ലോകത്തും ആകാശ ലോകത്തും അല്ലാഹു പടച്ച പ്രപഞ്ചനാഥന്റെ സൃഷ്ടി ചരാചരങ്ങളെ മനുഷ്യകുലം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ അനേകായിരം സൃഷ്ടി ചരാചരങ്ങളുണ്ട്. പടച്ചതമ്പുരാന് മനുഷ്യൻ ഇന്ന് വരെ കണ്ടുപിടിച്ചതിന്റെ 10 മടങ്ങ് ഇരട്ടിയുണ്ട് ഇനി കണ്ടുപിടിക്കാനുള്ളത് എന്ന് ശാസ്ത്രലോകം അത്ഭുതത്തോടെ ആ സത്യം കണ്ടെത്തുമ്പോൾ സമുദ്രത്തിന്റെ ഉള്ളറയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യവർഗങ്ങള്, സമുദ്രത്തിന്റെ ഉള്ളറയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജന്തുവർഗങ്ങള്, ജീവജാലങ്ങള് ഇതുവരെ മനുഷ്യൻ കണ്ടുപിടിച്ചു തീർന്നിട്ടില്ല. പ്രപഞ്ചത്തിന്റെ മുകൾ ഭാഗത്ത് ആകാശലോകത്തിന് താഴെ പച്ചവിരിച്ചതുപോലെയുള്ള ഈ ഭൂമിയുടെ മുകൾ ഭാഗത്ത് ഗോചരവും അഗോചരവുമായി കോടാനുകോടി സൃഷ്ടി ചരാചരങ്ങളെ റബ്ബുൽ ഇസ്സത്തായ പടച്ചതമ്പുരാൻ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേവലം മനുഷ്യനാകുന്ന നമുക്ക് അതിന്റെ കണക്കുകൾ എണ്ണി തിട്ടപ്പെടുത്താനും പൂർത്തീകരിക്കാനും കഴിയാത്ത വിധം നാം ബലഹീനരാണ്.
പക്ഷെ അവർക്കിടയിൽ നാം ഒരു കാര്യം മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സൃഷ്ടിക്കും അതിൻ്റെതായ വ്യത്യസ്തമായ അലങ്കാരങ്ങളും സൗന്ദര്യങ്ങളും കഴിവുകളും പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാൻ വെച്ച് പിടിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. തത്തമ്മയുടെ ചുണ്ട് പോലെ, പ്രാവിന്റെ ചിറക് പോലെ, ഒട്ടകത്തിന്റെ തൊലി പോലെ, തല പോലെ, കഴുത്ത് പോലെ, കാല് പോലെ, അതിന്റെ കഴിവ് പോലെ, സിംഹത്തിന്റെ വീര്യം പോലെ, കടുവയുടെ ആർജവം പോലെ, പൂച്ചയുടെ തന്ത്രം പോലെ, നായയുടെ കൗശലം പോലെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ ജീവിക്കും അതിൻ്റെതായ വ്യത്യസ്തമായ രീതിയിലുള്ള കഴിവുകളും അനുഭവങ്ങളും സൗന്ദര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചു കൊടുക്കുമ്പോൾ മനുഷ്യൻ കണ്ടുപിടിച്ചതാകട്ടെ കണ്ടുപിടിക്കാത്തതാകട്ടെ, ലോകത്തിന്റെ നാനാഭാഗത്ത് പ്രപഞ്ചനാഥനായ അല്ലാഹു പടച്ചതമ്പുരാൻ പടച്ച സൃഷ്ടിചരാചരങ്ങളിൽ ഏറ്റവും ഭംഗിയോടെ ചിരിക്കാനുള്ള ഒരേ ഒരു കഴിവ് ഈ ലോകത്ത് മനുഷ്യവർഗമാകുന്ന എനിക്കും നിങ്ങൾക്കുമല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സൃഷ്ടിക്കും ഇന്ന് വരെ കൊടുത്തിട്ടില്ല. ഇനി കൊടുക്കുമോ ഇല്ലയോ എന്ന് എന്റെ പ്രിയമുള്ളവരെ നമുക്കറിയാൻ കഴിയില്ല. അല്ലാഹു ലോകത്ത് ചെയ്ത ഒരു വലിയ അത്ഭുതമാണ്. അല്ലാഹു ലോകത്ത് ചെയ്ത ഒരു വലിയ അത്ഭുതമാണ്. കാരേറ്റി ശബ്ദം ശ്രമിക്കാമെന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് ചെറിയുടെ ചുണ്ടിന്റെ ഭാഗം അങ്ങോട്ട് വിടർന്നു വരുമ്പോൾ ആ മുഖത്ത് വെളിവാകുന്ന ഒരു നറുപുഞ്ചിരി കൊണ്ട് നൂറുകണക്കിന് നിന്നെ വീക്ഷിക്കുന്ന സഹോദരങ്ങളുടെ, നിന്നെ നോക്കുന്ന സുഹൃത്തുക്കളുടെ മനസ്സിന്റെ സങ്കടവും വ്യതയും വേവലാതിയും ആവലാതിയും ആ പുഞ്ചിരി കൊണ്ട് നീങ്ങിപ്പോകുമെങ്കിൽ ലോകത്തിതുപോലെ പുഞ്ചിരിക്കുവാനും ചിരിക്കുവാനുമുള്ള കഴിവ് കോടാന് 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 കോടി സൃഷ്ടിചരാചരങ്ങള് ലോകത്ത് പടച്ചതമ്പുരാൻ മനുഷ്യവർഗമാകുന്ന എനിക്കും നിങ്ങൾക്ക് മാത്രമേ തന്നിട്ടുള്ളൂ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല ഘടനയിൽ, ഏറ്റവും നല്ല രൂപത്തിൽ അത്ഭുതങ്ങളെ, അതിശയങ്ങളെ കൊത്തി നിറച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതങ്ങളുടെ രാജകുമാരനായി മനുഷ്യവർഗത്തെ ഭൂമി ലോകത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ ചിരിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ളത് എന്ന് അതിലൂടെ നാം തിരിച്ചറിയണം. അതുകൊണ്ട് അതത്ര നിസ്സാരമായ കാര്യമല്ല. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? അതിന്റെ മജ്‌ലിസിൽ നിർബന്ധമായും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. നമുക്ക് മാത്രമേ ചിരിക്കാൻ കഴിയൂ. ഇന്ന് നിങ്ങൾ ചിരിക്കാത്ത അഹങ്കാരികളെയൊക്കെ ബക്കറ്റ് കളക്ഷന് മുമ്പ് തന്നെ ഈ സദസ്സിൽ നിന്ന് പറഞ്ഞു വിടും. കാരണം അവര് നമ്മുടെ നാടിന് ശാപമാണ്. കാരേറ്റ് പള്ളിന് 3 നിലയല്ല 300 നില കിട്ടിയാലും അങ്ങനെ ഒരാൾ ആ പള്ളിയുടെ പരിസരത്തുണ്ടെങ്കിൽ നന്മകൾ വീണുടഞ്ഞു പോകും, ചീട്ടുകൊട്ടാരം പോലെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചിരിക്കാൻ പഠിക്കണം ഞാനും നിങ്ങളും. ചിരിക്കാനെന്ന് നമുക്കറിയില്ല. കുറെ പണം വന്നാൽ പിന്നെ വലിയ ഗൗരവം മനസ്സിലേക്ക് വരും. ലോകത്ത് ചിരിക്കാൻ മനുഷ്യന് മാത്രമേ കഴിവ് കൊടുത്തിട്ടുള്ളൂ. എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും ഒരു സൃഷ്ടികൾ ചിരിച്ചതായിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയും? ചിരിക്കുന്ന മത്സ്യം എന്ന് പറയുന്ന ഒരു മത്സ്യമുണ്ട്. എന്നറിയോ മോനെ? ചിരിക്കുന്ന ഒരു മത്സ്യമുണ്ട്. എന്ത് ചോദിച്ചാൽ ഇങ്ങനെ ആകാതെ വല്ലതൊക്കെ പഠിക്കണം, സ്കൂളിലൊക്കെ പോകണം. ചുമ്മാ പറഞ്ഞിടക്കാതെ. ലോകത്ത് ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്ന ഒരു മത്സ്യമുണ്ട്. ഡോൾഫിൻ എന്നാണ് അതിനെ കുറിച്ച് പറയപ്പെടുക. ഡോൾഫിൻ. അത് ചിരിക്കുന്ന മത്സ്യം എന്നതിന്റെ പേരാണ്. യഥാർത്ഥത്തിൽ ആ മത്സ്യത്തിന്റെ ചുണ്ട് വിടർന്നു വരുന്നത്, ആ മത്സ്യത്തിന്റെ മുഖഭാഗം കാണുമ്പോൾ ചിരിക്കുന്ന പോലെ തോന്നുന്നത്, ശാസ്ത്രലോകം പറയുന്നത് യഥാർത്ഥത്തിൽ ആ മത്സ്യം ചിരിക്കുന്നതല്ല. പിന്നെ ഈ മത്സ്യത്തിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അതിനൊരു ചെറിയ വ്യത്യാസം വരുന്നത് കൊണ്ട് അത് ചിരിക്കുന്നത് പോലെ നമുക്ക് തോന്നുകയാണ്. മദ്രാസിൽ ഒരു വലിയ പാർക്കുണ്ട്. അവിടെ അതിന്റെ മുമ്പേ ഒരു കാവൽക്കാരനെ നിർത്തിയിട്ടുണ്ട്. ആ കാവൽക്കാരനെ ആരെങ്കിലും ചിരിപ്പിച്ചാൽ ആ പാർക്ക് മുഴുവനും കറങ്ങി നടക്കാനുള്ള പാസ് അയാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. ചിരിക്കാൻ പാടില്ല. അയാൾ ഇങ്ങനെ ചിരിക്കാതെ നിൽക്കും. സന്ദർശകരൊക്കെ വന്ന് പല തമാശകൾ പറയും, ഇക്കിളിപ്പെടുത്തും, പല രൂപഭാവങ്ങൾ വ്യത്യാസപ്പെടുത്തും. അയാൾ ചിരിക്കുകയില്ല. ചിരിച്ചാൽ അയാൾക്കും അയാളുടെ കൂടെ വന്നവർക്കും പാർക്ക് മുഴുവനും ചുറ്റി സഞ്ചരിക്കുവാനുള്ള 10,000 കണക്കിന് രൂപയുടെ ടിക്കറ്റ് പാസ് ഫ്രീ ആയിട്ട് ലഭിക്കും. പക്ഷെ അത് അയാൾക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്ന ഒരു കഴിവാണ്. അപ്പൊ നമ്മൾ അറിയണം, ചിരി എന്ന് പറയുന്ന ഒരു അത്ഭുതം തന്നെയാണ്. ഇതുപോലെ മനുഷ്യനും മാത്രം അല്ലാഹു കൊടുത്തിരിക്കുന്ന മറ്റൊരു കഴിവുണ്ട്. എന്തെന്ന് പറയാൻ പറ്റുമോ? ചിരി പോലെ തന്നെ മനുഷ്യന് മാത്രം അല്ലാഹു കൊടുത്ത മറ്റൊരു കഴിവുണ്ട്. പറയാൻ പറ്റും? തലേ കരയണത് ഇപ്പൊ പട്ടിക്കുരയിലൊക്കെ മനുഷ്യൻ ചിരിക്കുന്നത് മനുഷ്യന് മാത്രം അല്ലാഹു കൊടുത്ത കഴിവ് പോലെ മനുഷ്യന് മാത്രം അല്ലാഹു പടച്ചതമ്പുരാൻ കൊടുത്ത മനോഹരമായ മറ്റൊരു കഴിവുണ്ട്. പ്രിയപ്പെട്ടവരെ,
അത് പറയാ നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് കരുനാഗപ്പള്ളി തഴവ എന്ന് പറയുന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ തഴവ ഉസ്താദിന്റെ പരിശുദ്ധമായ വചനങ്ങളേക്കാണ്. അല്ലാഹുവേ, ഈ സരസിൽ ആദ്യമായിട്ട് ആ മഹാനുഭാവന്റെ പേര് പറഞ്ഞതിന്റെ ബറക്കത്ത് കൊണ്ട് ഇന്നത്തെ നമ്മുടെ സരസിനെ നീ വിജയിപ്പിക്കണേ അല്ലോ. ഇരുന്ന് താടികക്കുടങ്ങളുടെ മുകളിലേക്ക് ആത്മീയതയുടെ ചിറക് വെച്ച് പറന്നുപോയ നക്ഷത്ര ശോഭയായി വെട്ടിപ്പിറങ്ങിപ്പോയ ബഹുമാനപ്പെട്ട ഒരുവരിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം തരണേ അല്ലോ. ഒരു ജീവിക്കും കഴിവില്ല നോക്കാൻ ഫിസ്സമാ, മനുഷ്യന് മാത്രം റബ്ബ് ചെയ്ത തകറുമാ. ലോകത്ത് അല്ലാഹുവിന്റെ സൃഷ്ടിതരാജനങ്ങളെ എവിടെ നിങ്ങൾ പരിശോധിച്ചു നോക്ക്, ഏത് സെറ്റിയെടുപ്പ് നിങ്ങൾ പരിശോധിച്ചു നോക്കിയാലും ആകാശത്തിലേക്ക് നോക്കാനുള്ള കഴിവ് അല്ലാഹു മനുഷ്യന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആകാശത്തിലേക്ക് നോക്കാനുള്ള കഴിവ് അല്ലാഹു മനുഷ്യന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒരു ജീവിക്കും അല്ലാഹു പടച്ചറമ്പുരാ ആകാശത്തിലേക്ക് നോക്കാനുള്ള കഴിവ് കൊടുത്തിട്ടില്ല. അത് മനുഷ്യന് മാത്രമാണ്, മനുഷ്യന് മാത്രമാണ്, മനുഷ്യന് മാത്രമാണ്. അല്ലാഹുവേ പടച്ചവനെ, ഈ അത്ഭുതങ്ങൾ മുഴുവനും കയ്യിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യവർഗത്തിന്റെ അണികളായ അനുചരന്മാരായ അനുഭാവികളായ എന്റെ പ്രിയപ്പെട്ട കാരേറ്റ് മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സദസ്യരെ, അല്ലാഹു തന്ന അത്ഭുതമാണ് ചിരി എന്ന് പറയുന്നത്, അല്ലാഹു തന്ന അത്ഭുതമാണ് പുഞ്ചിരി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പുണ്യമാണ്. അല്ലാഹു മനുഷ്യന് എന്തുമാത്രമാ അത്ഭുതത്തിലൂടെ ഒരു പവർ കൊടുത്തിട്ടുണ്ട്, അത് ചർച്ച ചെയ്യൽ മനുഷ്യന് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് ആ വിഷയം ഞാൻ തിരഞ്ഞെടുത്തതെന്ന് ആമുഖമായി ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. മനുഷ്യന് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിരിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്തെങ്കിലുമൊക്കെ വലിയ വലിയ അമലുകളെ കുറിച്ച് പ്രസംഗിച്ചാൽ നാളെ രാവിലെ നിങ്ങളോട് ജനങ്ങൾ ചോദിക്കും, ഇന്നലെ ഉസ്താദ് പ്രസംഗിച്ചിട്ട് നീ പോയി കേട്ടതല്ലാതെ അതനുസരിച്ച് പ്രവർത്തിച്ചോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ഇല്ല എന്ന് പറയും. പക്ഷെ ഇത് വളരെ സിമ്പിളാണ്. ഉസ്താദ് ഇന്നലെ പ്രസംഗിച്ചിട്ട് നിങ്ങൾ അതനുസരിച്ച് പ്രവർത്തിച്ചോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നാളെ രാവിലെ 10 വരെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് പറയാം, എന്നാലും ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മൾ അമൽ ചെയ്തിരിക്കാൻ നല്ലതുപോലെ ചിരിച്ചാൽ മാത്രം മതി. ഈ പഠിച്ചതുപോലെ പ്രവർത്തിച്ചതിന്റെ പുണ്യം വരെ അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് ലഭിക്കും. ചിരിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ, ഒരു മനുഷ്യൻ ചിരിക്കുമ്പോൾ, ഒരു മനുഷ്യൻ കരയുമ്പോൾ അവന്റെ പേശികളുടെ എണ്ണം ശാസ്ത്രലോകം പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ 45 പേശികളാണ് ഒരുപോലെ പ്രവർത്തിക്കുന്നത് എന്നാണ്. ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ 45 പേശികൾ ഒരുപോലെ പ്രവർത്തിക്കും അവന്റെ ശരീരത്തിൽ. 45 പേശികൾ സംസാരിക്കുമ്പോൾ. ലോകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി എന്താ? സംസാരവാ, പ്രസംഗവാ. ലോകത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടി പ്രസംഗവാ. ഇന്ന് ഏത് മുത്താലിമീങ്ങളോട് ചോദിച്ചാലും നിങ്ങൾക്ക് എന്താവണമെന്ന് ചോദിച്ചാൽ ആദ്യം പറയുന്നത് പ്രഭാഷകനാകണം എന്നാണ്. ആരെ പോലെ ആകണമെന്ന് ചോദിച്ചാൽ രണ്ട് മൂന്ന് പേരുകൾ അവർ പറയും. അതിൽ ചിലപ്പോൾ ഈ വിനീതൻ ഉണ്ടാവും. പക്ഷെ എന്റെ പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താണ്, അത്ര സുഖമുള്ള ഒരു പരിപാടിയല്ല. ആരോപണങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും അതൊക്കെ ഏറ്റുവാങ്ങിയിട്ട് ഇതുപോലെ നെഞ്ചു വിരിച്ചു നിന്ന് പ്രസംഗിക്കണമെങ്കിൽ തൊലിക്കട്ടിയോടൊപ്പം മനക്കെട്ടിയോടൊപ്പം ഏറ്റവും വലിയ ഈമാനും ആർജവവും മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ പരിപാടി നടത്തിയിട്ട് റബ്ബർ ഓട്ടാൻ പോകേണ്ടി വരും. ചെറിയ കാര്യമല്ല. എന്തൊക്കെയാ പറയാ, എന്തൊക്കെ പറയും. 45 പേശികളാണ് എന്റെ പ്രിയമുള്ളവരെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുക. ഇന്നലെ രാത്രി മുതൽ ഇന്ന് പകലൊക്കെ ചില രാഷ്ട്രീയക്കാരോട് സംസാരിച്ചാൽ അവർ തിരിച്ചു മറുപടി പറയില്ല, സംസാരിക്കാൻ കഴിയില്ല. കാരണം എന്താ? 3 ദിവസം വണ്ടിയിൽ ഇങ്ങനെ പബ്ലിസിറ്റി നടത്തിയത് കൊണ്ട് തൊണ്ടയൊക്കെ അടച്ചു പോയതാ. ആലോചിച്ച് നോക്കി. അള്ളാഹു ചെയ്ത അപാരമായ വലിയ അനുഗ്രഹമാണ്. അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹമാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ ശരീരത്തിന്റെ 45 പേശികളാ പ്രവർത്തിക്കുന്നത്. ആ 45 പേശികൾ ഒരുപോലെ പ്രവർത്തിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ ഒരുപാട് ഊർജം നഷ്ടപ്പെടുകയാ. അവന്റെ ശരീരത്തിൽ ഒരുപാട് ആരോഗ്യം ക്ഷയിച്ചു പോവാണ്, നഷ്ടപ്പെടുകയാണ്. ഒരു മനുഷ്യൻ കരയുന്നെങ്കിൽ അവന്റെ ശരീരത്തിലെ 25 പേശികളാ പ്രവർത്തിക്കുന്നത്. ഒരു മനുഷ്യൻ പൊട്ടിക്കരയുമ്പോൾ, ഒരു മനുഷ്യന്റെ കണ്ണീരൊഴുകുമ്പോ അവന്റെ ശരീരത്തിന്റെ 25 പേശികളാ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഒരു മനുഷ്യനൊന്ന് ചിരിച്ചാലോ, ഒരു മനുഷ്യനൊന്ന് ചിരിച്ചാൽ അവന്റെ ശരീരത്തിന്റെ 15 പേശികൾ മാത്രമാ പ്രവർത്തിക്കുന്നത്.
സംസാരിക്കുന്നതിനേക്കാളും കരയുന്നതിനേക്കാളും ഏറ്റവും എളുപ്പമുള്ളത് ചിരിക്കാനാണ്. ശരീരത്തിന്റെ 15 പേശികൾ മാത്രം പ്രവർത്തിക്കുമ്പോ ഒന്ന് ചിരിക്കാൻ മനസ്സ് കാണിക്കാത്ത പ്രിയപ്പെട്ട സമുദായമേ, പണത്തിന്റെ പവർ കൊണ്ട് ചിരിക്കാൻ മറന്നുപോയ പ്രിയപ്പെട്ട സമുദായമേ, പണത്തിന്റെ ഘടക കൊണ്ട് ചിരിക്കാൻ മറന്നുപോയ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ പുഞ്ചിരിയുടെ ലാളനയുടെ വാത്സല്യത്തിന്റെ സ്നേഹത്തിന്റെ ഇഖ്ലാസിന്റെ താഴ്മയുടെ വിനയത്തിന്റെ പാതയിലേക്ക് കടന്നവരാ. നോട്ടുകെട്ടിന്റെ പിൻബലമില്ലാതെ, അധികാരത്തിന്റെ ആൽബലമില്ലാതെ, താഴ്മയുടെ നിറകുടമായി ലോകത്തിന്റെ നാനാഭാഗത്ത് പുഞ്ചിരി കൊണ്ട് സ്വർഗം പണിഞ്ഞ സ്നേഹനായകനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരച്ചു കാണിച്ച മാതൃകയിലൂടെ മറക്കാതെ മുന്നേറാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വിഷയം തിരഞ്ഞെടുത്തത്. ഇന്ന് ഭർത്താവ് ഭാര്യയുടെ മുന്നിൽ ചിരിക്കലില്ല, ഇന്ന് അധ്യാപകന് ശിഷ്യഗണങ്ങളുടെ മുന്നിൽ ചിരിക്കലില്ല. എന്റെ പ്രിയമുള്ളവരെ, അതൊന്ന് മറന്നു വെച്ചിട്ട് മടങ്ങി വരാ. തന്റെ കുടുംബത്തിനോട്, തന്റെ നാട്ടുകാരോട്, തന്റെ സുഹൃത്തുക്കളോട്, തന്റെ വീട്ടുകാരോട്, തന്റെ സഹപാഠികളോട്, തന്റെ സഹചാരികളോട്, തന്റെ സഹായികളോട്, തന്റെ സുഹൃത്തുക്കളോട് പുഞ്ചിരിക്കുന്ന ഭൂമുഖവുമായി പ്രകാശം പരത്തുന്ന രീതിയിലൂടെ നടന്നു പോകാ. ഒരു പാഠം ഈ സമുദായം പഠിക്കണം കേട്ടോ. ലോകം മുഴുവൻ കീഴടക്കാനുള്ള പണം നിനക്ക് കടന്നു വരട്ടെ, അധികാരം നിനക്ക് കടന്നു വരട്ടെ, എന്ത് മറന്നാലും പുഞ്ചിരി കൈവിടല്ല. ഒരു പെണ്ണിന് അല്ലാഹു കൊടുത്തിരിക്കുന്ന സൗന്ദര്യത്തിന്റെ ഏറ്റവും വശീകരിക്കുന്ന ശക്തിയേറാ, ഏറ്റവും വശ്യമായ ശക്തിയേറാ. ഭർത്താവിനെ തന്റെ വലയിലാക്കാം, എന്റെ കുടുംബത്തെ തന്റെ കീഴിലാക്കാം. തന്നോട് പിണങ്ങി കഴിയുന്നവരെ മുഴുവനും എന്റെ പെങ്ങളെ ഒരു മറുപുഞ്ചിരിയോട് നിന്റെ കീഴിൽ കൊണ്ടുവരാ. പെണ്ണെ നിനക്ക് കഴിയുന്നതാ. പക്ഷെ ഇന്ന് പെണ്ണ് ചിരിക്കാൻ മറന്നുപോയി. 10-20 കൊല്ലം വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഭർത്താവ് എല്ലുമെറിയ പണിയെടുത്തിട്ട് കഷ്ടപ്പാടും കണ്ണീരുമായി കഴിഞ്ഞുകൂടി നിന്റെ കുടുംബ വീർപ്പിക്കാൻ, നിന്റെ മക്കളെ നോക്കാം, നിന്റെ കുടുംബം നോക്കാം, നോട്ടുകെട്ടുകളുമായി നാട്ടിലേക്ക് കടന്നു വരുമ്പോ എല്ലാം വാങ്ങി കഴിക്കാനും രസിക്കാനും സുഖിക്കാനുമല്ലാതെ പ്രിയരവന്റെ മുഖത്ത് നോക്കിയിട്ട് മറുപുഞ്ചിരി ഒന്ന് വിടത്തി വെക്കാൻ മറന്നുപോയ പെങ്ങളെ മടങ്ങി വന്നോ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൊട്ടിക്കരന്നുകൊണ്ട് പട്ടിണി കിടക്കുന്ന അലിയാരുകൾ ചോർന്നൊലിക്കുന്ന മദീനയുടെ താഴ്വരകളെ ചെറ്റക്കൂരകടകത്തേക്ക് കടന്നു വരുമ്പോ എന്തേ പ്രയാസം മുഴുവനും മറന്നുപോയതെന്തേ, മനസ്സ് പൊട്ടിപ്പോകുന്ന സങ്കടം മുഴുവനും മറന്നുപോയതെന്തേ. ചിരിയിൽ കണ്ട് ചിരി മറന്നുപോയ കാടേറ്റ് വന്ന പെങ്ങളെ, പണക്കൊടുപ്പ് കൊണ്ട് താഴ്മ മറന്നുപോയ കാടേറ്റ് വന്ന പെങ്ങളെ, സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും വാത്സല്യം കാണിക്കാനും താഴ്മ കാണിക്കാനും വിനയം കാണിക്കാനും മറന്നുപോയ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പഠിച്ചുകൊള്ളുക. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനസ്സ് പൊട്ടി തകർന്നുകൊണ്ട് പൊട്ടിക്കരന്നുകൊണ്ട് താടിരോമത്തിലൂടെ കണ്ണീരൊഴുക്കയിട്ട് കടന്നു വന്ന മരുഭൂമിയെ പോലെ ചുട്ട് വെള്ളിപ്പിച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് എന്ന് കടന്നു വന്ന അലിയാരുതങ്ങള് തന്റെ ചെറ്റക്കൂടകളുടെ മുമ്പ് നിന്നുകൊണ്ട് പുഞ്ചിരി കൊണ്ട് തോൽപ്പിച്ചതാരാ? സ്നേഹനായകന്റെ കരളിന്റെ കഷണമേ ഫാത്തിമത്തുൽ സുഹ്റാ റളിയല്ലാഹു തആല അൻഹ. എല്ലാ സങ്കടങ്ങളും മറക്കാൻ, എല്ലാ വേദനകളും മറക്കാൻ, എല്ലാ നൊമ്പരങ്ങളും മറക്കാൻ അൽഹംദുലില്ലാഹ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു പുഞ്ചിരി കണ്ടാൽ അലി റളിയല്ലാഹു അൻഹുവിന് സാധിക്കുമായിരുന്നു. ചിരി പലവിധമാണ്. അതിൽ ഒന്നാമത്തത് നല്ല ചിരിയാണ്, നല്ല നിഷ്കളങ്കമായ ചിരി. നമ്മളെ ഈ പത്തനാപുര സിറാജുസ്താന്റെ ഒക്കെ ചിരി വാടകയുണ്ട് വന്നിരി രസമില്ലേ, വാ എല്ലാരും കാണട്ടെ പുതിയ പ്രഭാഷകർ. അതിനുവേണ്ടി അവിടെ ഇരുന്ന് എനിക്ക് അറിയാൻ പറ്റുകയുള്ള വാ ഭയങ്കര പൊക്കോ, എവിടെ ഇരുന്നാലും അറിയാം. സാസിന്റെ ശ്രദ്ധയൊന്നും വിട്ടുപോകണ്ട. ഞാൻ വിഷയത്തിന്റെ ഒരു ഫുൾ സ്റ്റോപ്പിൽ നിർത്തിയിട്ടാണ് വിളിച്ചത്. സാധാരണ ഞാൻ അങ്ങനെ വിളിക്കുമല്ലോ, പക്ഷെ ഇയാളെ വിളിക്കാതിരിക്കാൻ പറ്റില്ല. ഇത്തിരി തരികടയൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഇരുത്താനൊരു വിശ്വാസക്കുറവാ. വോട്ട് വിളിച്ച് പറഞ്ഞതേ ഒന്ന് നല്ല ചിരിയാ. ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾ ആ ചിരി ഒന്ന് കണ്ടോളേ, നല്ല ചിരിയാണ്. പിന്നെ സാധാരണ ഈ ചിരി ഉണ്ടാവുന്നത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം. ഏറ്റവും അധികം ഈ നല്ല ചിരി ഉണ്ടാവുന്നത് എപ്പോഴെന്നറിയോ? നമ്മുടെ ഈ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞു മക്കളുണ്ടല്ലോ, ഭയങ്കര പ്രഭാഷകനാണ്. കല്യാണമൊക്കെ കഴിഞ്ഞിട്ടേ കബീർ ഉസ്താന്റെ വീട്ടിൽ മാത്രമേ പെണ്ണിനെ കൊണ്ട് പോകുള്ളൂ, VIP വീട്ടിലേ പോകുള്ളൂ. പാവപ്പെട്ട നമ്മളെ വീട്ടിലൊന്നും വരില്ല. അതുകൊണ്ട് പിണക്കത്തില്ല. പെണ്ണ് കിട്ടിയത് തന്നെ ഞാൻ എത്ര തകടും കൂടി എഴുതി കൊടുത്തിട്ടാണെന്ന് ചോദിക്കുമ്പോൾ അറിയാം. അല്ല ഈ പൊക്കത്തിനൊക്കെ എവിടെ നിന്ന് കിട്ടാനാ? അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല പ്രസംഗമായിപ്പോ നല്ല ഉഷാറാണ്, പഴയതുപോലെ ഒന്നുമല്ല. നല്ല
അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശബ്ദമൊക്കെ നിലനിർത്തി കൊടുക്കട്ടെ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഇഖ്ലാസോടെ, അഹന്തയില്ലാതെ, അഹങ്കാരമില്ലാതെ എന്തൊക്കെ ലോകത്ത് സംഭവിച്ചാലും നമുക്കൊന്നും സംഭവിക്കാത്തതുപോലെ പ്രസംഗിക്കാനുള്ള കഴിവും ആർജവും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോഴും മനസ്സിൽ നിറഞ്ഞു വരുന്ന പ്രാർത്ഥനയതാണ്. എന്റെ ഉസ്താദിനെ നിങ്ങൾക്കറിയാം, ചെറിയ അൻവർ ബാക്കി ഉസ്താദ് എപ്പോഴും എന്നോട് പറയുന്നതാണ്, ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും നമ്മളെ പഴമയെ മറക്കാതെ, പഴയ കാര്യങ്ങൾ മറക്കാതെ നല്ല റാഹത്തോടെ അൽഹംദുലില്ലാഹ് മുന്നോട്ട് വരണം എന്ന് പറഞ്ഞതിന്റെ പൊരുളതാണ്. ഞാനിപ്പോഴും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. പിന്നെ ചില കൂടെ പഠിച്ചവർക്കും അല്ലെങ്കിൽ പഴയ കാലത്തൊക്കെ സുഹൃത്തുക്കൾക്ക് തോന്നും ചിലപ്പോൾ പഴയതുപോലെ ഒന്നും അല്ലടേ ഇപ്പൊ ഭയങ്കര സെറ്റപ്പായി. ഇപ്പൊ ഞാൻ സെറ്റപ്പ് ആയതുകൊണ്ടല്ല, നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ആയിപ്പോയതുകൊണ്ടാണ്. മനസ്സിൽ കുഷ്ഠം ബാധിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ കഴിയില്ല, അത് സ്വയം മാറ്റിയാലേ കഴിയുള്ളൂ. അല്ലാതെ അത് എനിക്ക് വന്നതല്ല, നിങ്ങൾക്കുള്ളതാണ് എന്ന് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. അത് വലിയ രോഗമാണ്, അത് നിങ്ങൾക്ക് എല്ലാവരെ കണ്ടാലും തോന്നും. അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. അപ്പൊ അങ്ങനെയുള്ള അഴുക്ക് ചാലിൽ ചെന്ന് വീഴാതെ നല്ല ഉഷാറായിട്ട് അൽഹംദുലില്ലാഹ് റാഹത്തോടെ ഈ പ്രസംഗ മേഖലയിൽ നിലനിൽക്കാൻ നമ്മുടെ ഉസ്താദുമാർക്കും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ ചിരി നല്ല ചിരിയാണ്. സാധാരണ ആ ചിരി ഉണ്ടാകുന്നത് നമ്മൾ ഈ തൊട്ടിൽ കിടക്കുന്ന പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ്. കുഞ്ഞു മക്കളുടെ ചിരി നിങ്ങൾ കണ്ടിട്ടില്ല, എന്ത് ഭംഗിയാണ്. പ്രിയപ്പെട്ട ഭാര്യ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അരികത്ത് പോയി കുഞ്ഞ് ചിരിക്കുമ്പോൾ ഭർത്താവിനെ വിളിക്കും, ഇക്കാവുന്ന വേഗം വായിക്ക. കുഞ്ഞ് ചിരിക്കുമ്പോ പറയാനില്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത്, വേഗം വാ, കുഞ്ഞിന്റെ ചിരി നിങ്ങൾ കണ്ടില്ലേ എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ പുഞ്ചിരി കാണാൻ വേണ്ടി ഭർത്താവിനെ ക്ഷണിക്കും. ഭർത്താവ് ഒന്നിങ്ങനെ നോക്കുമ്പോ ചിരി അങ്ങ് നിർത്തും. കാരണം വാപ്പാരെ ഗുണം കണ്ട മക്കൾക്ക് ചിരിക്കാൻ തോന്നുന്നു. ചിലപ്പോ ചില മക്കൾ ചിരിക്കും, എങ്കിലും ആ ചിരി നല്ല ഭംഗിയാണ്. എന്ത് രസമാണ് ആ ചിരി. എന്തുകൊണ്ടാണ് ആ രസം വരുന്നതെന്നറിയോ? മനസ്സിലൊന്നുമില്ലാത്തത് കൊണ്ടാണ്, കളങ്കമില്ലാത്തത് കൊണ്ടാണ്, ദുർചിന്തകളും ദുഷ്ടചിന്തകളും ഒന്നുമില്ലാത്തത് കൊണ്ടാണ്, സന്മനസ്സിന്റെ പുഞ്ചിരിയുമായി കടന്നു വരുന്നത് കൊണ്ടാണ്. അൽഹംദുലില്ലാഹ് നല്ല പുഞ്ചിരി നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്ക് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ളത്. ആ പുഞ്ചിരി പിന്നെ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ മുഖത്ത് നിന്ന് മാറുകയാണ്. 5 വയസ്സാകുമ്പോ 6 വയസ്സാകുമ്പോഴതൊക്കെ മാറുകയാണ്. ആ ചെറിയ പ്രായത്തിൽ തൊട്ടിൽ കിടന്ന് കുഞ്ഞു ചിരിക്കുമ്പോ കാണാൻ എന്തൊരു മത്സരമാണ്. ഉപ്പ വരുന്നു, ഉമ്മ വരുന്നു, ഉപ്പുപ്പ വരുന്നു, ഉമ്മുമ്മ വരുന്നു, എല്ലാവരും വന്ന് വരിവരിയാ നിന്നുകൊണ്ട് ആ കുഞ്ഞിന്റെ ചിരി അങ്ങോട്ട് നിന്നുകൊണ്ട് കാണുകയാണ്. പക്ഷെ ആ കുഞ്ഞ് കുറച്ചുകൂടി വലുതായി ഒരു 5 വയസ്സാകുമ്പോ അടുക്കളയുടെ ഭാഗത്തിരുന്ന് പൊന്നുമോൻ വന്ന് ഉമ്മയെ നോക്കി ചിരിച്ചാലോ, പൊന്നുമോൻ വന്ന് ഉമ്മയെ നോക്കി ചിരിച്ചാൽ ഉമ്മ എന്ത് പറയും? നീ കൂടുതൽ കിണിക്കേണ്ട പോടാ അവിടെ നിന്ന് പറയും. എന്താ അങ്ങനെ പറയാ? 4 വയസ്സ് വരെ അല്ലെങ്കിൽ 3 വയസ്സ് വരെ കുഞ്ഞിന്റെ ചിരി കാണാൻ ഉമ്മായിപ്പായും ക്യൂ നിന്നിട്ട് 5 വയസ്സായി കുഞ്ഞ് നഴ്സറിയിലൊക്കെ പോയി തുടങ്ങിയിട്ട് കുഞ്ഞു വന്ന് ചിരിക്കുമ്പോൾ ഉമ്മ പറയും കൂടുതൽ കിണിച്ചാൽ വെട്ടിക്കളയെന്ന് പറയും. എന്താ കാരണം എന്നറിയോ? പിന്നെ ആ ചിരിയുടെ പേര് കള്ളച്ചിരി എന്നാണ്. അവൻ തരികിടയൊക്കെ പഠിച്ചു തുടങ്ങി, പെൻസിൽ മോട്ടിച്ചു തുടങ്ങി, റബ്ബർ കെട്ട് മോട്ടിച്ചു തുടങ്ങി, ചെറിയ ചെറിയ പരിപാടിയൊക്കെ തുടങ്ങിയപ്പോൾ അവന്റെ മനസ്സിനകത്ത് കളങ്കത വന്നപ്പോൾ ചിരിയിൽ കൃത്രിമത്വം വന്നു തുടങ്ങി. ഇതാണ് സ്വാഭാവികമായും രണ്ടാമത്തെ ചിരി, കള്ളച്ചിരി. ലോകത്ത് ഇലക്ഷന്റെ പോസ്റ്റർ പതിപ്പിച്ചിരിക്കുമ്പോൾ ചിരിക്കാത്ത ഏതെങ്കിലും ഒരു പോസ്റ്റർ നിങ്ങൾ കാണിച്ചു തരാൻ പറ്റും? ചിരിച്ചാലേ വോട്ട് കിട്ടൂ, ചിരിക്കണം. ടോൾസ്റ്റോയി പറഞ്ഞത്, പുഞ്ചിരിക്കാത്തവൻ ഒരിക്കലും കട തുടങ്ങാൻ പാടില്ല. എന്റെ കടയിൽ കച്ചവടം ഉണ്ടാവൂല. ചില താത്തവര് പറയില്ല, റസാഖാക്കാരെ കടയിൽ തന്നെ പോകണം, അരി വാങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ പഴം വാങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ പച്ചക്കറി വാങ്ങണമെങ്കിൽ. കാരണം എന്താ? വില ഇച്ചിരി കൂടുതലാണെങ്കിൽ കാക്കട ചിരി കാണുമ്പോൾ അള്ളാഹുവേ മയങ്ങിപ്പോകുക. ചിരി നല്ലതാണ്, ചിരി നല്ലതാണ്. അത് പല കാര്യങ്ങൾക്കും നല്ലതാണ്. അപ്പോ കള്ളച്ചിരി ചിലരൊക്കെ പഠിച്ചു വെച്ചിരിക്കും. അത് ഒരു കണക്കിന് ജനങ്ങളെ ഒന്ന് സുഖിപ്പിക്കാനാണെങ്കിൽ പോലും മുഖത്ത് കൊണ്ടുവന്നാലും ഉള്ളിൽ തട്ടാത്തതായതുകൊണ്ട് അതൊരു ചതിയാണ്. ഉള്ളിൽ തട്ടി ചിരിക്കുന്ന നല്ല സ്വാർത്ഥതയില്ലാത്ത മനുഷ്യ സ്നേഹികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇലക്ഷനിലൂടെ അല്ലാഹു തിരഞ്ഞെടുക്കട്ടെ എന്ന് മനസ്സറിഞ്ഞ് ദുആ ചെയ്യാണ്. ഏതായാലും തീരുമാനങ്ങളൊക്കെ ആയി കഴിഞ്ഞു. നമ്മളെല്ലാവരും ഒക്കെ വോട്ട് ചെയ്തു, ഒക്കെ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. നിങ്ങൾ ആർക്ക് ചെയ്തു എന്നതല്ല വിഷയം. നമ്മുടെ സമുദായത്തിന്, നമ്മുടെ സമൂഹത്തിന്, പാവപ്പെട്ടവർക്ക് ഉപകാരം ചെയ്യുന്നവരെ, നമ്മുടെ നാടിന് നന്മയെ ഉണ്ടാക്കാൻ കഴിവുള്ളവരെ അല്ലാഹു വിജയിപ്പിച്ചു കൊണ്ടുവരട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടെ ദുആ ചെയ്യുകയാണ്. മൂന്നാമത്തെ ചിരി പരിഹാസ ചിരിയാണ്. രണ്ടാമത്തെ കള്ളച്ചിരിയിൽ ഒരു ചിരി കൂടി പെടും. ഇലക്ഷൻ ചിരി മാത്രമല്ല, മനസ്സിൽ കളങ്കത വരുമ്പോഴുള്ള ചിരി മാത്രമല്ല, രണ്ടാമത്തെ ചിരിയിൽ പെടുന്ന ഒരു ചിരിയാണ് പ്രേമച്ചിരി. പ്രേമച്ചിരി എന്ന് പറയുന്ന ഒരു ചിരിയുണ്ട്, രണ്ടാമത്തെ ചിരി. ആ ചിരിയുടെ ഗൗരവം
എന്റെ മുമ്പിലിരിക്കുന്ന 17, 18, 19, 20 വയസ്സിനകത്ത് പ്രായമുള്ളവരോട് ഇന്ന് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവൂല, എഴുതി ഒപ്പിട്ട് തരാം. കല്യാണം കഴിഞ്ഞ ഒരു 25, 30 വയസ്സൊക്കെ ആയവരോട് പറഞ്ഞാൽ സംഭവം നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് അവസ്ഥ, എത്രയാ മയങ്ങിപ്പോയി. എന്നാൽ ഇപ്പൊ അടുത്തിരിക്കുന്ന 18കാരൻ പറയില്ലേ, ഇതൊക്കെ ഇയാൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവൾ അങ്ങനെ എന്നെ പറ്റിക്കാനുള്ള ചിരിയൊന്നുമില്ല, അവള് പാവമാണ്, പാവമാണ്. ഏത് പ്രേമിക്കുന്നവനും വീട്ടിൽ വന്ന് ഉമ്മയോടും ഉപ്പയോടും പറയുന്നതാ, അവള് പാവമാണ്, അവള് പാവം. എന്ത് പാവ? ഇത് പ്രേമം വരുത്തി വെക്കുന്ന വലിയ വിനയാണ്. അല്ലാഹുവേ, കേരളം ഇതുവരെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടില്ല. എവിടെ സൗന്ദര്യം കണ്ടാലും കണ്ണ് വിഴിച്ചിരുന്നുകൊണ്ട് റാഞ്ചി എടുക്കാൻ കൊതിക്കുന്ന കഴുകന്മാരായി എന്റെ പ്രിയപ്പെട്ട യുവതലമുറ അതപ്പതിച്ചു പോയിരിക്കുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്റെ പെൺകുട്ടികളുള്ള ഉമ്മമാരോട് പറയുകയാ, എന്റെ പെൺകുട്ടികളുള്ള ഉമ്മമാരോട് വേദനയോടെ പറയുകയാണ്, ഉമ്മ, നമ്മുടെ പെൺമക്കളെ നമുക്ക് വേണം ഉമ്മ, കൈവിട്ടുകളയല്ലേ ഉമ്മ. ആ പെൺകുട്ടി പറയുന്ന വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തവരെ താളപ്പേരത്ത് തുള്ളിയിട്ട് അവസാനം അവിടെ ഏതെങ്കിലും നെറ്റികെട്ട കഴിക്കുകാരിലേക്ക് തള്ളിയിടാനുള്ള പെങ്ങളെ ആമിനാണ്, ആസിയാണ്, ആരിഫാണ് പേരിട്ടുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞോമനയെ തോളത്ത് വെച്ചുകൊണ്ട് പോറ്റി വളർത്തിയ എന്തിനാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ? ഇന്ന് പെൺകുട്ടികൾക്ക് ടൂർ പ്രോഗ്രാം ഒരു രസമാണ്. ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഇന്ന് പാപക്കറ പിരളാത്ത ഒരു ബന്ധമായിട്ട് വളർന്നിരിക്കുകയാണ്. അന്യ പുരുഷന്മാരോടൊപ്പം 17, 18 വയസ്സാണ് മക്കളോടൊപ്പം അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെയാണ് മത്തയും പറതയും വിട്ട നിസ്കാരത്തിഴമ്പുള്ള ഉമ്മമാര്, ആചാര്യന്മാര് മക്കളെ യാത്രയ്ക്ക് പറഞ്ഞു വിടുക. വാഗമണും നീകാലന്തും ഹാപ്പിലാൻഡും ഒക്കെ പ്രിയപ്പെട്ട മക്കളെ പോയി കറങ്ങി വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഇത്താ, നീ ഏത് ആദർശത്തിൽ ജീവിക്കുന്നവളാ? നിന്റെ പൊന്നമോളെ ഒരു സദസ്യം പറഞ്ഞവളുണ്ടായെന്നല്ലോ. സാഹചര്യം മനസ്സിലാക്കണം പെങ്ങളെ. നിന്റെ പൊന്നുമോള് ധരിക്കുന്ന വസ്ത്രത്തിന്റെ കണക്ക് മനസ്സിലാക്കുക. പഴയകാലത്ത് നൈറ്റിയുടെ അടിയിൽ ധരിച്ചിരുന്ന പാന്റ് ഉണ്ടല്ലോ, പഴയകാലത്ത് പർദ്ദയുടെ അടിയിൽ ധരിക്കാൻ വേണ്ടി മാത്രം ഒരു പാന്റ് ഉണ്ടായിരുന്നു. ആ പാന്റാണ് ചുരിദാറിന്റെ പാന്റായിട്ട് പെൺകുട്ടികൾ ഉപയോഗിക്കുന്നത്. അല്ലാഹുവേ, ശരീരത്തിന്റെ തൊലിയോട് ഒട്ടിക്കിടക്കുന്ന വെൽവെറ്റിന്റെ പാന്റ് ഇട്ടുകൊണ്ട് കാരേറ്റിലൂടെ, കിളിമാനിലൂടെ, കല്ലറയിലൂടെ 17, 16 വയസ്സായ പെൺകുട്ടികൾ നടന്നു പോകുമ്പോ എന്റെ ഉമ്മ അത് വാങ്ങിക്കൊടുത്ത ഉപ്പയും ഉമ്മയൊക്കെ നരകത്തിന് വേണ്ടി ദാഹിക്കാണ്. നരകം അവരെ കൊതിച്ചിരിക്കാണെന്ന് മറന്നു പോകല്ല പെങ്ങളെ. അപകടം നീയാണ് വരുത്തി വെക്കുന്നത്, അപകടം നീയാ വരുത്തി വെക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് വേദനയോടുകൂടി ഓർമ്മപ്പെടുത്തുകയാ, മറക്കല്ലേ ഉമ്മ, മറക്കല്ലേ ഉമ്മ. അനുവദനീയമാണ് അതിർവരമ്പുകളുടെ ഉള്ളിലുള്ള വസ്ത്രധാരണമല്ലാതെ നിന്റെ പ്രിയപ്പെട്ട മക്കളെ ഹറാമിന് വേണ്ടി വലിച്ചെറിയോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഒരിക്കലും നീ മനസ്സ് വെക്കല്ലേ, ഒരിക്കലും നീ മനസ്സ് വെക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാണ്, എന്തോ ഒരു അപകടമാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്, എന്തോ ഒരു അപകടമാണ് നെറ്റ് എന്ന് പറയുന്നത്, എന്തോ ഒരു അപകടമാണ് കൂടുതലൂടെ ചെറുപ്പക്കാരെത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയും ഒരുപാട് ഉപയോഗമുണ്ട് സ്ഥാനേ, ആയിക്കോട്ടെ, ആ ഉപയോഗങ്ങളൊക്കെ നിങ്ങൾ എടുത്തുകൊള്ളുക. പക്ഷേ 10% ഉപയോഗം വരുമ്പോ 80%, 90% ഉപദ്രവമല്ലേ കടന്നു വരുന്നത്. തന്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ കുളിസീം വരെ ഒപ്പിയെടുത്തുകൊണ്ട് മൊബൈലിടുന്ന വിവരമില്ലാത്ത ആങ്ങളമാരുടെ കര കേരളത്തിന് ശാപമല്ലേ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, മക്കളുടെ കൈയിലേക്ക് ഗെയിം കളിക്കാൻ മൊബൈൽ കൊടുക്കുന്ന ഉമ്മമാര് പഠിച്ചോ. മക്കളൊന്നും ശല്യമില്ലാതെ, സംസാരമില്ലാതെ, ബഹളമില്ലാതെ നിനക്ക് സീരിയല് ഒടുക്കത്തെ സീരിയല്, ഈ സമുദായത്തിന്റെ പെൺകുടിവാണ് സമയം മുഴുവനും നശിപ്പിച്ച സീരിയല്, എല്ലാ കൃത്രിമത്വവും വിളമ്പിക്കൊടുക്കുന്ന സീരിയല്. ആ സീരിയലിന്റെ മുന്നിൽ സമാധാനത്തോടെ ഇരിക്കാൻ കഴിയാത്തത് കൊണ്ട് നിന്റെ പ്രിയപ്പെട്ട മക്കളെ ഒന്ന് അടക്കി ഒതുക്കി ഇരുത്തോ. മൊബൈൽ കയ്യിൽ കൊടുത്തിട്ട് ഗെയിം കളിച്ചോ മക്കളെ എന്ന് പറയുമ്പോ, അല്ലാഹുവേ, 5 വയസ്സും 6 വയസ്സുമുള്ള മക്കള് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോ നെറ്റ് ഓണാവുകയാണ്, വാട്സപ്പ് ഓണാവുകയാണ്, ഗൂഗിൾ ഓണാവുകയാണ്. അതിന്റെ അകത്തേക്ക് പ്രിയപ്പെട്ട മക്കൾ കടന്നു വരികയാ. കിടന്നിറങ്ങുന്ന അർത്ഥനജ്ഞയായ പ്രിയപ്പെട്ട ഉമ്മയുടെ ശരീരം വരെ യൂട്യൂബിലൂടെ ലോകം ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ ഏറ്റവും അധികം അതിൽ പണി കിട്ടിയത് ആർക്കാ? ഈ സമുദായത്തിനാ. പണപ്പെരുപ്പം കൊണ്ടുറക്കം നഷ്ടപ്പെട്ടു പോയ സമുദായത്തിനാ. പണത്തിന്റെ കൊഴുപ്പ് കൊണ്ട് വികാരം നിയന്ത്രിക്കാൻ കഴിയാറ് വിദേശ രാജ്യത്ത് നടക്കുന്ന ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന പെൺകുടിമാർക്കാ. ശ്രദ്ധിക്കണമുണ്ടോ? അതുകൊണ്ട് ഈ ചിരിയുടെ ചതിയെ തിരിച്ചറിയാൻ
എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മമാരും ഉപ്പമാരും തന്റെ മക്കൾക്ക് ക്ലാസ് കൊടുക്കണം. അതെങ്ങനെ കൊടുക്കും? എങ്ങനെ കൊടുക്കും? പ്രിയപ്പെട്ട മക്കൾ ഇന്ന് 24 മണിക്കൂറും കൊച്ചി TV, പോക്കിരി, പീക്കിരി, പിന്നെന്താ കുട്ടിപ്പെട്ടാണ്. കൊച്ചി TV വലിയ അപകടമാണ്. നിങ്ങൾ വിചാരിക്കാൻ കുഞ്ഞു മക്കൾക്ക് ഒരു രസമല്ലേ കണ്ടോട്ടെ? ഒരുപാട് അപകടം അതിനകത്തുണ്ട്. അത് സൂക്ഷ്മമായി ഒന്ന് നിരീക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിസാരമല്ല അതൊന്നും നിസാരമല്ല പ്രിയപ്പെട്ടവരെ. ഏറ്റവും അധികം അതിനൊക്കെ ഇരയാവുന്നത് നമ്മുടെ മക്കളാണ്. മറ്റുള്ളവർക്ക് അതിന് നേരമില്ല, മറ്റുള്ളവർക്ക് അതിന് സമയമില്ല. നമ്മുടെ മക്കളെ വാരി പറക്കിയെടുത്ത് വീടിന്റെ അകത്തളങ്ങളിൽ ഈ വൃത്തികേടുകൾക്ക് സാക്ഷിയാകുന്നവർ നമ്മുടെ പ്രിയപ്പെട്ട മക്കളാണ്. ഒരു ഫാത്തിഹ ഓതാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ ഉപ്പ നമ്മുടെ ഖബറിന്റെ മുകളിലേക്ക് നമ്മുടെ മയ്യത്തിന് വേണ്ടി ഒന്ന് ദുആ വെക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ കിട്ടുമോ? അപകടമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് രക്തത്തിളപ്പിന്റെ പ്രായമായ 17ലും 18ലും ഈ പുഞ്ചിരി നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഏതെങ്കിലും ഒരു പെണ്ണ് ഫേസ്ബുക്കിലൂടെ പുഞ്ചിരിച്ചുകൊണ്ട് ഫോട്ടോ ഇട്ടാൽ അതിന്റെ അടിയിൽ ചില ചെറുപ്പക്കാർ എഴുതും മാഷാ അല്ലാഹ്. ഇതാണ് കമന്റുകൾ. മാഷാ അല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ആമീൻ ആമീൻ. ഇതൊക്കെയാണ്. ഈ അടുത്ത സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഇട്ടു അത്ര ഫേസ്ബുക്കിൽ, സുഹൃത്തുക്കളെ 17 ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഇല്ലായിരുന്നു, എന്റെ വാപ്പ മരിച്ചുപോയത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്നു മുതൽ തുടർന്ന് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ എന്റെ ഫോട്ടോയും കമന്റും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ വിഷമിക്കണ്ട, എന്റെ ഉപ്പാക്ക് കൊണ്ട് എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും. എല്ലാം ഫേസ്ബുക്കിൽ ആദ്യം വരിക, എല്ലാം ഫേസ്ബുക്കിലാണ് ആദ്യം വരിക. ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ എന്റെ ഒരു സുഹൃത്ത് കൊണ്ട് കാണിച്ചു തന്നതാണ്. അവന് സ്റ്റോൺ ബാധിച്ചിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അവനിങ്ങനെ ഹോസ്പിറ്റലിന്റെ ബെഡിൽ കിടന്നിട്ട് സുഹൃത്തുക്കളെ ദുആ ചെയ്യുക, സ്റ്റോണിന്റെ വേദന വല്ലാത്തതാണ്, മാഷാ അല്ലാഹ് എഴുതി വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇത് നിങ്ങൾ പറയും മെസ്സേജുകൾ കൈമാറാനും കാര്യങ്ങൾ അറിയിക്കാനും ഇതൊരു രസമാണ്, ഇതൊരു വലിയ മാധ്യമമാണ്. സംഭവം ശരിയാ. കാരേറ്റ് പള്ളിയിൽ മതപ്രസംഗം നടക്കുന്നു എന്ന് ഫേസ്ബുക്കിൽ ഇട്ടാൽ ഒരുപക്ഷെ പോസ്റ്ററും നോട്ടീസും കാണാത്ത പലരും കാണും. അത് ശരിയാ. അതുപോലെയാണോ നീയും നിന്റെ ഭാര്യയും കൂടി തോളത്ത് കൈയിട്ടുകൊണ്ട് വീടിന്റെ ഉമ്മറത്തിരിക്കുന്ന ഫോട്ടോ ഇടുന്നത്? അതുപോലെയാണോ നിന്റെ പ്രിയപ്പെട്ട പെങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഫോട്ടോ ഇടുന്ന? അതുപോലെയാണോ നിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ പെങ്ങന്മാരെ അതുപോലെ ചൂഷണം ചെയ്യുന്നത്? ഇതുപോലെയല്ല എന്റെ പ്രിയപ്പെട്ട. അത് വലിയ അപകടമാണ്. ഇതിലൊരു നന്മയുണ്ടെങ്കിൽ അതിൽ 100 തിന്മയുണ്ട്. അത് മറന്നു പോകരുത്. അപ്പൊ തിരിച്ചറിയുക. പ്രേമച്ചിരി ബൈക്കിലൂടെ വരും, പൾസറിലൂടെ വരും. ആ ചിരിയൊക്കെ കണ്ടിട്ട് പെങ്ങൾക്കാണെങ്കിൽ സഹിക്കാൻ വയ്യ. വീണ്ടും 9 മണിക്ക് കാരേറ്റ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കും. ഇന്നവനെ കണ്ടില്ലല്ലോ. ആ ചിരി കാണാതെ എന്റെ മനസ്സ് സഹിക്കാൻ കഴിയുന്നില്ല. വീട്ടിൽ പോയിട്ട് ഉറക്കം വരുന്നില്ല. ചിരി മനസ്സിൽ കുടുങ്ങിപ്പോയിരിക്കുകയാണ്. എന്തിന്? ഈ ചിരിയുണ്ടല്ലോ, റോഡിൽ നിന്ന് ഈ കണ്ട പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കുന്ന ഈ ചിരി നിന്റെ വീട്ടിന്റെ അകത്ത് മരിക്കാൻ കിടക്കുന്ന വാപ്പാടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചിരുന്നെങ്കിൽ അയാൾക്ക് 10 ഗുളികയിൽ 2 മാറ്റാമായിരുന്നു. 8 കഴിച്ചാൽ മതി, പകുതി അസുഖം മാറി. ചിരിക്കൂല. എന്തിനേറെ അനാവശ്യത്തിന് അതൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ആവശ്യത്തിന് ചിരി മറന്നു പോയത് കൊണ്ടാണ്. ആ ചിരിയെ തിരിച്ചു കൊണ്ടുവരാനൊരു ശ്രമമാണ്. 3ാമത്തെ ചിരി ഏതെന്നറിയോ? പരിഹാസ ചിരിയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ബഖറ പറയുന്നുണ്ട്, വിശ്വാസികളെ കാണുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ്. അവര് പറയുകയാണ്, അവരുടെ പിശാചിന്റെ അവരുടെ ശൈത്താനിയത്തിന്റെ മുമ്പിലേക്ക് അവർ വരുമ്പോ അവര് പറയും ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. അപ്പോൾ ഇവർ ചോദിക്കും നിങ്ങൾ വിശ്വാസികളെ കണ്ടപ്പോ അവരോടൊപ്പമാണെന്ന് പറഞ്ഞതോ? ഈ മുനാഫിക്കീങ്ങള്, ഈ കപടന്മാർ ആ സമയം അവരുടെ നേതാക്കന്മാരോട് പറയുകയാ, തൊപ്പിയിട്ട് താടി വെച്ച പ്രവാചകനെ വെളിപ്പെട്ട് ജീവിക്കുന്ന വിശ്വാസികളെ, ഞങ്ങൾ അവരെ പരിഹരിച്ചതാണ്. ഈ ഒരു വാക്ക് അവര് പറയുമ്പോ അല്ലാഹു പറയുന്നു, നബിയെ പറഞ്ഞു കൊടുക്കുക, ഇബാദത്ത് ചെയ്യുന്ന ആബിദീങ്ങളായ സ്വാലിഹീങ്ങളായ എന്തടിമയെ പരിഹരിച്ചവരോട് പറഞ്ഞു കൊടുക്കുക. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഅയാനിഹിം യഅമഹൂൻ. നബിയേ അവരോട് പറഞ്ഞു കൊടുക്കുക, അവരല്ല എന്റെ വിശ്വാസികളെ പരിഹരിക്കുന്നത്, ഞാനാണ് അവരെ പരിഹരിക്കുന്നത്. ആരാണോ
വിശ്വാസികളെ കളിയാക്കിയത്, പരിഹരിച്ചത്, അവരെ ഞാനാണ് പരിഹരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്ന നബിയെ. എന്റെ പ്രിയപ്പെട്ടവര്, മറ്റൊരാളെ കളിയാക്കി ചിരിക്കുന്നൊരു തമാശയല്ല, മറ്റൊരാളെ പരിഹരിച്ചിരിക്കുന്നൊരു തമാശയല്ല. അതിന് വല്ലാത്ത പാപമുണ്ട്. പരിഹാസച്ചിരി വല്ലാത്ത പാപക്കറവിരണ്ടതാണ്. അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നതാണ്. ലാ യസ്ഖറ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹു വലാ നിസാഉൻ മിൻ നിസാ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന. ഇവിടെ ഒരു വലിയ അത്ഭുതം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ പരസ്പരം ആരെയും നിങ്ങൾ പരിഹസിക്കരുത്. ആരെയാണോ നിങ്ങൾ പരിഹസിക്കുന്നത്, അവരെക്കാൾ, നിങ്ങളെക്കാൾ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മിടുക്കന്മാരാക്കിയേക്കാം. നിങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയാണ് അവനെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത്, അയാൾ ആരാണോ പരിഹസിച്ചത് ഇയാളെക്കാലം ഉത്തമനായേക്കാം. അതുകൊണ്ട് നിങ്ങൾ ആരും ആരെയും പരിഹസിക്കരുത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു വലാ നിസാഉം മിൻ നിസാഇൻ, സ്ത്രീകളെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാരണം എന്താ? സ്ത്രീകൾക്ക് ഇച്ചിരി പരിഹാസം കൂടുതല. സ്ത്രീകൾക്ക് ഇച്ചിരി പരിഹാസം കൂടുതല, ഇല്ലേ? ഏതെങ്കിലും ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനെ അംഗീകരിക്കും. അതുകൊണ്ടല്ലേ അമ്മായി മരുമോൾ അടികൂടുന്നു. നാത്തൂമ്പൂരിടക്കുന്ന ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനെ അംഗീകരിക്കൂല. കല്യാണം കഴിഞ്ഞാൽ കൂടപ്പുറപ്പുകളായ സഹോദരിമാര് പോലും പരസ്പരം അംഗീകരിക്കൂല. മൂത്തയിത്ത, ഇളയത്ത, കല്യാണം വരെ ഭയങ്കര സഹോദരി, ഇത്ത എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കമ്പനിയാ. കല്യാണം കഴിഞ്ഞാൽ രണ്ടും പൊരിഞ്ഞതല്ല. എന്റെ മാപ്പിളയാണ് സെറ്റപ്പ്, എന്റെ മാപ്പിള ഹോഴ്സാണ് കുടിക്കാൻ, ഇതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഗർവ് നടിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം. ഇത് പെണ്ണെങ്ങനെയാണ്? ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനെ അംഗീകരിക്കൂല. വലിയ പ്രയാസം. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കി എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ ഒരു ദുർഗുണം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മാറ്റണം. അത് മാറ്റിയ നമ്മുടെ മനസ്സിലല്ലോ. നമ്മുടെ മനസ്സ് നന്നായാൽ നമ്മുടെ മയ്യത്ത് നന്നാവും, ഉറപ്പാണ്. നമ്മുടെ മനസ്സ് നന്നായാൽ നമ്മുടെ മയ്യത്ത് നന്നാവും. അത്ഭുതത്തോടെ ഞാൻ ചിന്തിച്ചു പോകുന്നു, നമുക്കൊക്കെ അള്ളാഹു നല്ല മരണം തരട്ടെ. ഈ കാരേറ്റ് റോഡിനെ സംബന്ധിച്ചിടത്തോളം എത്ര മയ്യത്തുകളാണ് ഈ റോഡിൽ കിടന്ന് ചതഞ്ഞെറിഞ്ഞു പോയത്. ഇന്ന് ഞാൻ ഓർത്തു പോകുന്നു, നമ്മുടെ ഈ നിലമയിൽ മുസ്ലിം ജമാഅത്തിന്റെ ആ ഖബർസ്ഥാനിൽ അടക്കപ്പെട്ടിരിക്കുന്ന 3-4 ഖബറുകൾ ഒരുമിച്ച് റമദാനിന്റെ തലേ ദിവസം വെട്ടി അടക്കിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എത്രയോ കൊല്ലം കഴിഞ്ഞു. നിങ്ങൾ പലരും മറന്നു, ഞാൻ മറന്നു പോയിട്ടില്ല. 2.5 വയസ്സുള്ള കുഞ്ഞിന്റെ മുഖം എന്റെ പ്രിയമുള്ളവരെ ഇപ്പോഴും മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മുടെ റോഡ് സൈഡിൽ നടന്ന ഒരു വൻ ദുരന്തമാണ്. ഒരു വാഹനത്തിന്റെ അകത്ത് സഞ്ചരിച്ച മുഴുവൻ ആളുകളും ചലഞ്ഞെറിഞ്ഞു പോയ, തൽക്ഷണം മരണപ്പെട്ടു പോയ ഒരു വലിയ ദുരന്തം ഞാൻ നിങ്ങൾ മറഞ്ഞതാണ്. അള്ളാഹു ഇതൊക്കെ ലോകത്തിന്റെ നാനാഭാഗത്ത് നടത്തിയിട്ട് വീണ്ടും വീണ്ടും വൃത്തികേടിലേക്ക് പോകുന്ന നിങ്ങളെ എന്തുമാത്രം അവസരം അള്ളാഹു നമുക്ക് തന്നു. നമ്മൾ തിരിച്ചറിവും ബോധവുമുള്ളവരായോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ? അതുകൊണ്ട് ഒരാളും മറ്റൊരാളെ പരിഹസിക്കേണ്ട. അതിന് യോഗ്യത നമുക്കില്ല. അബൂജഹൽ അനത്തുല്ലാഹി അലൈഹി അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിക്കുമായിരുന്നു. അതിന് അല്ലാഹു തന്നെ നേരിട്ട് പണി കൊടുത്തില്ലേ? ഖുറൈശികളൊത്തൊരുമിത്തവർ പാടി അനാഥയാലിവനാണോ നബിയായി വന്നോ, ധനവും പ്രതാപവും നമ്മളിലാണേ, രാജാക്കൾ ഞങ്ങളിൽ പെട്ടവരാണേ, നേതാക്കൾ ഞങ്ങളിൽ ഉള്ളവരാണേ, എന്നീട്ടി യതീമായോ നബിയായി വന്നോ, ഇപ്പോഴീ മിസ്കീനായോ നബിയായി വന്നോ. എന്തുമാത്രം പരിഹരിച്ചു, കളിയാക്കി, കല്ല് പറക്കി എറിഞ്ഞു, ചീത്ത വിളിച്ച് സകാര വാക്കുകൾ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സൊന്നും വേദനിച്ചില്ലല്ലോ. ആ അബൂജഹൽ സുഖമില്ലാതെ കിടക്കുന്നെന്നറിഞ്ഞപ്പോ സ്നേഹമുള്ള മനസ്സോടെ ഓടിപ്പോയതാരാ? വേദനയോടെ പ്രസവിച്ച ഉമ്മ രോഗിയായി കിടന്നിട്ട് കാണാൻ പോവാ മനസ്സില്ലാത്ത യുവത്വമേ, സ്വന്തം ഉപദ്രവം ചെയ്തുകൊണ്ട് സ്വന്തം ശരീരത്തെ കട്ടപ്പാടിലാക്കിയ അബൂജഹൽ സുഖമില്ലാതെ കിടന്നപ്പോ സ്നേഹമുള്ള മനസ്സോടെ ഓടിപ്പോയതാരാ? സ്നേഹത്തിന്റെ നായകനെ നബി മുഹമ്മദ് മുസ്തഫ. തണുത്തിരിക്കുന്ന മണ്ണിൽ ചൂട് വരട്ടെ,
ആരേറ്റു മജ്ലിസിന്റെ നിറഞ്ഞ മജ്ലിസിന്റെ അകത്ത് നിന്ന് മദീനയുടെ നായകന്റെ ഹദറത്തിലേക്ക് സ്വലാത്ത് ഉയർന്നു പോകട്ടെ. ഇലക്ഷന്റെ നേതാക്കന്മാർക്ക് വേണ്ടി കൊടി കയ്യിൽ പിടിച്ചുകൊണ്ട് എത്ര ആർജവത്തോടെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ കലാശക്കൊട്ട് നടത്തിയവരാ. പക്ഷെ ഒരു പേമാരി പെയ്തിറങ്ങിയപ്പോ മുത്ത് റസൂലിനോടുള്ള സലാത്ത് ഇത്രത്തോളം മത്സരം വന്നു പോയോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ. എവിടെ വെട്ടിയിട്ടാലും പ്രവാചക പ്രേമമെന്നത് കത്തിപ്പടരുന്ന ഒരു സമരാവേശമായി രക്തത്തിലൂടെ അലിഞ്ഞു ചേരണമെന്റെ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അതുമാത്രമേ നമുക്കുള്ള സഹോദരങ്ങളെ. ബാക്കി അവിടെ നിന്ന് മാത്രമേ നമ്മൾ രക്ഷപ്പെടുത്താനുള്ളൂ. എവിടെ പോയാലും വാതിൽ കുത്തി അടയ്ക്കും, സഹായത്തിന് ആരുമില്ല. അവസാനം അല്ലാഹുവേ, നല്ല മനസ്സോടെ സ്വലാത്ത് ചൊല്ലുന്ന ഈ സ്വർഗത്തിന്റെ വേദിയിൽ വന്നിരിക്കുന്ന സഹോദരങ്ങൾക്ക് മുത്ത് റസൂലിന്റെ ഹൗദുൽ കൗസർ കൊടുക്കണേ അല്ലാഹ്. 100, 200, 500, 1000 സ്വലാത്ത് വീട്ടിനകത്ത് ചൊല്ലി തീർക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കും അതിനുള്ള മഹാഭാഗ്യം നീ കൊടുക്കണേ അല്ലാഹ്. അബൂജഹൽ സുഖമില്ലാതെ കിടക്കുന്നെന്ന് അറിഞ്ഞപ്പോഴും കാണാൻ വേണ്ടി ഓടിയെത്തിയ നമ്മുടെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഇതൊക്കെയാണ് ചിരിയുടെ അവസ്ഥ. ശരി, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചിരുന്നു. അവിടെ മുതൽ ഇങ്ങോട്ട് പരിശോധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുമായിരുന്നോ? ഉറപ്പായും ചിരിക്കുമായിരുന്നു. നബി തങ്ങളുടെ പുഞ്ചിരിയെ കുറിച്ച് ചോദിച്ചാൽ അത്ഭുതത്തോടെ സഹാബികൾക്ക് മറുപടി പറയാൻ പറ്റും. ആരോട് ചോദിച്ചാലും പറയും. അള്ളാന്റെ ഹബീബിന്റെ പുഞ്ചിരി മാത്രമല്ല, ആ മുഖത്ത് നിന്ന് ചിരി മാഞ്ഞുപോയ ചില അപൂർവം ചില സമയങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒന്ന്, വഹി ഇറങ്ങാൻ കുറച്ച് താമസിച്ചു പോയപ്പോൾ സങ്കടത്തോടെ മുത്തായ തങ്ങളുടെ മുഖത്ത് ചിരി മാഞ്ഞുപോയി. 2, ചാടി തമ്പിയ സുവദിന് മാറേണ വല്ലി മഹ്മൂദർ ഹൗദീന്ന് വെള്ളം കുടിക്കുന്നോനാരേണ. പ്രവാചക പൂങ്കവന്റെ മനസ്സിന്റെ അകത്ത് ചേക്കേറിപ്പോയ ധീരനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹു ഉഹുദിന്റെ രണാകളത്തിൽ വലിച്ചു കീറപ്പെട്ടപ്പോൾ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തെ വെട്ടിയെരിഞ്ഞു പോയപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് കരൾ പുറപ്പെടുത്ത് ചവച്ചരച്ച് ചവറ്റുകുട്ടയിലേക്ക് കാർക്കിച്ചൊതുപ്പിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് പിന്നെ കുറെ സമയത്തേക്ക് ചിരി വിടർന്നു വന്നില്ല. അല്ലാഹുവേ, മുത്തുനബി തങ്ങൾ ഇതുപോലെ കരഞ്ഞ, ഇതുപോലെ മുഖത്ത് ദുഃഖം തളം കെട്ടിരുന്ന സംഭവം പിന്നെ വേറെയില്ല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയുള്ള ചില എണ്ണപ്പെട്ട വിലപ്പെട്ട സമയത്തല്ലാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തിലൊന്ന് ചിരിമാഞ്ഞു പോയിട്ടില്ല. മുത്തായ തങ്ങളുടെ മുഖത്തിലൊന്ന് ചിരിമാഞ്ഞു പോയിട്ടില്ല. ചിരിക്കാൻ മറക്കുന്നവരെ പഠിച്ചുകൊള്ളുക, ചിരിക്കാൻ മറക്കുന്നവരെ പഠിച്ചുകൊള്ളുക. അവസാന സമയത്ത് ആർക്കെങ്കിലും എന്നെ ഉപദ്രവിക്കണമോ, ഞാൻ ഈ ലോകത്തിലൊന്ന് വിട പറഞ്ഞു പോയാൽ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് കണക്ക് തീർക്കാൻ എനിക്ക് കഴിയില്ലോ. അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ ഇടപാടുകൾ തീർക്കണമെന്ന് പറയുമ്പോൾ ഒരു വടി കയ്യിൽ വെച്ചുകൊണ്ട് നബിയേ, അങ്ങനെ യുദ്ധത്തിന്റെ ഇടയിൽ എന്റെ ശരീരത്തെ ഉപദ്രവിച്ചു നബിയേ, ആ ഉപദ്രവം ഈ വടി കൊണ്ട് അങ്ങയുടെ ശരീരത്തിലേക്ക് എനിക്ക് തിരിച്ചു തരണമെന്ന് ഉക്കാശാറിയാഹുന്റെ ഊരിപ്പിടിച്ച ഒരു വടിയുമായി കടന്നു വന്നപ്പോ സഹാബികളൊക്കെ പൊട്ടിക്കടന്നു പോകുന്നു. മാണിക്കമുത്തര നീ ഉപദ്രവിക്കുകയാണോ കാശ? ആ സമയത്ത് ചിരിച്ച ഒരേ ഒരാളേ ഉള്ളൂ. ആ സമയത്ത് ചിരിച്ച ഒരേ ഒരാളേ ഉള്ളൂ. റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്തൊരു അത്ഭുതമാണ്! കുറച്ച് പണം, കാരേറ്റ് ജംഗ്ഷനിൽ വലിയ കൊട്ടാരം, പള്ളിയെ വെല്ലുന്ന പവറുള്ള കൊട്ടാരം, അധികാരം, വാഹനം, ഇതൊക്കെ വരുമ്പോൾ സ്വന്തം കൂടപ്പുറപ്പിന്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ മറന്നുപോകുന്ന വമ്പന്മാരും ധിക്കാരികളും അഹങ്കാരികളും അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടൂല. സൂക്ഷ്മതയോടുകൂടി ആ ചിന്ത മനസ്സിൽ കൊണ്ടു നടന്നു. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ നറുപുഞ്ചിരിയുടെ ആളായിരുന്നു. ഒരിക്കലും മുത്ത് റസൂൽ അട്ടഹസിച്ച് ചിരിച്ച 63 വർഷത്തിൽ ഒരു പ്രാവശ്യം പോലും ശബ്ദം പുറത്തു കേൾക്കുന്ന വലിയ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊട്ടി ചിരിച്ചിട്ടില്ല. നബി തങ്ങൾ അങ്ങനെ ചിരിച്ചിട്ടില്ല. ആലിമീങ്ങളോട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകമായ പ്രഖ്യാപനമാണ്, നിങ്ങൾ പൊട്ടിച്ചിരിക്കരുത്, ഇൽമു വായിൽ നിന്ന് തെറിച്ചു പോകുമെന്നാണ്. അള്ളാഹു നമുക്കൊക്കെ ഗൗരവത്തോടു കൂടി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ ഒരു കണക്കിന് ഈ പ്രഭാഷണ മേഖലയിൽ വരാത്ത ഉസ്താദുമാരൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. പ്രഭാഷണ മേഖലയിൽ വരുന്നവർക്ക് ഇഹ്യാ ഉലൂമുദ്ദീനൊക്കെ ആദ്യം മുതൽ അവസാനം വരെ പഠിച്ച ഉസ്താദുമാരുടെ മുമ്പ് ചെന്നിരിക്കുമ്പോൾ കൈകാലുകൾ വിറച്ചു പോകും. വല്ലാത്ത ഭയപ്പാടാണ്, വല്ലാത്ത സങ്കടമാണ്. അല്ലാഹു തആല മനസ്സിനെ നമുക്ക് ശുദ്ധീകരിച്ചു തരുമാറാകട്ടെ. നിങ്ങളിൽ ഒരു സാധാരണ ജാഹില്, നിങ്ങളിൽ ഒന്നിനും ഒരമല് പോലും ചെയ്യാത്ത ഒരു ജാഹില് കിടക്കുന്നതിനേക്കാളും 10 മടങ്ങ് താഴെയായിരിക്കും അഹങ്കാരിയായ ഒരു പ്രഭാഷകൻ, ഒരു ഇസ്ലാമിക പ്രഭാഷകൻ കിടക്കാനുള്ളത്. നിങ്ങൾ ദുആരക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നത് വരെ പടച്ചവന്റെ ദീൻ പറഞ്ഞ് ഒരു നാണയത്തൊട്ട് പോലും കൈനീട്ടി എനിക്ക് ഇത്ര വേണമെന്ന് പറഞ്ഞ് വാങ്ങി ജീവിക്കുന്ന ഒരു അവസ്ഥ അല്ലാഹു മരിക്കുന്നത് വരെ തരാതിരിക്കട്ടെ. ഇതിനപ്പുറം എനിക്കൊന്നും പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് പലർക്കും അറിയില്ല, ഇത് കച്ചവടമല്ല, ഇത് പൂരപ്പറമ്പല്ല, ഇത് ഉത്സവമല്ല, ഇത് സർക്കസ് അല്ല, ഇത് നാടകമല്ല, അല്ലാഹുവിന്റെ ദീനാണ്. നിങ്ങൾക്കറിയോ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് 3 പ്രാവശ്യം പറയാതെ, ഉഫവ്വിദു അംരി ഇലല്ലാഹ് എന്ന് 3 പ്രാവശ്യം പറയാതെ എഴുന്നേറ്റെന്ന് പ്രസംഗിക്കാൻ നമുക്ക് കഴിയാത്തത്, ഇതിലൊക്കെ അല്ലാഹുവിന്റെ അപാരമായ കരവിരുതുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന വലിയ അത്ഭുതമാണ് അതൊക്കെ. അതിനെയൊന്നും ദുനിയാവിന്റെ കേവലം ഒരു കടലാസിന്റെ വില പോലും വരാത്ത കോടികളുടെ വില പറയാൻ എന്റെ പ്രിയമുള്ളവരെ മനസ്സ് കാണിച്ചാൽ അല്ലാഹുവിന്റെ കോടതിയിൽ അപാരമായ ശിക്ഷയുണ്ടാകും. അത് ഇന്ന് മരിച്ചാൽ ഇന്നു മുതലാണ്. ഇന്ന് റൂഹ് പിരിഞ്ഞാൽ പിന്നെ ഇന്ന് മുതലാ. ഇന്ന് 10 മണിക്ക് നൗഷാദ് ബാക്കവി മരിച്ചാൽ പെട്ടെന്ന് തന്നെ എല്ലാ തീരുമാനങ്ങളുമായ നാളെ പ്രഭാതത്തിൽ 9 മണിക്കടക്കിയാൽ 10 മണി മുതൽ എന്റെ ബർസഖ് ജീവിതം ഖബറിന്റെ അകത്ത് പിന്നെ തുടങ്ങാൻ. നീ ചെയ്തത് മുഴുവനും സാക്ഷിയായി നിന്റെ ഖബറിന്റെ അകത്ത് അനുകൂലമായോ പ്രതികൂലമായോ വരുമ്പോ എന്നും ആ പടച്ചവനെ പേടിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. സഹാബത്ത് ചിരിച്ചിരുന്നത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബത്തിന്റെ ചിരിയെക്കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ മുത്തുനബി തങ്ങളുടെ സഹാബികൾ ചിരിച്ചിരുന്നത്? അസ്സഹാബത്തു യൽഹഖൂന മഅൽ ഈമാൻ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈമാനോടുകൂടി മാത്രമാണ് സഹാബികൾ ചിരിച്ചിരുന്നത്. അവർ ചിരിക്കുമ്പോ ഈമാൻ തെറിച്ചു പോവില്ല. അവരെ മുഖത്ത് ഈമാനിന്റെ പുഞ്ചിരിയായിരുന്നു. അല്ലാഹുവേ, ഈമാനിന്റെ ചിരിവല്ലാത്ത അത്ഭുതമാണ്, ഈമാന്റെ ചിരിവല്ലാത്ത അത്ഭുതമാണ്. വെള്ളാഞ്ചിറ ഹുദൈബിയ അറബി കോളേജിന്റെ മുമ്പിൽ കിടന്നിറങ്ങുന്ന ഇന്ന് യൂസുഫ് ഉസ്താദ് ആ ചിരിയുടെ ഉടമസ്ഥനായിരുന്നു. കണ്ടവർക്കറിയാ, തഴവ ഉസ്താദ് ആ ചിരിയുടെ ഉടമസ്ഥനായിരുന്നു. ഞാൻ ഇർഷാദ് ഉസ്താദിന്റെ മുമ്പിൽ ഇരിക്കുന്ന നിസാം ബാക്കവി ഉസ്താദൊക്കെ ഇൽമ പഠിച്ച വലിയൊരു മാർവിയാത്ത് സ്വാലിഹാത്തിലെ രാജകുമാരനായി ഞങ്ങളൊക്കെ നെഞ്ചിൽ കൊണ്ടു നടന്ന ബഹുമാനപ്പെട്ട സൈനിലാദ്യത്തിന്റെ ചിരി ഓർമ്മയുണ്ടോ എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ? അതൊക്കെ കലകളെന്ന പാണ്ഡിത്യത്തിന്റെ ഉറവിടത്തിലേക്ക് പോയോ ഈമാന്റെ പവറുള്ള ചിരികളായിരുന്നു. അല്ലാഹുവേ, ജനങ്ങളെ പറ്റിക്കുന്ന ചിരിയല്ലാതെ, പണക്കാരെ കാണുമ്പോ കൂടുതൽ പൈസ കിട്ടാനുള്ള ചിരിയല്ലാതെ, ഒന്ന് മറന്നുകൂടാത്ത പാവപ്പെട്ടവരായി അകപ്പൊലിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ തള്ളിവിടല്ലോ. മനസ്സിന്റെ ഈമാൻ നാട്ടിയുറപ്പിക്കുന്ന, ഈമാൻ ഊട്ടിയുറപ്പിക്കുന്ന പുഞ്ചിരി ഞങ്ങൾക്ക് തരണയല്ല. ബുഖാരി എന്ന് പറയുന്ന വിശാലമായ കിതാബെടുത്ത് മുമ്പ് വെച്ചുകൊണ്ട് വിശദീകരിക്കുന്ന കമാലുദ്ദീൻ ഹസ്രത്തിനെ മറക്കാൻ പറ്റുമോ എന്ന് പ്രിയപ്പെട്ട ഉസ്താദുമാരെ? എന്തോ ഒരു പുഞ്ചിരിയാണ്. ഒരു പുഞ്ചിരി എങ്ങോട്ട് ബഹുമാനപ്പെട്ടവർ ചിരിച്ചാൽ പിന്നെ നമുക്ക് മറക്കാൻ പറ്റുമോ? ഇന്ന് സുഖമില്ലാതെ കിടക്കുന്ന ബഹുമാനപ്പെട്ട ബുവാർ ഹനീഫ ഹസ്രത്ത്, അല്ലാഹുവേ നീ ദീർഘായുസ് കൊടുക്കണേ അല്ലോ. പടച്ചവനെ അടുത്ത സമയത്ത് മരണപ്പെട്ടു പോയോ വർഷങ്ങളോളം പൂന്തുറ അൽഹാദി അറബി കോളേജിന് വേണ്ടിയിട്ട് തന്റെ ജീവനും ജീവിതവും സമർപ്പിച്ചിട്ട് അവസാനം അല്ലാഹുവേ എന്തെല്ലാം പഴിതാഹലാ കേട്ടുപോയത്. പിന്നെയാണ് ഒരു നൗഷാദ് ബാക്കവി, പിന്നെയാണ് ഒരു ഇർഷാദ് ബാക്കവി, പിന്നെയാണ് ഒരു നുജൂം ഉസ്താദ്. എന്റെ സഹോദരങ്ങളെ, ഒരുപാട് കൊല്ലം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പണം നോക്കാറ്, പദവി നോക്കാറ്, അധികാരം നോക്കാറ്, ആലിമീങ്ങളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട്
പരിശ്രമിച്ച കോലവസ്ഥാപന് എത്ര പേരാണ് മരിക്കുന്നതിന് മുമ്പ് നന്മ പറഞ്ഞത്? പരിഹരിച്ചില്ലേ, കളിയാക്കിയില്ലേ, കുറ്റപ്പെടുത്തിയില്ലേ? അതുകൊണ്ട് തളരേണ്ട പണ്ഡിതന്മാരെ, ഒരിക്കലും തളർന്നു പോകേണ്ട പ്രിയപ്പെട്ട ഉസ്താദുമാരെ, അല്ലാഹുവേ ബഹുമാനപ്പെട്ട കോല ഉസ്താദിന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലോ. അങ്ങനെ എണ്ണിയാ തീരോ, പറഞ്ഞാ തീരോ എന്റെ പ്രിയപ്പെട്ടവരെ. അസ്വഹാബത്ത് യൽഹഖൂന മഅൽ ഈമാൻ, ഈമാനോടുകൂടി മാത്രം ചിരിച്ചിരുന്നവരായിരുന്നു ബഹുമാനപ്പെട്ട സഹാബികൾ. ബിലാൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, സഹാബത്തിന്റെ ചിരി എങ്ങനെയായിരുന്നു? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, യൽഹഖൂന ഫിന്നഹാർ വയബ്കൂന ഫില്ലൈൽ, സഹാബികൾ രാത്രി ചിരിച്ചിരുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. യൽഹഖൂന ഫിന്നഹാർ, പകൽ സമയത്ത് അവർ പലരും ചിരിക്കുമായിരുന്നു. പക്ഷേ വയബ്കൂന ഫില്ലൈൽ, രാത്രിയായാൽ അവർ പൊട്ടിക്കരയുമായിരുന്നു എന്ന് ബിലാൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയും. ഇന്ന് രാത്രിയിൽ ഇൽമിന്റെ ഇതുപോലുള്ള വേദിയിലല്ലാതെ നമുക്ക് കരയാൻ സമയമുണ്ടോ? നമ്മുടെ സഹോദരിമാരെ, സീരിയലും സിനിമയും കണ്ട് കരയുന്ന ഓരോ തുള്ളി കണ്ണീരും നാളെ നിനക്ക് നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഭാരമാണ് ത്രാസിൽ. അനാവശ്യമായി കരഞ്ഞത് മുഴുവനും, ഏത് സീരിയൽ കണ്ട് കരഞ്ഞാലും ഏത് സിനിമ കണ്ട് കരഞ്ഞാലും ആ കണ്ണീരൊക്കെ അല്ലാഹു നാളെ തൂക്കി നോക്കും. അതൊക്കെ തൂക്കി നോക്കിയിട്ട് നിനക്ക് നരകത്തിലേക്കുള്ള വാതിൽ അല്ലാഹു തുറന്നു തരുമ്പോൾ ഖുർആൻ ഓതി കരഞ്ഞ, നിസ്കരിച്ച് കരഞ്ഞ, ഇബാദത്ത് ചെയ്ത് കരഞ്ഞ കണ്ണീരുണ്ടാകണം. ഇൻഷാ അല്ലാഹ് സമാപനം ഞാനത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സംഭവം ഇതൊക്കെയാണെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈആ, ഒരു നിസാരമായ കാര്യത്തെയും ഒരു ചെറിയ കാര്യത്തെയും, ഒരു നല്ല കാര്യമാണ്, ചെറുതാണ്, പക്ഷെ അതിന് നീ നിസാരമായി കണക്കാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മുത്ത് റസൂൽ പറഞ്ഞു, നിന്റെ ഒരു കൂട്ടുകാരന്റെ മുഖത്ത് നോക്കി നീ ഒന്ന് പുഞ്ചിരിക്കുന്നതുണ്ടല്ലോ, ആ പുഞ്ചിരി പോലും തബസ്സുമു സ്വദഖ, അതിന് സ്വദഖയുടെ പ്രതിഫലമാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അതിന് സ്വദഖയുടെ പ്രതിഫലമാണ്. ഒരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നതിന് സ്വദഖയുടെ പ്രതിഫലമാണ്. എന്ന് പറഞ്ഞാൽ കാരേറ്റ് പള്ളി ഒന്ന് വൃത്തിയാക്കണം എന്ന് പറഞ്ഞ് സംഘാടകർ വീട്ടിൽ വരുമ്പോൾ ചിരിച്ചു കൊടുത്താൽ പോലെ അതിന് പൈസ കൊടുക്കണം. സ്വദഖയുടെ പ്രതിഫലം കിട്ടും. പക്ഷെ പുഞ്ചിരിയോടുകൂടി കൊടുക്കുന്ന കാശിന് പ്രതിഫലം കൂടുതലാണ്. ഇനി ഒന്നുമില്ല അവന്റെ കയ്യിൽ, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അടുത്തനാവട്ടെ, ഇപ്പൊ തൽക്കാലം ഒന്നുമില്ല, നല്ല മനസ്സോടുകൂടി പറഞ്ഞാൽ പ്രായത്താണ്. ചില എത്തിങ്ങാനയിൽ മക്കളൊക്കെ കലണ്ടറായിട്ട് വരും, കമ്മീഷൻ ഒക്കെ ചോദിക്കും. യവൻ ഇത് ചോദിക്കേണ്ട, അവൻ അണ്ണാക്കിന് തള്ളാൻ 10 രൂപ എടുത്ത് കൊടുത്താൽ പോരെ? കൊടുക്കൂല. ഇത്രയും ചോദിച്ച് വരട്ടിയിട്ട് ഈ പ്രിയപ്പെട്ട പാവപ്പെട്ട മക്കളെ, ഞാൻ എത്തിങ്ങാന നടത്തുന്നയാളൊന്നുമല്ല, പക്ഷെ എങ്കിലും ഞാൻ പറയണം, സങ്കടമുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്ക് വല്ല നഷ്ടമുണ്ടോ? ഒരു കലണ്ടറുമായിട്ട് നമ്മുടെ വീട്ടിന്റെ മുമ്പ് വരുമ്പോൾ 10 രൂപ എന്റെ കയ്യിൽ കൊടുത്താലെന്താ? ഞാൻ കലണ്ടറിന്റെ കൊട്ടേഷൻ എടുത്തിട്ട് വന്ന് നിൽക്കല്ല, പേടിയുണ്ട്. അതാ ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഓരോന്ന് പറയുന്നത്. നമുക്ക് ആ നിങ്ങളൊക്കെ മോശക്കാരാണെന്നല്ല ഞാൻ പറഞ്ഞത്. എവിടെയെങ്കിലും ഒരു വമ്പനിരുന്ന് കേൾക്കുന്നെങ്കിൽ അയാൾക്കൊരു മാറ്റം ഉണ്ടാകട്ടെ. നിങ്ങൾക്കിനി ഇങ്ങനെ കുറച്ച് പദവിയൊക്കെ വന്ന് ഇങ്ങനെ തോന്നലുണ്ടായാൽ അത് വരാതിരിക്കട്ടെ, അതിനുവേണ്ടി ഓർമ്മപ്പെടുക. അല്ല, നിങ്ങളൊക്കെ കുറ്റപ്പെടുത്തിയതല്ല, നിങ്ങളൊന്നും കുറ്റപ്പെടുത്തിയതല്ല. എനിക്ക് ഈ പള്ളി കാണുമ്പോൾ വലിയ അഭിമാനമാണ്. അതിലേറെ എനിക്ക് അത്ഭുതം തോന്നിയത്, ഇവിടെ 5 മണിക്കും 6 മണിക്കൊക്കെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ട് വിളിച്ചു പറഞ്ഞത് എന്താണെന്നറിയോ? ഉസ്താദേ, ഇവിടെ നിറച്ചു വെള്ളം കിടക്കാണ് എന്ന്. അത് നടക്കുവോ? നിറച്ച് വെള്ളമാണ്. അതൊക്കെ കോരി വറ്റിച്ച ഇവിടുത്തെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ, കൂട്ടുകാർ, അല്ലാഹു അവർക്ക് അർശിന്റെ തണൽ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര ദുആ ചെയ്താലും മതി വരില്ല സുഹൃത്തുക്കളെ, അത്രയ്ക്ക് സന്തോഷമാണ് അവർ ചെയ്തൊരു വലിയ ത്യാഗം. നിങ്ങളെ ഒന്ന് ഇരുത്താൻ 9 മണിക്ക് മഴ തോന്നുന്നു, 8 മണിക്ക് മഴ തോന്നുന്നു, നിങ്ങളൊക്കെ വന്നാൽ നിങ്ങളെ ഇരുത്താനുള്ള സംവിധാനത്തിന് വേണ്ടി ഇവിടെ അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. അവർക്ക് കിട്ടുന്ന പ്രതിഫലമുണ്ട്. ഇന്ന് ഏറ്റവും അധികം പുണ്യം കിട്ടുന്നത് അവർക്കാണ്. ഒരു കുറവില്ലാതെ അല്ലാഹു അത് കൊടുക്കുമാറാകട്ടെ. അവർക്ക് ഇനിയും അവരുടെ പള്ളിക്ക് വേണ്ടി വലിയ സന്തോഷമുണ്ട്. ഈ റോഡ് സൈഡിൽ യാത്രക്കാർക്ക് വെള്ളിയാഴ്ച ദിവസം കൃത്യമായി ജുമാ നിസ്കാരത്തിന് വേണ്ടി കടന്നു വരാനൊരു സംവിധാനവും ഒരു സൗകര്യവും ഈ കാരേറ്റ് പള്ളിയിൽ ഒരുക്കിയതിൽ വല്ലാത്ത സന്തോഷമുണ്ട്. പക്ഷെ അത് കേവലം ഒരു യാത്രക്കാരുടെ ജുമാ മാത്രമായി മാറാതെ ഇവിടുത്തെ ജനങ്ങൾ അതിനെ നെഞ്ചോട് ഏറ്റെടുത്ത് വെച്ചിരിക്കുകയാണ്. അവര് അൽഹംദുലില്ലാഹ് വളരെ സന്തോഷത്തിലാണ്. ഒരേ ഒരു സങ്കടം മാത്രമേ ഇന്ന് എനിക്കും ഇർഷാദ് ഉസ്താദിനും ആ പള്ളിയുടെ ഹുക്കുമുകളെ കുറിച്ച് അറിവുള്ള ആലിമീങ്ങൾക്കൊക്കെ ഒരേ ഒരു വേദന മാത്രമേ എന്നുള്ളൂ. എന്താണെന്നറിയാം?
പള്ളിയുടെ മുകളിൽ പൂച്ച കയറിയാലും പട്ടി കയറിയാലും പാമ്പ് കയറിയാലും പലർക്കും അറിയാൻ പറ്റാത്ത രീതിയിൽ 2 നില പള്ളി, 2ാമത്തെ നിലയിലാണ് നിസ്കരിക്കാനുള്ള സൗകര്യം. 3ാമത്തെ നിലയും അവിടെയുള്ള വസ്തുവും തമ്മിൽ നിരപ്പായി കിടക്കണം. റോഡിൽ നിന്ന് ഇങ്ങനെ ഉയർന്ന് 2 നില. പിന്നെ മുകളിലത്തെ വസ്തുവും 3ാമത്തെ നിലയുടെ 2ാമത്തെ നിലയുടെ മുകൾ ഭാഗവും ഒരുപോലെ നിരപ്പാണ്. 2ാമത്തെ നിലയിലേക്ക് ഈ പുരയിടത്തിൽ നിന്ന് പട്ടി കയറും, പൂച്ച കയറും, നജസ്സുകളൊക്കെ വന്ന് വീഴും. പള്ളിയുടെ മുകൾ ഭാഗം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. ഒരു പള്ളി താഴെ നമ്മൾ 1 നില കെട്ടിയാൽ ആ നിലയിൽ 100 നില കെട്ടിയാലും അത് അള്ളാഹുവിന്റെ സ്ഥലമാണ്. അത്രയും ഭാഗം അള്ളാഹുവിനുള്ളതാണ്. അപ്പോ അതൊരു വലിയ സങ്കടം മാത്രമേ ഉള്ളൂ. അതിന് ഈ പേമാരിക്കിടയിൽ വന്നുകൂടിയ ഈ ജനസാഗരത്തിനോട് അത് ഓർമ്മപ്പെടുത്താൻ എനിക്ക് കഴിയുള്ളൂ. അതിനെ സഹായിക്കുമോ എന്ന് ചോദിക്കാൻ എനിക്ക് പേടിയാവുവാൻ. എങ്ങനെ നിങ്ങൾ അത് ഏറ്റെടുക്കുമെന്ന് എനിക്കറിയാം. എങ്ങനെ ആയെങ്കിലും അതവിടെ ഇരിക്കട്ടെ. പിരിവ് തുടങ്ങുന്നുമല്ല, അതവിടെ തന്നെ ഇരിക്കട്ടെ. ഈ മഴയിൽ നിങ്ങൾ വന്നപ്പോൾ ഞാൻ ആ സങ്കടം സംഘാടകരോടൊപ്പം നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. എന്റെ പ്രിയപ്പെട്ട ഉമ്മബെങ്ങന്മാർ, സഹോദരങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ ഒരു പക്ഷേ അൽഹംദുലില്ലാഹ് താഴെ ഇബാദത്ത് ചെയ്യുന്ന പള്ളിയുടെ മുകളിൽ ഇങ്ങനെ ജന്തുക്കളും പ്രാണികളും ഒക്കെ കടന്നു വരുന്നതിനെ ഒരു കെട്ടി മറച്ച് നമുക്ക് ഒഴിവാക്കിയെടുത്ത ഒരു വലിയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും നമ്മളൊന്ന് ശ്രമിച്ചാൽ. അതല്ല വേറെന്തെങ്കിലും ചിന്തയിൽ ഒരുപാട് പേര് സഹായിക്കാറുണ്ടല്ലോ, നമ്മളെ കൊണ്ട് പറ്റൂല, ഞാൻ ആ പള്ളിക്ക് കൊടുത്തു, ഈ പള്ളിക്ക് കൊടുത്തു, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവരോട് ചോദിക്കാനും പറയാനൊന്നും ഞാൻ ആളല്ല. നല്ല മനസ്സോടുകൂടി 10 രൂപയാണെങ്കിൽ ഇത് ഞാൻ കഷ്ടപ്പെട്ട കാശാണ് ഉസ്താദെ, വിയർപ്പൊഴുക്കിയതാണ്, ഇത് പള്ളിക്കിരിക്കട്ടെ എന്ന നല്ല മനസ്സോടുകൂടി ഉണ്ടെങ്കിൽ മാത്രം അൽഹംദുലില്ലാഹ് ചെയ്യണം. ഞാൻ ചോദിക്കുമ്പോൾ അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. മുത്തായ തങ്ങൾ തന്നെ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കാൻ സംഭവം മറ്റൊരാൾ പുഞ്ചിരിക്കുന്നത് ചിരിപ്പിക്കുന്നതൊക്കെ സന്തോഷവും റാഹത്തും തന്നെയാണ്. പക്ഷേ ചിരിപ്പിക്കാൻ വേണ്ടി തമാശ പറയുമ്പോൾ ഒരുപാട് കാര്യം നാം ശ്രദ്ധിക്കാനുണ്ട്. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത് എപ്പോഴും തമാശയാകാൻ പാടില്ല. എപ്പോഴും തമാശയാകാൻ പാടില്ല. 2 തമാശ അമിതമാകാൻ പാടില്ല. 3 തമാശ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാകാൻ പാടില്ല. ചില കുഞ്ഞുങ്ങളൊക്കെ തമാശ കാണിക്കുന്നത് സുഖമില്ലാതെ എങ്ങനെയെങ്കിലും ഉറങ്ങിപ്പോയ ഉപ്പയുടെ വായിൽ നൂലിൽ ഉപ്പ് കെട്ടിയിട്ട് ഭാഗ്യത്തിട്ട് കൊടുക്കും. അപ്പൊ ഉമ്മാമ്മ മാറി അടിപൊളി, എന്നെ കൊണ്ട് പറ്റാത്ത മക്കളെ നീ ചെയ്യണമെന്ന് പറയും. പിന്നെ നിസ്കരിക്കാൻ വേണ്ടി പള്ളി വരണ ചില ഉപ്പാപ്പുകാരുടെ ചെരുപ്പെടുത്ത് കവറിനകത്തിട്ടുള്ള പാപ്പ നിസ്കാരം കഴിഞ്ഞിട്ട് എവിടെയാണ് ഇതിവിടെ വന്ന ഹലാക്കിന്റെ അവലും കണ്ടിന് ഈ പള്ളിയിൽ വന്ന എന്ന് പറഞ്ഞ് ഉപ്പാപ്പ കുറെ ചീത്ത വിളിച്ചിട്ട് പോകുമ്പോ യവന്മാര് കവറിന്റെ അപ്പുറത്ത് മാറി ഒന്ന് ചിരിക്കും. ആരാ അവിടെ കിടക്കുന്നത്, ആരാണ് അപ്പുറത്ത് കിടക്കുന്നത്, അവിടെ എന്താണ്, അതൊന്നും നമ്മൾ ചിന്തിക്കൂലല്ലോ. അതൊക്കെ പോയി എന്ന ചിന്തയിലാണ് നമ്മളുള്ളത്. ഇങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ചില തമാശകൾ അതൊരിക്കലും പാടില്ല. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതാണല്ലോ ബിലാൽ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വന്നത്. കറുമ്പിയുടെ മോനല്ലേ എന്ന് അബൂ ദർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ മനസ്സ് പൊട്ടിപ്പോയി നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ ബിലാലിനെ കറുമ്പിയുടെ മോനെന്ന് വിളിച്ച അബൂ ദർ ഇനി ആ ബിലാലിന്റെ പൊരുത്തം കിട്ടുന്നത് വരെ അബൂ ദറിന്റെ ഒരു സുബ്ഹാനല്ലാഹ് പോലും ഇനി പടച്ചോ സ്വീകരിക്കൂലെന്ന് പറഞ്ഞപ്പോ അബൂ ദർ ഓടുകയാണ്. ഐന ബിലാൽ, ഐന ബിലാൽ, ഐന ബിലാൽ, എവിടെ ബിലാൽ, എവിടെ ബിലാൽ, എവിടെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ഓടി വന്നിട്ട് പറയുന്നു, ബിലാല് റസൂല് പറഞ്ഞു, എന്റെ ബിലാലിനെ കറുമ്പിയുടെ മോനെന്ന് വിളിച്ച അബൂ ദർ ഇനി ആ ബിലാലിന്റെ പൊരുത്തം കിട്ടുന്നത് വരെ അബൂ ദറിന്റെ ഒരു സുബ്ഹാനല്ലാഹ് പോലും ഇനി പടച്ചോ സ്വീകരിക്കൂലെന്ന് പറഞ്ഞപ്പോ അബൂ ദർ ഓടുകയാണ്. ഐന ബിലാൽ, ഐന ബിലാൽ, ഐന ബിലാൽ, എവിടെ ബിലാൽ, എവിടെ ബിലാൽ, എവിടെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ഓടി വന്നിട്ട് പറയുന്നു, ബിലാല് എനിക്ക് പൊരുത്തപ്പെട്ടതാ ബിലാല്, ഞാൻ തമാശ പറഞ്ഞതാണ് ബിലാല്. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആര് പറഞ്ഞാല് സങ്കടമില്ല. എന്റെ അബൂ ദർ, എന്നെ അറിയുന്ന അബൂ ദർ, എന്റെ മനസ്സറിയുന്ന അബൂ ദർ, ഞാൻ കറുമ്പിയുടെ മോനാണെന്നൊരു വാക്ക് നീ പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ കൊണ്ടുപോയി. സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, ഇരട്ട പേരിട്ട് വിളിക്കുന്നതോ തമാശ പേരിട്ട് വിളിക്കുന്നതോ നീ വിളിക്കുന്നത് ആരെയാണോ ആ വ്യക്തിക്ക് പൊരുത്തമില്ലാതെ വിളിച്ചോ എന്റെ സഹോദരങ്ങളെ നരകമാണ്. ഈ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, മറക്കണ്ടോ. ഒരാളെയും വേദനിപ്പിക്കാത്ത നാവ് നിങ്ങൾക്കുണ്ടോ? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരാളെയും
വേദനിപ്പിക്കാത്ത കൈയുണ്ടോ? ഒരാളെയും വിഷമിപ്പിക്കാത്ത നാവുണ്ടോ? ഒരു മനസ്സിനെയും മുറിവേൽപ്പിക്കാത്ത മനസ്സുണ്ടോ? അവരാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാ, 7 സ്ഥലങ്ങളിൽ നിങ്ങൾ പൊട്ടിച്ചിരിച്ചു പോയാൽ, 7 സ്ഥലങ്ങളിൽ നിങ്ങൾ വാ തുറന്ന് ചിരിച്ചു പോയോ, മുത്താഴങ്ങൾ അത്ഭുതത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. പടച്ചോന്റെ കോടതിയിൽ നായയുടെ കോലത്തിലാ നിങ്ങളെ കൊണ്ടുവരുന്നത്. ഖബറിന്റെ അകത്തിലും എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ, യൗമയും തലയിലേക്ക് മണ്ണ് വാരിയിട്ടുകൊണ്ട് ഇത് ഖേദത്തിന്റെ ദിവസമാണ്, ഇത് സങ്കടത്തിന്റെ ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരുന്ന ദിവസമുണ്ടല്ലോ. എന്റെ സഹോദരങ്ങളെ, 7 സ്ഥലങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും വാതുറന്ന് ചിരിച്ചു പോയാൽ കസൂറത്തിൽ കൽബി, നായയുടെ രൂപം പോലെ, നായയുടെ കോലം പോലെയാ നിങ്ങളെ ഖബറിന്റെ അകത്തിരുന്ന് കൊണ്ടുവരിക. പഠിച്ചുകൊള്ളുക, മഴയെ തോൽപ്പിച്ചുകൊണ്ട് ഓടിയെത്തുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പഠിച്ചുകൊള്ളുക. ഈ പറയാൻ പോകുന്ന 7 സ്ഥലങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും വേദനയോട്, നിങ്ങൾ ആരെങ്കിലും ആഹ്ലാദത്തോടെ വാതുറന്ന് പൊട്ടിച്ചിരിച്ചു പോയാൽ അല്ലാഹുവിന്റെ കോടതിയിൽ എഴുന്നേറ്റ് വരുന്ന രംഗമുണ്ടല്ലോ, എന്തോ ഒരു ഭയമാണ്, എന്തോ ഒരു ഭയമാണ്. ആർക്കും ആരെയും രക്ഷപ്പെടുത്താൻ കഴിയാത്ത ലോകമുണ്ടല്ലോ. അല്ലാഹുവേ, ആ ലോകത്ത് എഴുന്നേറ്റ് വരുമ്പോ നായയുടെ കോലമാ. പറയട്ടെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ഈ പറയാൻ പോകുന്ന സ്ഥലത്ത് നിങ്ങൾ ഇനി മുതൽ ചിരിക്കല്ലേ. അത് നിങ്ങൾക്ക് ചിരിക്കാനുള്ള സ്ഥലമല്ല, അത് നിങ്ങൾക്ക് പൊട്ടിച്ചിരിക്കാനുള്ള സ്ഥലമല്ല, അത് നിങ്ങൾക്ക് തമാശ പറയാനുള്ള സ്ഥലമല്ലോ. അതിലൊന്നാമത്തെ സ്ഥലമേതെന്ന് കേൾക്കണ്ടേ, ഫിൽ മസാജിദി, അല്ലാഹുവിന്റെ പള്ളികളിലാണ്. നാളെ ജുമഅയല്ലേ, 11 മണിക്ക് പള്ളിയിൽ വന്ന് ഏറ്റവും പുറകിൽ വന്ന് ചാരിയിരുന്ന് മൊബൈലിന്റെ ബ്ലൂടൂത്ത് എടുത്ത് വെച്ചുകൊണ്ട്, മൊബൈലിന്റെ വാട്സപ്പ് എടുത്ത് വെച്ചുകൊണ്ട്, ഗെയിം എടുത്ത് വെച്ചുകൊണ്ട്, ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞ് ഇമാമിന്റെ ഖുത്ബ കഴിയുന്നത് വരെയുള്ള സമയം ഒരു ഭാരം പോലെ കാണുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര, എത്ര വിലപ്പെട്ട സമയമാണ് നീ പാഴാക്കി കളയുന്നത്. എത്ര വിലപ്പെട്ട സമയമാണ് നീ പാഴാക്കി കളയുന്നത്. അള്ളാഹുവിന്റെ പള്ളിയുണ്ടല്ലോ, നമുക്ക് ചിരിക്കാനും തമാശ പറയാനും ഉള്ളതല്ല എന്റെ പ്രിയപ്പെട്ടവരെ. പള്ളിയുടെ അകത്തിരുന്ന് ദുനിയവിയായ സംസാരം ഒരാൾ സംസാരിച്ചാൽ 40 ദിവസത്തെ അമൽ അള്ളാഹു കട്ട് ചെയ്ത് കളയുന്നവന്റെ. ഇന്ന് ഞാനിപ്പോ ഇവിടുന്ന് പ്രസംഗം കഴിഞ്ഞ് ഇർഷാദ് ഉസ്താദിന്റെ കൂടെ റൂമിൽ ചെന്ന് പള്ളിക്കകത്ത് ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പള്ളിക്കകത്ത് ഇരുന്നപ്പോൾ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ വന്നു, എന്താ വിശേഷം എന്നൊക്കെ ചോദിച്ച് തോളത്ത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് അവിടെ ഇരുന്നാൽ ഈ വിനീതൻ ചെയ്ത 40 ദിവസത്തെ അമലുകൾ അള്ളാഹു പൊളിച്ചു കളയും. ആലോചിച്ച് നോക്കി. ഇമാമിനെ പോലും നിങ്ങൾ വെറുതെ വിടാറില്ലല്ലോ. ഇത് പ്രസംഗിച്ച ഇമാമ്, ജുമയ്ക്ക് ഈ വിഷയം പ്രസംഗിച്ച ഇമാമ് നിസ്കാരം കഴിഞ്ഞ സലാം കിട്ടുമ്പോ ഫ്രണ്ട് സഫീരികൾ ഉപ്പാപ്പാര് നീങ്ങി ചെല്ലും, എന്തൊക്കെയുണ്ട് വിശേഷം, പള്ളിയിൽ നിന്ന് ഇറങ്ങി ചോദിച്ചെന്ന് പറഞ്ഞ് ആകാശം ഇടിഞ്ഞ് വീഴ്ത്തുന്നില്ല, അതിന് മുമ്പ് മരിക്കണമെങ്കിൽ അങ്ങ് പോട്ടെ. അത്ര വെപ്രാളമുണ്ട് ഇമാമിന്റെ വിശേഷം ഇത്ര അറിയാൻ. അത് ഇമാമ് നിന്ന് നിസ്കരിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ അറിയണോ? ഇത്ര വെപ്രാളമുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ എന്താ? പക്ഷെ ഇമാമിന്റെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി, ഞാനാണ് നിങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആളെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പള്ളിക്കകത്ത് ഒരു ഉസ്താദുമാരും അതിന് നിന്നു കൊടുക്കരുത്. നിന്നാൽ അവരൊക്കെ രക്ഷപ്പെടും, നമ്മൾ കുടുങ്ങും. ഇതാണ് നമുക്ക് പറ്റുന്ന പറ്റത. ഉസ്താദുമാരെ, നമ്മൾ ഏത് തെറ്റ് കണ്ടിട്ട് കണ്ടില്ലെന്ന് നടിക്കുന്നുവോ ആ തെറ്റുകാരൊക്കെ രക്ഷപ്പെടും, അവരറിവില്ലാത്തത് കൊണ്ട്. അത് കണ്ടിട്ട് പറയാത്ത നമ്മളൊക്കെ നരകത്തിൽ കിടക്കും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പലിശയെ കുറിച്ച് പ്രസംഗിക്കാൻ, കള്ളിനെ കുറിച്ച് പ്രസംഗിക്കാൻ, വ്യഭിചാരത്തെ കുറിച്ച് പ്രസംഗിക്കാൻ ഇന്ന് ഒരു പള്ളിയിലെ ഖത്തീബുമാർക്ക് തുറന്ന ഒരവസരം ഒരു സ്ഥലത്തും ഇല്ല. ഇതിലേതിലെങ്കിലും കുടുങ്ങിയവരുണ്ടാകും ആ പള്ളി പരിപാലന സമിതിയിൽ. അതൊരു വലിയ സങ്കടമായി മാറിയിരിക്കുന്നു. അള്ളാഹു ഈ പാവപ്പെട്ട നമ്മയൊക്കെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്റെ ഉസ്താദുമാരോട്, എന്റെ പ്രിയപ്പെട്ട ദീനിന്റെ അഭ്യുദയകാംക്ഷികളായ സഹോദരങ്ങളോട് പറയാം, നമ്മുടെ പ്രിയപ്പെട്ട പള്ളിയെ ആ രീതിയിലൂടെ നിങ്ങൾ മാറ്റരുത്. പള്ളിയിൽ ഫിത്റയുണ്ടാക്കുന്നവർക്ക് ലോകത്ത് മുഴുവനും അള്ളാഹു കൊടുക്കുന്ന 2 അദാബ് നിങ്ങൾക്ക് കാണാം. ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ടോ എന്ന് ചോദിക്കരുത്, എന്റെ ഒരു സ്വയം ചിന്തയാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ലോകത്ത് ഏത് പള്ളിയിൽ ഫിത്ന ഉണ്ടാക്കിയിട്ടുണ്ടോ 2 അദാബ് അല്ലാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട്, ഇനിയും കൊടുക്കും ഉറപ്പാ. കണ്ടോ? 1 അഭിമാനക്ഷതം,
ഏത് പള്ളിയിൽ ഒന്ന് അടിയുണ്ടാക്കിയോ, ഏത് പള്ളിയിൽ ഒന്ന് ഫിത്തന ഉണ്ടാക്കിയോ, ഏത് പള്ളിയുടെ ഒത്തൊരുമ നശിപ്പിച്ചോ, അവര് പോകുന്നതിന് മുമ്പ് അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയിട്ടേ അല്ല അവിടെ നിന്ന് വിട്ടിട്ടുള്ളൂ. 100 കണക്കിന് സംഭവങ്ങൾ തെളിവാണ്. രണ്ട് ധനനഷ്ടം. ഒരിക്കലും അവന് സമാധാനത്തോടെ 10 രൂപയുടെ ചായ വാങ്ങിച്ചു കുടിക്കാൻ അള്ളാഹുവിന്റെ പള്ളിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയവൻ അള്ളാഹു അവസരം കൊടുക്കൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി, എവിടെയെങ്കിലും അങ്ങനെ ഒരാളുണ്ടോ സ്വസ്ഥതയോടെ ജീവിക്കുന്ന? അള്ളാഹിന്റെ പള്ളി എന്ന് പറഞ്ഞ തമാശയാണോ? അള്ളാഹുവേ, പടച്ചവനെ, കണ്ണിൽ ഒരു മനുഷ്യന്റെ കണ്ണിൽ ഒരു പൊടി വീണാലെന്ത് വേദനയുണ്ടോ? അതിനേക്കാൾ വേദനയാണ് അള്ളാന്റെ പള്ളിക്കകത്തൊരു പൊടി വീണുപോയാ പടച്ചവന്. റബ്ബേ, ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. MC റോഡിന്റെ സൈഡിൽ രാജാവിനെ പോലെ തലയെടുപ്പോടെ നിൽക്കുന്ന കാരേറ്റ് പള്ളി. അല്ലാഹുവേ, പടച്ചവനെ, എന്ത് ഭംഗിയാണ്! ഞങ്ങൾക്ക് അഭിമാനമാണ് റബ്ബേ, അഭിമാനമാണ് പടച്ചവനെ. റോഡ് സൈഡിൽ ഇങ്ങനെ രാജകൊട്ടാരം പോലെ മനോഹരമായ ഒരു പള്ളി ഞങ്ങൾക്ക് അഭിമാനമാണ്. കരുണക്കടയായ അല്ലാഹുവേ, വളരെ ചുരുക്കം ചില വീട്ടുകാർ മാത്രമേ ആ പള്ളിയിലുള്ളൂ. റബ്ബേ, പൂർണ്ണമായും ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണമല്ലോ. ആര് നമ്മളെ മറന്നാലും ഈ പള്ളി ഞങ്ങൾക്ക് പരലോകം വരെ എത്തുന്ന നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന പൊരുത്തത്തോടെ ആയിരിക്കണം ഇന്ന് ഈ പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ സ്വതക്ക ചെയ്യാനുള്ളത്. നമ്മൾ വാതിറന്ന് ചിരിക്കാൻ പാടില്ലാത്ത രണ്ടാമത്തെ സ്ഥലം ഇൻദൽ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സമക്ഷത്തിലാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ മുമ്പിലാണ്. ഇന്ന് ഒരു പരിധിവരെ നമ്മുടെ ചെറുപ്പക്കാരുടെ മൈൻഡൊക്കെ മാറിയിട്ടുണ്ട്. രാത്രി അല്പം ഖുർആൻ കേൾക്കണമെന്ന കൊതിയൊക്കെ യുവാക്കൾക്ക് വന്നു തുടങ്ങി. മൊബൈലിലൂടെ എന്തും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. 50,000, 70,000, 1,00,000 രൂപയുടെ കിതാബുകളൊക്കെയാണ് ഇന്ന് ചെറിയ മൊബൈലിനകത്ത് ഉസ്താദുമാർ ഡൗൺലോഡ് ചെയ്ത് കയറ്റിയിട്ട് ബുഖാരിയിലുണ്ടോ നോക്കുമ്പോൾ ഇങ്ങനെ അടിച്ചു, ബുഖാരി 10ാമത്തെ പേജ് ഇഷ്ടം പോലെ നോക്കാം. ഇതുപോലെ ഏത് ഖാരിന്റെ ഖിറാഅത്ത് വേണം, ഏത് ഉസ്താദിന്റെ ഖിറാഅത്ത് വേണം, പ്രസംഗം വേണം, ഒക്കെയുണ്ട്. നെറ്റ് ഓണാക്കിയാൽ മാത്രം മതി. അതൊക്കെ ഇന്ന് യുവാക്കൾക്ക് ഒരു രസമായി വരുമ്പോൾ ഈ പറഞ്ഞ സംഭവം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം വാഹനത്തിന്റെ അകത്ത് ഖുർആനിട്ടിട്ട് തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കല്ലേ ചെറുപ്പക്കാരാ. മതപ്രസംഗ വേദിയിൽ മൈക്ക് സെറ്റുകാര് നല്ല വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മനോഹരമായ ഖുർആനിന്റെ ഖിറാഅത്തിന്റെ കാസറ്റ് കൊണ്ടുവന്നിടും. നല്ല വർക്ക് കിട്ടട്ടെ, ഞാൻ പാട്ടിടൂല, ഞാൻ ഡാൻസ് ഇടൂല, ഞാൻ ഖുർആൻ മാത്രം ഇടുന്ന ഈമാനുള്ള മൈക്ക് സെറ്റുകാരനാണെന്ന് അറിയിക്കാൻ വേണ്ടി ഖുർആൻ ഇടുകയാ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദര, ആ ഖുർആൻ കേട്ടുകൊണ്ട് ചാലക്കടയിൽ ഇരുന്ന് നുണ പറയുന്ന മുസ്ലിമേ, ആ ഖുർആൻ കേട്ടുകൊണ്ട് വീട്ടിന്റെ അകത്തിരുന്ന് പൊട്ടിച്ചിരിക്കുന്ന മുസ്ലിം പെണ്ണേ, ആ ഖുർആനിന്റെ ശാപം വരുമ്പോൾ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഖുർആൻ ഒരു അത്ഭുതമാണ്, ഖുർആൻ ഒരു അത്യത്ഭുതമാണ്. പടച്ചവനെ, പഠിച്ചു തുടങ്ങിയാൽ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന അർത്ഥസാഗരമാണ്. റബ്ബേ, ഒന്നും അറിഞ്ഞില്ലെങ്കിൽ അത് മാത്രം മതി ഒരു മനുഷ്യൻ നശിച്ചു പോകാൻ, അത് മാത്രം മതി നശിച്ചു പോകാൻ. അടുത്ത സമയത്ത് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ഒരു ഭാഗത്ത് പ്രഭാഷണത്തിന് വേണ്ടി ചെന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, ഈ മാസം അവസാനം ഞാനും എന്റെ ബഹുമാനപ്പെട്ട സിറാജ് ഉസ്താദും ഒക്കെ അവിടെ പ്രസംഗിക്കുന്നുണ്ട്, സ്നേഹതീരം. അതിനടുത്ത് ഞാൻ പ്രസംഗത്തിന് വേണ്ടി ചെന്നപ്പോൾ അല്ലാഹുവേ, ഖിറാഅത്ത് നടത്താൻ വേണ്ടി ഒരു പ്രിയപ്പെട്ട കുഞ്ഞിനെയാണ് അവർ വിളിച്ചത്. 5 വയസ്സ് പോലും ആയിട്ടില്ല. ആ പൊന്നുമോന ഖിറാഅത്തിന് വേണ്ടി ജഹാംഗീർ എന്ന പേര്, നാദിർഷ എന്ന പേരുള്ള ഖിറാഅത്തിന് വേണ്ടിയിട്ട് ആ പൊന്നുമോനെ കടന്നു വരികയാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതുകയാണ്. മൈക്കിങ്ങനെ എടുത്ത് കയ്യിൽ വെക്കുകയാണ്. ഉമ്മ, ഭാഗ്യം വേണമുമ്മ, ഭാഗ്യം വേണമുമ്മ. 3-4 മക്കളെ പോറ്റി വളർത്തുന്ന ഉപ്പ. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ മജ്‌ലിസിൽ ആയിരക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തിയിട്ട് നാദിർഷ എന്ന് പറയുന്ന പൊന്നുപോലെ മൈക്ക് കയ്യിലെടുത്ത് വെച്ചിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതിയപ്പോ അത്ഭുതപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, പ്രഭാഷണം തുടങ്ങിയിട്ട് 10-20 കൊല്ലമായി. അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ അത്രത്തോളം ചെറിയ പ്രായത്തിലുള്ള ഒരു പൊന്നുപോലെ ഖിറാഅത്ത് നടത്തിയിട്ട് ഞാൻ പ്രസംഗിച്ചിട്ടില്ല. ആ സൂറത്ത് ആദ്യം മുതൽ അവസാനം വരെ ഓതിയപ്പോ എന്തോരു രസമാണ് റബ്ബേ, എന്തോരു ഭംഗിയാണല്ലോ. ഞങ്ങളുടെ മക്കൾ ആലിമീങ്ങളും ഹാഫിളീങ്ങളും ആക്കി തരണമല്ലോ. നിങ്ങൾ മരിച്ച് ഞങ്ങളുടെ മയ്യത്ത് പൊറിഞ്ഞ് സന്തൂക്കിലെടുത്ത് വെച്ച് അല്ലാഹുവേ, ഞങ്ങളുടെ പള്ളിയുടെ
ഖബർസ്ഥാനിലേക്ക് ഞങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ വിമ്മിപ്പൊട്ടുന്ന ഹൃദയത്തോടെ യാസീനോദി നടന്നു വരുന്ന ഹാഫിദീങ്ങളായ മക്കള് ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അങ്ങനെയുള്ള സ്വാലിഹീങ്ങളായ ആലിമീങ്ങളായ മക്കളെ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഖുർആൻ നമുക്ക് ചിരിക്കാനുള്ളതല്ല. ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഖുർആനിന്റെ അകത്ത് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ സോപ്പ്, ചീപ്പ്, കണ്ണാടിയൊക്കെ ഖുർആനകത്താണ്. പാപ്പായ റേഷൻ കാർഡ്, ഉമ്മാടെ തിരിച്ചറിയ കാർഡ്, ഉപ്പാപ്പാരെ ഇലക്ഷൻ കാർഡ് മൊത്തവും അള്ളാന്റെ പരിശുദ്ധ ഖുർആനകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അതെന്തിനുള്ളതാ? എന്തിനുള്ളതാ? ചില സ്ഥലത്തൊക്കെ ചെന്ന് ഖുർആൻ ഇങ്ങോട്ട് മുത്തഅല്ലിമീങ്ങൾക്ക് ഓതാൻ എടുത്തു കൊടുത്താൽ ചിതലെടുത്തതൊക്കെ വരികയാണ്. ചിതലൊക്കെ അങ്ങനെ തട്ടി തൂത്തിങ്ങനെ എടുത്ത് ഉറുമ്പ് ഓടൂ, പഴുതാര പോകുന്നു. അള്ളാഹു, എന്തൊക്കെ ജീവികൾ അതിന്റെ അകത്ത് നിന്ന് ഇറങ്ങിപ്പോവാ. ഒന്നെടുത്തു നോക്കണ്ടേ? സഹോദരിമാര് വല്ലപ്പോഴും നോക്കും. നിങ്ങളോ? നമ്മള് വലിയ ഹാജിയാക്കന്മാരെ ഞാൻ ഉംറയൊക്കെ അങ്ങനെ സെറ്റപ്പ് അങ്ങ് ചെയ്തു കൊടുത്താൽ മതി. വെള്ളിയാഴ്ച പള്ളിയിൽ ഒന്ന് പോകും. 1 മണിക്ക് ഇമാം മിമ്പറിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് പെട്ടെന്ന് ഹൗദിൽ മുതല ചാടുന്ന പോലെ ചാടി ഏറ്റവും പുറകിൽ പോയി കൈയും കെട്ടി കിട്ടുന്ന ചെരുപ്പ് എടുത്തുകൊണ്ട് പോകുന്ന നിനക്ക് ഇതിനെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പെൺകുട്ടികൾ വല്ലപ്പോഴുമെങ്കിലും ഖുർആൻ എടുക്കും. വല്ലപ്പോഴുമെങ്കിലും ഒന്നുമല്ലെങ്കിലും വീട് അടിച്ചു വരുമ്പോ ഒന്നൊരു സ്ഥലത്തെടുത്ത് അപ്പുറം സ്ഥലത്ത് മാറ്റിയെങ്കിലും വെക്കും. എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളോട് ചോദിക്കേണ്ട, എത്ര നാളായി അവസാനമായി നമ്മൾ ഖുർആൻ തൊട്ട് നോക്കിയിട്ട് എത്ര നാളായി? ഞാനടക്കം നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കി. അവസാനമായ ഖുർആൻ ഞാനൊന്ന് തൊട്ടിട്ട് അല്ലാഹുവേ എത്ര നാളായി. റമളാൻ വരാൻ പോവാണ് പെങ്ങളെ, റമളാൻ വരാൻ പോവാണ് ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ആ മാസമാ വരാൻ പോകുന്നേ. നമ്മൾ ആ ഖുർആൻ അന്ന് 27-ാം രാവിന് ചന്ദനത്തിരി വെച്ച് അടയാളപ്പെടുത്തി മടക്കി വെച്ചതല്ലേ? പിന്നെ നമ്മൾ തൊട്ടു നോക്കിയിട്ടുണ്ടോ? ആലോചിച്ച് നോക്കിയ നമ്മൾ ആരാ? ഖുർആനിന്റെ ആളുകാരെ നമ്മൾ, ഖുർആനിന്റെ അഹിലുകാരെ നമ്മൾ, ഖുർആനിന്റെ വക്താക്കളാണ് നമ്മൾ. നമ്മുടെ ഈ പരിസരത്തൊക്കെ ഒരുപാട് ഹൈന്ദവ ക്രൈസ്തവ മതത്തിലെ സഹോദരങ്ങളുണ്ടല്ലോ. ഹൈന്ദവ ക്ഷേത്രത്തിൽ ഒരു ഉത്സവം നടക്കട്ടെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ നോട്ടീസിൽ അവരൊരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്, പുരാണ പാരായണം. എന്നിട്ട് കാസറ്റ് ഇടുകയല്ല, ഒരാള് വന്നിരുന്നിട്ട് മാറി മാറി 2-3 പേര് വന്നിരുന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ക്ഷേത്രത്തിന്റെ നടയിൽ ഇരുന്നുകൊണ്ട് ഓതല. കേട്ടിട്ടില്ലേ? ഭഗവതി ഹോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഷ്ടം പോലെ കേൾക്കാം. രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെ നടക്കും. അത് അവരുടെ ആരാധനയുടെ ഭാഗമാണ്. നമ്മളവിടെ എല്ലാം ഫുള്ള് ഇന്ന് കാസറ്റായി മാറി, സർവ്വതും ഇന്ന് കാസറ്റായി. അതുകൊണ്ട് ഒരു സഹോദരൻ ചോദിച്ചിട്ടില്ലേ, വാട്സപ്പിൽ കൊണ്ട് കാണിച്ചു തന്നതാണ്. ഒരു സഹോദരൻ മുസ്ലിയാരെ വിളിച്ച് ചോദിക്കുകയാണ്, 40 പേര് ഓൺലൈനിലുണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്ന് ജുമാ നിസ്കരിക്കാമോ? ഫേസ്ബുക്കില് 40 പേര് ഓൺലൈനിലുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ജുമാ നിസ്കരിക്കാം. അപ്പൊ മുസ്ലിയാര് പറഞ്ഞു, വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടാടാ, ഉണ്ട്. എന്നാൽ ഒരു കറുത്ത വീട്ടിൽ ഫ്രിഡ്ജിന്റെ ഉണ്ടെങ്കിൽ നീ ഹജ്ജും കൂടെ ചെയ്തോളാൻ പറഞ്ഞു. ജുമാ മാത്രമാക്കേണ്ടത്, ഫ്രിഡ്ജിന്റെ വണ്ടി ഒരു കറുത്ത സാലിട്ടിട്ട് ഹജ്ജും കൂടെ അവിടെ നിന്ന് ഞങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. റാഹത്താവട്ടെ. ഇതല്ലേ ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ. നമുക്ക് എന്തും ഇങ്ങനെ ഓസിനിങ്ങനെ കിട്ടണം അല്ലേ? ഓസിനിങ്ങനെ കിട്ടണം. നമ്മളെല്ലാം എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നു. അള്ളാഹുവെ പടച്ചവരെ, ഇന്നലെയും മരണപ്പെട്ടു പോയി. ഇലക്ഷന് വേണ്ടിയിട്ട് അഹോരാത്രം കഷ്ടപ്പെട്ടു പോയ കണ്ണൂർ ജില്ലയിലെ ഒരു പ്രിയപ്പെട്ട അഷ്റഫ് ബാനി എന്ന് പറയുന്ന 47 വയസ്സുള്ള സഹോദരൻ നാട് മുഴുവനും ഇലക്ഷന് വേണ്ടി നടന്നു. അവസാനം മരിക്കാൻ നേരത്തെ ആ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞ വാക്കെന്തെന്നറിയോ? ആ സഹോദരന്റെ മകൻ അവിടെ മതപ്രസവമൊക്കെ എന്റെ സുഹൃത്തുക്കളുടെ ഒക്കെ പ്രസവമൊക്കെ വെക്കുന്ന സംഘാടകയിൽപ്പെട്ട സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? ഉപ്പ അവസാനം പറഞ്ഞത്, മക്കളെ 3 ദിവസത്തിന് മുമ്പ് വരെ ഒരു വക്കത്ത് നിസ്കാരം വരെ എനിക്ക് കലായില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ 2-3 ദിവസമായിട്ട് വലിയ തിരക്കായതുകൊണ്ട് നിസ്കാരം പലപ്പോഴും നഷ്ടപ്പെട്ടു പോയി. ആഖിബത്ത് മോശമായാൽ വർഷങ്ങളോളം ഇബാദത്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അല്ലാഹു തആല സഹോദരന് പുറത്തു കൊടുക്കുമാറാകട്ടെ. നമുക്ക് അങ്ങനെ ദുആ ചെയ്യാനല്ലേ പറ്റൂ. നമ്മളൊക്കെ ബലഹീനരല്ലേ, കഴിവില്ലാത്തവരല്ലേ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളെ മാറ്റാനുള്ളതാണ്. മാറ്റത്തിന്റെ പിരിമുഴക്കാരാണ് പരിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ കലാമ്. ഒരു പിടിച്ച വാളുമാർ എവിടെ? മുഹമ്മദ് എവിടെ? സല്ലല്ലാഹു അലൈഹി വസല്ലം വാളും ഉയർത്തി പിടിച്ചുകൊണ്ട് കിടന്നു വന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് മുത്തു റസൂലിനെ വാരിപ്പുണരാ. അല്ലാഹു ഭാഗ്യം കൊടുത്തു പോയത് ഖുർആനിന്റെ അത്ഭുതമാണ്. അത് ഖുർആനിന്റെ അത്ഭുതമാണ്. അത് ഖുർആനിന്റെ മഹാത്ഭുതമാണ് സഹോദരങ്ങളെ.
മക്കളെ, ഇന്ന് മക്കളെ ഹാഫിദീങ്ങളാക്കാൻ എല്ലാവർക്കും താല്പര്യമാണ്. ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട ഇർഷാദ് ഉസ്താദിനോട് കടുവയിൽ പള്ളിയിലെ ഹിഫ്ളുൽ ഖുർആൻ കോളേജിനെ കുറിച്ച് ചോദിച്ചു. സന്തോഷമുണ്ട്, അൽഹംദുലില്ലാഹ്. അഡ്മിഷനൊക്കെ പെട്ടെന്ന് നിർത്തുകയാണ്, കാരണം സ്ഥലമില്ല. എത്ര മക്കളാണ് ഓരോ ദിവസം ഉമ്മമാര് കൊണ്ടുവരുന്നത്. എന്റെ മോനെ ഹാഫിളാക്കണം, എന്റെ പൊന്നുമോനെ ഹാഫിളാക്കണമെന്ന നീയത്തോടെ ഞാൻ ഇന്ന് ചായ കുടിച്ച ബഹുമാനപ്പെട്ട ഷാജി എന്ന സഹോദരന്റെ ഭവനത്തിൽ റയ്യാൻ എന്ന ഒരു പൊന്നുമോനുണ്ട്. അല്ലാഹുവേ, നീ ഹാഫിളാക്കി കൊടുക്കണമല്ലോ. ആ കുടുംബത്തിന്റെ ദീനീ ചൈതന്യം കാത്തു സൂക്ഷിക്കുന്ന പൊന്നുമോനായി ആ പൊന്നുമോനെ നീ വളർത്തിക്കൊണ്ട് വരണേ അല്ലാഹ്. എനിക്ക് മക്കളുണ്ട്, ഞങ്ങൾക്കൊക്കെ മക്കളുണ്ട്, നിങ്ങൾക്കൊക്കെ മക്കളുണ്ട്. അല്ലാഹുവേ, ആരാണ്, എവിടെയാണ്, എന്താണാകുന്നതെന്ന് പറയാൻ കഴിയില്ല. ാവണം അവർ, സ്വാലിഹീങ്ങളാവണം അവർ. കണ്ണൂർ ജില്ലയിലെ സുഹറബത്തൂൽ മരണപ്പെട്ടപ്പോ 3 മക്കളാ. 4ാമത്തെ കുഞ്ഞിനെ പ്രസവിക്കാൻ ലേബർ റൂമിന്റെ അകത്ത് വെച്ച് മരണപ്പെടുകയാണ്. കുഞ്ഞും തള്ളയും വിവാഹ മരണമായിരുന്നത് കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തീരുമാനിച്ചു. 3 ആൺമക്കളും ഹാഫിളീങ്ങളാ. കാരേറ്റ് വന്ന ഉമ്മ, കാരേറ്റ് വന്ന പെങ്ങളെ, മരണവേദന അനുഭവിച്ചുകൊണ്ട് പ്രസവിച്ച 3 മക്കളും ഹാഫിളീങ്ങളാണ്. 15 വയസ്സ്, 12 വയസ്സ്, 9 വയസ്സ്. 9 വയസ്സുകാരൻ 15 ദിവസമേ പഠിച്ചിട്ടുള്ളൂ. ബാക്കി 2 മക്കളും പൂർണ്ണമായ ഹാഫിളായിരിക്കുകയാണ്. അല്ലാഹു കൊടുത്ത ഭാഗ്യം കണ്ടോ നിങ്ങൾക്ക്? ആ ഉമ്മായെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഈ മക്കൾ അങ്ങോട്ട് ദുആ ചെയ്യാൻ തുടങ്ങി പൊട്ടിക്കരന്നുകൊണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മായെ നെഞ്ചു വെട്ടിക്കീരി തല വെട്ടിക്കീരി ഞങ്ങൾക്ക് കാണണ്ട അല്ലാഹ്. ഞങ്ങൾ ഖുർആൻ പഠിച്ചവരാളല്ല. ഉമ്മ എന്ന് വിളിച്ചു കൊതിരുന്നതിന് മുമ്പ് ഹിഫ്ളുൽ ഖുർആൻ കോളേജിലേക്ക് നമ്മുടെ ഉമ്മച്ചിയും ഞങ്ങളെ ഉപ്പച്ചിയും ഞങ്ങളെ കൊണ്ടാക്കിയതാ. അതുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങളെ കണ്ടു കൊതിരാപ്പ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, ഞങ്ങളെ കണ്ട് ഞങ്ങളെ ഓമനിച്ച് ഞങ്ങൾക്ക് മുത്തം തന്ന കൊതിരാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മായ പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊണ്ടുവരുന്ന ഒരവസ്ഥ വരുത്തല്ലേ അല്ലോ. അല്ലാഹുവിനെ തട്ടിക്കളയാൻ പറ്റുമോ? നിങ്ങൾ പറയും പ്രിയപ്പെട്ടവരെ, പടച്ചതമ്പുരാനെ തട്ടിക്കളയാൻ പറ്റുമോ? ഹിഫ്ള് പഠിച്ച പാവപ്പെട്ട പിഞ്ചു മക്കൾ കൽബ് പൊട്ടി ദുആലന്നപ്പോ അത്ഭുതമാണ്. ഇന്നും അവിടത്തുകാര് പറയുന്നത് അത്ഭുതമാണ്, അത്ഭുതമാണ്. സുഹറബത്തൂൽ എന്ന പെണ്ണിന്റെ മയ്യത്തുണ്ടല്ലോ, പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുകിട്ടിയതിന്റെ പ്രധാന കാരണം പൊട്ടിക്കരന്ന മക്കളെ ദുആയാണ്. വെള്ള പാന്റ് ഇട്ടുകൊണ്ട്, ജുബ്ബ ഇട്ടുകൊണ്ട്, തൊപ്പിയിട്ടുകൊണ്ട് സുഹറബത്തൂൽ എന്ന പെണ്ണിന്റെ മയ്യത്തിന്റെ മുമ്പിലൂടെ ആ മക്കൾ നടന്നുപോയത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട എന്റെ കാലേറ്റ് വന്ന മുസ്ലിമേ, ആരാണ് നമുക്കങ്ങനെ ഓരാനുള്ളത്? ആരാണ് നമുക്കങ്ങനെ ദുആ ചെയ്യാനുള്ളത്? എന്റെ സഹോദരങ്ങളെ, ഒരു മാറ്റമുണ്ടാകട്ടെ ആഗ്രഹിക്കുന്നങ്ങളെ, മനസ്സ് വെക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആരെങ്കിലും നമുക്ക് വേണ്ടി ഓരാന്നുണ്ട്. ശക്തിപോയ നായെ പോലെ മണ്ണ് വാന്തിയിട്ട് കുടിച്ചു മൂടിയിട്ട് ഒരിക്കലും ഒരു നന്മയും ഖബറിന്റെ കത്തേക്ക് കിട്ടാത്തീര് വലിച്ചെറിയാനാണെങ്കിൽ പിന്നെ എന്തിനാ മക്കളെ പ്രസവിച്ചത്? പിന്നെ എന്തിനാണ് അവരെ തീറ്റിപ്പോറ്റി വളർത്തിയത്? പിന്നെ എന്തിനാണ് അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടു പോയത്? എന്റെ കാലേറ്റ് വന്നവര്, ഒരു മാറ്റമുണ്ടാകട്ടെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഒരു മാറ്റമുണ്ടാകട്ടെ പ്രിയപ്പെട്ട മുസ്ലിമേ. 3ാമത് വാതുറന്ന് ചിരിക്കാൻ പാടില്ലാത്ത 3ാമത്തെ സ്ഥലം എന്നറിയോ? നിസ്കാരത്തിൽ ചിരിച്ചാൽ വലിയ അദാബാണ്. ഞാൻ സേവനം ചെയ്തപ്പോൾ എന്നോടൊപ്പം അട്ടക്കുളങ്ങര പള്ളിയിൽ ഉണ്ടായിരുന്ന സിറാജുദ്ദീൻ ഉസ്താദ്. ആട്ടക്കുളങ്ങര പള്ളിയിൽ കഴിഞ്ഞ ഒരു 2 മാസത്തിനിടയ്ക്ക് ഒരു 34 വയസ്സുള്ള സഹോദരൻ നിസ്കാരത്തിന്റെ സുജൂദിൽ കിടന്നു മരണപ്പെട്ടു. നിസ്കാരത്തിന്റെ 2ാമത്തെ റക്അത്തിന്റെ സുജൂദിൽ മരണപ്പെട്ടു. അട്ടക്കുളങ്ങര പള്ളിക്കകത്ത് എന്തൊരു ഭാഗ്യമാണ് അല്ലാഹു കൊടുത്തത് നിങ്ങൾ ചിന്തിച്ചു നോക്കി. വുളു എടുത്ത് പള്ളിക്കകത്ത് വന്ന് ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ജമാഅത്തായി സുഹൃത്തുക്കളോടൊപ്പം നിസ്കരിക്കുമ്പോൾ മരണപ്പെടുകയാണ്. നിസ്കാരത്തിൽ വെച്ച് മരിക്കാനുള്ള ഒരു മഹാഭാഗ്യം. നമ്മളൊക്കെ ആരാ? നമ്മളൊക്കെ എവിടെ വെച്ച് മരിക്കും? നമുക്കൊക്കെ എന്ത് യോഗ്യതയാ ഉള്ളത്? എന്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ ദുആ ചെയ്തതും ആഗ്രഹിക്കുന്നതും 3-4 സ്ഥലത്ത് മരിക്കാൻ, മക്കയല്ലെങ്കിൽ മദീനയല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇൽമിന്റെ മജ്ലിസ്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നെഞ്ചു പൊട്ടിയോ തല പൊട്ടിയോ ഒക്കെ മരിക്കട്ടെ, വേറൊന്നിനും വേണ്ടിയിട്ടല്ല. എന്തിനാണ് പ്രിയമുള്ളവരെ ആ സ്വർഗത്തിന്റെ പൂന്തോപ്പിൽ വെച്ച് മരിക്കുന്നതിനപ്പുറം ഒരു മഹാഭാഗ്യം അള്ളാഹു പിന്നെ ഈ പാവപ്പെട്ടവന് വേറെ തരാനുണ്ടോ?
അല്ലാഹു തആല നമ്മുടെ ആഗ്രഹം അല്ലാഹു നടത്തി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, എന്റെ സഹോദര, നമ്മുടെ അന്ത്യം നന്നാവണം. നിസ്കാരം നമുക്ക് ചിരിയും കളിയും തമാശയും. ചില ചെറുപ്പക്കാർ നിസ്കാരത്തിൽ ധരിക്കുന്ന വസ്ത്രമൊക്കെ വളരെ മോശമാണ്, വളരെ മോശമാണ്. നിസ്കാരത്തിൽ ഇഖ്ലാസ് ഉണ്ടാകുന്നില്ല, നിസ്കാരത്തിൽ ഒരു സൂക്ഷ്മത ഉണ്ടാകുന്നില്ല എന്ന് പരാതിയുള്ളവർക്ക് ഒരൊറ്റ മരുന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഉസ്താദെ, നിസ്കരിച്ചിട്ട് എത്ര നിസ്കരിച്ചിട്ടും ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, എത്ര നിസ്കരിച്ചിട്ടും മനസ്സ് പതറിപ്പോവാണ്, നിസ്കാരത്തിൽ പല ചിന്തകൾ വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു വലിയ മരുന്ന് പറഞ്ഞു തരുന്നുണ്ട്. ആ മരുന്ന് ഇന്ന് നിങ്ങൾക്ക് ഞാൻ വിളമ്പി തരികയാണ്. ഞാനടക്കം നമുക്ക് ഓരോരുത്തർക്കും ആ മരുന്നിലൂടെ നിസ്കാരത്തിൽ ഒരു വലിയ സൂക്ഷ്മത നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മരുന്ന് എന്തെന്നറിയോ? സ്വല്ലി സ്വലാത്ത മുവദ്ദഈ. ലോകത്തിരുന്ന് വിട പറയുന്നവന്റെ നിസ്കാരം നീ നിസ്കരിക്കുക. ഇന്ന് ബാങ്ക് കേട്ടപ്പോഴാണ് നമ്മൾ പ്രസംഗം തുടങ്ങിയത്. ഇശാ നിസ്കാരത്തിന് വേണ്ടി നിങ്ങൾ ഇന്ന് കൈകെട്ടുമ്പോ മനസ്സുകൊണ്ട് കരുതണം, മെനിഞ്ഞാൽ ഇശാ നിസ്കരിച്ച അഷ്റഫ് വാലി എന്ന് പറയുന്ന സഹോദരൻ ഇന്ന് ഖബറിലാണ്. ഇന്ന് ഞാൻ ഇശാ നിസ്കരിക്കുകയാണ്, നാളെ ഞാനായിരിക്കുമോ ഖബറിൽ? അതുകൊണ്ട് ഇതിന്റെ അവസാനത്തെ ഇശാ നിസ്കാരമാണോ അല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നിസ്കരിച്ചു പോയാൽ അവന്റെ നിസ്കാരത്തിൽ അറിയാതെ പക്വമാരുന്നതാ, സൂക്ഷ്മത വരുന്നതാ, തന്റെ ഈമാനികമായ ആവേശം കടന്നു വരുന്നതാണ്. അറിയാതെ കണ്ണ് നനയുന്നതാ, അറിയാതെ കണ്ണ് നിറയുന്നതാ. സ്വല്ലി സ്വലാത്ത മുവദ്ദഈ. വിട പറയുന്നവന്റെ നിസ്കാരം നീ നിസ്കരിക്കുക. ലോകത്തിലൊന്ന് വിട പറയുന്നവന്റെ നിസ്കാരം നീ നിസ്കരിക്കുക. സഹോദരിമാരെ, മനസ്സിലേക്ക് ആ ചിന്ത കൊണ്ടുവരിക. പ്രിയപ്പെട്ടവരെ, മനസ്സിലേക്ക് ആ ചിന്ത കൊണ്ടുവരിക. അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ. നല്ല സ്ഥലത്ത് നല്ല ദിവസം നല്ലതുപോലെ മരിക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് യോഗ്യത തരണമല്ലോ. ഒരു യോഗ്യതയുമില്ലാതിരുന്ന പാവപ്പെട്ട എന്റെ ഉപ്പ സ്വർഗത്തിന്റെ മജ്‌ലിസിൽ ഇതുപോലെ പാവപ്പെട്ടവരായ നിങ്ങളെ കൊണ്ട് ആമീൻ പറയിപ്പിച്ച് അവസാനം റമളാൻ മാസത്തിന്റെ 17-ാം രാവിന്റെ വെള്ളിയാഴ്ച രാവിലെ ഈ വിനീതന്റെ പ്രിയപ്പെട്ട ഉപ്പ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ കരയുന്നതിനേക്കാളേറെ ഞാൻ സന്തോഷിച്ചു പോയി. എന്തുകൊണ്ടെന്നറിയോ? എന്റെ ഉപ്പ അല്ലാഹു കൊടുത്ത മഹാഭാഗ്യമല്ലേ. എന്റെ പ്രിയപ്പെട്ടവൻ, അല്ലാഹു ഇതിനപ്പുറം ഒരു ഭാഗ്യം പിന്നെ കൊടുക്കാനുണ്ടോ? സഹോദരങ്ങളെ, നിങ്ങളും ദുആ ചെയ്യ്. ഒരുപാട് ആലിമീങ്ങളും അയ്യത്ത് നിസ്കരിക്കാൻ കിട്ടാൻ, ഒരുപാട് ആലിമീങ്ങളും അയ്യത്ത് നിസ്കരിക്കാൻ കിട്ടാൻ. വടക്കു ഭാഗത്ത് ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ് മരണപ്പെട്ടു പോയപ്പോ 20 പ്രാവശ്യമാണ് അയ്യത്ത് നിസ്കരിച്ചത്. 20 പ്രാവശ്യവും അഹ്ലു ബൈത്തിന്റെ രാജകുമാരന്മാരും അയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളൊക്കെ എന്നാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്? ആരാണ് ഞങ്ങളോടൊപ്പം മയ്യത്ത് ചുമന്നുകൊണ്ടുവരുന്നത്? ആരാണ് ഞങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കുന്നത്? ആരാണ് ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കുന്നത്? അറിയില്ല റബ്ബേ, അറിയില്ല അല്ലോ, അറിയില്ല അല്ലാ. മുത്തായ തങ്ങൾ പറഞ്ഞല്ലോ, ഒരാൾ മരണപ്പെട്ടു പോയപ്പോ 40 പേര് അയാള് നല്ലവനാണ്, നന്മ നിറഞ്ഞവനാണെന്നൊരു വാക്ക് പറഞ്ഞോൾ ആ മനുഷ്യന് ഖബറും പരലോകത്തും പിന്നെ സന്തോഷമാണ്. ആ 40 പേരാരാ? എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണ അല്ലാഹുവിന്റെ ഇഷ്ടം നേടിയ 40 ആളുകൾ, അല്ലാഹുവിന്റെ ഇഷ്ടം നേടിയ 40 ആളുകൾ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്, നമ്മളെ രക്ഷപ്പെട്ടു പോയി. സഹോദരങ്ങളെ, 1000 ആള് നൗസാദ് വാഖബിയെ കുറിച്ച് പരിഹസിക്കുമ്പോ, കുറ്റപ്പെടുത്തുമ്പോ ഒരുപാട് നിബന്ധന വേണം പ്രസംഗിക്കാൻ. ഒരുപാട് കാശ് മുടക്കണം, പ്രസംഗത്തിന് വിളിക്കുമ്പോ ചെക്ക് എഴുതി കൊടുക്കണം, ഏസി വേണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളമ്പുമ്പോ എന്ന മനസ്സറിഞ്ഞറിയുന്ന 10 ചെറുപ്പക്കാര് പറയുന്നില്ല, ഉസ്താദെ ഞങ്ങൾക്കറിയാം, അടുത്തറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ എന്ന് പറഞ്ഞ് 10 ചെറുപ്പക്കാര് തിരുവനന്തപുരത്ത് പറയുമ്പോ, 10 ചെറുപ്പക്കാര് കൊല്ലത്ത് പറയുമ്പോ, അല്ലാഹുവേ, കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്ന് നീ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു 40 ആളുകളെ പടച്ചവരെ ഈ പാവപ്പെട്ടവര് വേണ്ടി തിരഞ്ഞെടുക്കണേ അല്ലാ. ഞാൻ അങ്ങനെയാണ് മനസ്സുകൊണ്ട് ദുആരക്കുന്നത്. നിങ്ങളും അങ്ങനെ ദുആ ചെയ്യണം. ആ ഒരു ഭാഗ്യം എന്റെ പെങ്ങളെ നിനക്ക് കിട്ടിയാൽ, ആ ഒരു സൗഭാഗ്യം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടിയാൽ രക്ഷയുറപ്പാണ്, രക്ഷയുറപ്പാണ്, രക്ഷയുറപ്പാണ്. അതിന് വഴി ഞാൻ പറഞ്ഞു തരട്ടെ. ഇന്നത്തെ മജ്‌ലിസിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റോ? കാരേറ്റ് പള്ളി, അല്ലാഹുവിന്റെ പള്ളി, ആ പള്ളിയുടെ മുകൾ ഭാഗത്ത് നായ കടന്നാൽ, ആ പള്ളിയുടെ മുകൾ ഭാഗത്ത് പൂച്ച മലമൂത്ര വിസർജനം നടത്തിയാൽ, ആ
പള്ളിയുടെ മുകൾ ഭാഗത്ത് നജസ് വന്നാൽ, ആ പള്ളിയുടെ മുകൾ ഭാഗത്ത് പക്ഷികൾ ഇങ്ങനെ മലമൂത്ര വിസർജനം നടത്തിയാൽ, അല്ലാഹുവേ പള്ളിയുടെ താഴ്ഭാഗം മുതലിന്റെ മുകൾ ഭാഗം അങ്ങേയറ്റം വരെ പടച്ചോരുള്ളതാ. അത് സൂക്ഷിച്ചില്ലെങ്കിൽ ഇതിന്റെ പരിണിതഫലം നമുക്കുള്ളതാ. പടച്ചവരെ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട്, അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ സ്വർഗത്തിന്റെ മജിലിസിരുന്നുകൊണ്ട് ഒരു സ്വർഗ്ഗതയ്യത്ത് ചെയ്യുകയാണ്. എന്റെ സഹോദരങ്ങളോട് ഒരു കാര്യം ഞാൻ ആമുഖമായി പറയുകയാണ്. കാരേറ്റ് പള്ളിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കി കൊടുക്കാമെന്ന് എഗ്രിമെന്റ് ചെയ്തിട്ടില്ല. എന്ത് ഉത്തരവാദിത്തമാണ് പറയലും ചോദിക്കലും? നിങ്ങളിൽ കഴിവുള്ളവർക്ക്, തൗഫീഖുള്ളവർക്ക് കൊടുക്കൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആരെയാണോ അള്ളാഹു ഉദ്യമത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ലക്ഷക്കണക്കിന് രൂപ ഉത്സവത്തിന് വേണ്ടി പാഴാക്കുന്ന കച്ചവടക്കാരാ, ആർച്ച് കെട്ടാനും കോലം കെട്ടാനും 10,000 കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ, താല്പര്യമുണ്ടോ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പടച്ചറപ്പിന്റെ പള്ളിയുടെ മുകൾ ഭാഗത്ത് ആ ഒരു സന്തോഷത്തിന് വേണ്ടി ഒറ്റ നീയത്തോടെ ചെയ്യാ? പടച്ചവനെ നല്ല മരണം കിട്ടാനും ആ മരണപ്പെട്ട് അണക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ പൊരുത്തമുള്ള 40 പേരും നന്മ പറയാനും സാധാരണക്കാരല്ല. 40 സ്വാലിഹീങ്ങൾ, 40 സജ്ജനങ്ങൾ, 40 അള്ളാഹുവിന്റെ ഇഷ്ടക്കാര് അവനെ കുറിച്ച് മധുക പറയാനുമുള്ള നീയത്തോട് ആദ്യമായിട്ടൊരാ ആദ്യമായിട്ടൊരാ നിങ്ങൾ പാപപ്പെട്ടവരാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ പറയാ. എന്റെ കയ്യിലൊന്നുമില്ല അല്ലാ, ഞാൻ സാധുവാണ് പടച്ചവര്. പക്ഷേ ഈ പേമാരി തകർത്ത് നിവർത്ത് പോലെ കാതേറ്റ് ദാറുസ്സലാം പള്ളിയുടെ തിരുമുമ്പിലുള്ള സ്വർഗത്തിന്റെ വേദി നീ കാണുന്നുണ്ടല്ലോ അല്ലോ. ഇവിടെ പറന്നിറങ്ങിയ മലക്കിനെ നീ അറിയുന്നുണ്ടല്ലോ അല്ലോ. ഈ ജനസാഗരത്തിന്റെ മനസ്സ് നിനക്കറിയാമല്ലോ അല്ലോ. പള്ളിയുടെ അവസ്ഥാവിശേഷം നിനക്കറിയാമല്ലോ അല്ലോ. അതുകൊണ്ട് 40 സ്വാലിഹീങ്ങൾ, ഞാനറിയാതെ നീ അറിയുന്ന, നീ ഇഷ്ടപ്പെടുന്ന 40 പേര് ഞങ്ങൾ മരിക്കുമ്പോ നീ തിരഞ്ഞെടുക്കണമല്ലോ എന്ന നീയത്തോട് ആദ്യമായിട്ട് ഒരു 40,000 രൂപ അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് അനുകരിപ്പിച്ചു തരട്ടെ, ഇരട്ടിപ്പിച്ചു തരട്ടെ, ഏറെയാക്കി തരട്ടെ, വിജയം തരട്ടെ. ആർക്ക് പറയാ മനസ്സ് വരുമ്പോ പടച്ചവരെ നീ ഒഴിവാക്കല്ലേ അല്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മറ്റൊരാളുടെ മുന്നിൽ പോയി ഈ പറയുന്ന സഹോദരന് കൈനീട്ടുന്ന ഗതികേട് ഒരിക്കലും കൊടുക്കല്ലേ അല്ലോ. മക്കളെ യതീമീങ്ങളാക്കല്ലേ അല്ലോ. ദാരിദ്ര്യത്തിന്റെ നീച്ചുടിയിൽ കെട്ടപ്പെടുത്തല്ലേ അല്ലോ. നിന്റെ പള്ളിക്കാണല്ലോ ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള റബ്ബേ, നിന്റെ പരിശുദ്ധ ഭവനത്തിനാണല്ലോ. നല്ല മനസ്സോടെ ഒരാൾ. 4ാമത് പൊട്ടിച്ചിരിക്കാൻ പാടില്ലാത്ത സ്ഥലം എവിടെയെന്നറിയോ? ഇന്ദൽ അദാനി, ബാങ്ക് കേൾക്കുന്ന സമയത്ത്. ബാങ്ക് ഒരു വലിയ കാര്യമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ പള്ളിക്കകത്ത് ബാങ്ക് വിളിക്കുക എന്ന് പറയുന്ന ഒരു വലിയ പുണ്യകർമ്മമാണ്. ഇന്ന് വരെ ഏതെങ്കിലും ഒരു പള്ളിയിൽ ളുഹറിനോ അസറിനോ സുബഹിക്കോ മഗ്രിബിനോ ഇശായിനോ എപ്പോഴെങ്കിലും ഒരു വഖത്ത് പള്ളിയുടെ മൈക്കിലൂടെ, മസ്ജിദിന്റെ മൈക്കിലൂടെ ഞാൻ ബാങ്ക് വിളിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുള്ളവരെന്ന് കൈപൊക്കിയെ എത്ര ഉണ്ടെന്ന് കൂടി. ഏതെങ്കിലും പള്ളിയിൽ ഏതെങ്കിലും ഒരു വഖത്തിന് മൈക്കിലൂടെ ഞാൻ ബാങ്ക് വിളിച്ചിട്ടുള്ളവരെന്ന് കൈപൊക്കി. ഞാൻ വിളിച്ചിട്ടുണ്ട്, ഞാൻ പൊക്കാം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ആളുണ്ട്, ഒരുപാട് ആളുണ്ട്. പിന്നെയാണോ പള്ളി ജോലിക്ക് ആളെ കിട്ടാത്തത്? ഇഷ്ടംപോലെ ആളുണ്ട്. പള്ളി സെക്രട്ടറി വിളിക്കണം, പള്ളിയിലെ ഖത്തീബ് വിളിക്കണം, ചീഫ് ഇമാമ് വിളിക്കണം, അസിസ്റ്റന്റ് ഇമാമ് വിളിക്കണം, എല്ലാ ഇമാമികളും വിളിക്കണം. ബാങ്ക് വിളിച്ചെന്ന് പറഞ്ഞ് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. സിറാജ് ഉസ്താദ് വിളിച്ചിട്ടുണ്ടോ? ഇനി വിളിക്കല്ലോ, വലിയ പ്രഭാഷകനൊക്കെ ആയിപ്പോ. ഇനിയിപ്പോ വലിയ പാടാ. ആള് പാവട്ടോ, ബാങ്കൊക്കെ വിളിക്കും. ഉസ്താദ് ഉസ്താദൊക്കെ വിളിച്ചിട്ടുണ്ട്. ഞാനിപ്പോ തടസ്സം പിടിക്കുമ്പോഴേ വിളിക്കും. അല്ലാതെ ഇപ്പോഴും അട്ടക്കുളങ്ങര പള്ളിയിലെ ഇമാമായിട്ടിരുന്നപ്പോഴും ഞാനൊരു ദിവസം വിളിച്ചിട്ടുണ്ട്, അസർ നിസ്കാരത്തിന് വെള്ളിയാഴ്ച. അപ്പൊ അതെന്താ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതൊരു നല്ലതാണ്, നല്ല കാര്യമാണ്. ബാങ്ക് വിളി ഇത്ര ചെറിയ കാര്യമല്ല. ബാങ്ക് വിളി ചെറിയ കാര്യമല്ല. ബഹുമാനപ്പെട്ട അന്ന ബിലാൽ എന്ന സുഹൈബ റളിയല്ലാഹു തആല അൻഹു അത്തയാ അഹ്ല ബൈത്ത് മിനൽ അറബി ഫഖതബ. അറബികളിൽപ്പെട്ട ഒരു കുടുംബത്തിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു സുഹൈബ റളിയല്ലാഹു അൻഹു വിവാഹം ആലോചിച്ചുകൊണ്ട് കടന്നു ചെന്ന അവിടുത്തെ പെൺകുട്ടികളെ അവരെ തിരിച്ചു ചോദിച്ചു, നിങ്ങളുടെ ജോലി എന്താണെന്ന് ചോദിച്ചു. സുഹൈബ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാല് ചവിട്ടിയിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅദ്ദീനാണ് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനത് പറയില്ല. ഞാനത് പറഞ്ഞാൽ എനിക്ക് പെണ്ണപ്പോഴേ അവർ തരും. പക്ഷേ ഞാൻ പറയാത്തത് അത് പറഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഇനി നീ ബാങ്ക് വിളിക്കേണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ പെണ്ണിന്റെ കുടുംബത്തെ പറഞ്ഞു പറ്റിച്ചതാവൂലേ, അതുകൊണ്ട് ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. അന്ന് മുഅദ്ദീനാണെന്ന് പറഞ്ഞാൽ പെണ്ണ് കിട്ടും. ഇന്ന് മുഅദ്ദീനാണെന്ന് പറഞ്ഞാലോ ഉള്ള പെണ്ണുകൂടെ കൂടും. കുടുംബത്തിൽ കല്യാണമേ പിന്നെ നടക്കൂല. അറച്ചിലും വെറുപ്പൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക്. ഇന്നലെ വന്ന ആലോചന എന്തായി ആരിഫ? അതൊരു പള്ളിയിലെ മേലിയാരാണ്, അത് ശരിയാവും, നമുക്കത് ശരിയാവില്ല. ഇന്ന് പെൺകുട്ടികൾ
പറയുന്നത് എന്താണെന്നറിയോ? അള്ളാഹുവേ, ഒരു ചെറുപ്പക്കാരൻ്റെ ഫോൺ റെക്കോർഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അവനോട് അവന്റെ ഗേൾ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു അത്ര, എടാ ഇപ്പൊ വരുന്ന ചെറുപ്പക്കാരൊന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് നിന്നെ പോലെ അല്പസ്വല്പം ബിയറൊക്കെ അടിക്കുന്നവനും മതിയെന്ന്. ഇന്ന് പെൺകുട്ടികൾ കലാനിഷ്ടം, അല്പമൊന്ന് മിനുങ്ങുന്നവൻ മതി എന്നാണ് പറയാ. മാഹിത്തെ പെമ്പുളരെ കണ്ടുക, ചൊക്ലീത്തെ പെമ്പുളരെ കണ്ടുക, കണ്ടിട്ടില്ലേ? വാ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇന്ന് 17കാരിയുടെ പാട്ട്. ആ പെൺകുട്ടി എന്നെ വിളിച്ചു, സിറാജ് ഉസ്താദിനെ വിളിച്ച് കുറെ കൊടുത്തു. സിറാജ് ഉസ്താദ് പറഞ്ഞു, നിനക്ക് പറ്റിയ നമ്പർ ഞാൻ തരാം. ഉസ്താദ് വിളിച്ചാൽ ഇതിന്റെ മാഹിത്തെ പെണ്ണൊക്കെ ഇപ്പൊ കബൂലാക്കി തരുന്നത്. അരമണിക്കൂർ കൊണ്ട് റെഡിയാക്കി കൊടുത്തിട്ട്, സംഭവമൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഫോണിലൂടെ സംസാരിച്ചു. നാദാവൃത് പ്രസംഗിക്കാൻ വരുമ്പോൾ വീട്ടിൽ വരണം, പിന്നെ എന്റെ ഉമ്മ എന്റെ ഉപ്പ അവരൊക്കെ ചേർന്നിരുന്നുകൊണ്ട് ഇനി ഈ മേഖലയിൽ ഞാനില്ല എന്ന രീതിയിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു. അല്ലാഹു അലം, എന്താ ഒന്നും എവിടെ ചെന്ന് അവസാനിച്ചാലും തീരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇതൊക്കെ വെറും രസവും സുഖവും ഒക്കെയാണ്. അതിൽ നമ്മൾ പെട്ടുപോകരുത്. അള്ളാഹുവിന്റെ പള്ളി മിനാരത്തിലൂടെ ബാങ്ക് വിളിക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എന്റെ ജീവിതത്തിൽ സമയം പോലെ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഒരു പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുന്ന മുഅദ്ദീനാകാൻ ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നു എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. വളരെ പുണ്യമാണ്. ഏറ്റവും അധികം മനസ്സ് നിറഞ്ഞു പോകുന്ന ബാങ്ക്, കേട്ടാൽ കരഞ്ഞു പോകുന്ന ബാങ്ക് എവിടുന്നാണ് നമ്മൾ കേൾക്കുന്നതെന്നറിയാം. കേട്ടാൽ കരഞ്ഞു പോകും. എവിടുന്നാ? മക്കയിൽനിന്നാണോ? മക്കയിൽ നിന്നല്ല പ്രിയപ്പെട്ടവരെ. പിന്നെ എവിടുന്നാണ്? തോഹാ നീലാവേ യാസീൻ പോലിവേ ഇഷ്കിൻ മധുമലരേ ദൂതരേ കനവിൽ വരാത്തതെന്താ? തോഹാ നീലാവേ യാസീൻ പോലിവേ ഇഷ്കിൻ മധുമലരേ ദൂതരേ ശൗക്കിൻ നിറദീപമേ ആരേ കനലിൽ വരാത്തതെന്താ? ലോകത്തെവിടെ നിന്നുകൊണ്ട് ബാങ്ക് കേട്ടാലും വിശ്വാസികളുടെ മനസ്സൊന്ന് ഇടറിപ്പോകുമെങ്കിൽ സുബ്ഹാനല്ലാഹ്, മസ്ജിദുൻ നബവിയുടെ മിനാരത്തിലൂടെ മുത്ത് റസൂലിന്റെ പേര് പറയുന്ന ബാങ്കിന്റെ ധ്വനികൾ എന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ, നിനക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? റൗള ശരീഫിന്റെ മുറ്റത്ത് പോയി നിന്നിട്ട്, മസ്ജിദുൻ നബവിയുടെ അകത്തകത്ത് നിന്നിട്ട്, അല്ലാഹുവേ പടച്ചവനെ, അതിന്റെ മുനാരത്തിലൂടെ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ബാങ്ക് വിളിക്കുമ്പോ കരയാതെ കേട്ട് നിൽക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ കൊണ്ട് കഴിയുമോ? എന്തോ ഒരു രസമാണ്, എന്തോ ഒരു സുഖമാണ്. കരിനാഗപ്പള്ളിയിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ മദീനത്തിൽ നിന്നിട്ട് ഫോൺ വിളിച്ചതാ. ഉസ്താദേ, ഒരുപാട് മജ്‌ലിസിൽ ഞാൻ ബക്കറ്റിലേക്ക് സ്വതക്കയിട്ടത് മദീനത്തിൽ നിന്ന് മരിക്കണമെന്ന നിയത്തോടെയാണ്. ഉസ്താദേ, ഇന്ന് 4 മണിക്ക് മദീനത്തിൽ നിന്ന് തിരിച്ചു നാട്ടിലേക്ക് വരികയാ. മരിച്ചിട്ടില്ല ഉസ്താദേ, ഞാൻ മരിച്ചിട്ടില്ല. എനിക്ക് മദീനത്തിൽ നിന്ന് വരാൻ കഴിയുന്നില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം പൊട്ടിക്കരഞ്ഞത് മദീനത്തോ, സ്വർഗത്തിന്റെ പൂങ്കാവനമെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞ പുണ്യ സ്ഥലത്തിരുന്ന അവിടെ ഒരുപാട് നിസ്കരിച്ചു ഉസ്താദേ, ഒരുപാട് ദുആ ചെയ്തു ഉസ്താദേ. പക്ഷേ ഞാൻ മരിക്കുന്നില്ല. 4 മണിക്ക് തിരിച്ചു പോകാൻ എന്റെ കൂടെ വന്നവരൊക്കെ പറഞ്ഞിരിക്കുകയാ. അതുകൊണ്ട് ഉസ്താദേ, മണിക്കൂറുകൾ മാത്രമാണ് മദീന എനിക്ക് കാണാൻ പറ്റുക. ഇനി എന്നാണ് മക്കത്തേക്ക് മദീനത്തേക്ക് വരാൻ പറ്റാന്നറിയില്ല. എങ്ങനെ സലാം പറഞ്ഞുകൊണ്ട് വരും ഉസ്താദേ? അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. എങ്ങനെ സലാം പറഞ്ഞിട്ട് മദീനയുടെ മലർവാടിയുടെ പൂങ്കാവനത്തിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങും ഉസ്താദ് കഴിയുന്നില്ല. അതുകൊണ്ട് മരിക്കാൻ വേണ്ടി ദുആരക്കണേ. ഞാൻ പറഞ്ഞു, എന്റെ ഭാര്യ നിന്റെ മക്കളൊക്കെ ഇല്ലേ? എത്രയോ തവണ ശാസ്താംകോട്ടയിൽ പ്രസംഗത്തിന് പോയപ്പോ കുടുംബസമേതം വന്ന സഹോദരനാ. അല്ലാഹു 2 ആൺകുട്ടികളുടെ ഉപ്പയാണ്. ആ മക്കളെയൊക്കെ നിനക്ക് മറക്കാൻ പറ്റുമോ? ഉസ്താദേ, നിങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളത്, അന്തവും മുന്നും അബൂ മറൈനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഒരു ഉമ്മ തരാത്ത, ഒരു ഉപ്പ തരാത്ത, ഒരു മകനും തരാത്ത, ഒരാളും തരാത്ത
വല്ലാത്ത സ്നേഹം തന്ന നാരകന്റെ മുമ്പ് നിന്ന് മക്കളെ ഓർക്കാൻ, ഭാര്യ ഓർക്കാൻ എനിക്ക് കഴിയുന്നില്ല. എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ പൊട്ടിക്കരഞ്ഞ ആ പുണ്യമദീനത്തിരുന്നു കൊണ്ട് മുത്തുനബിതങ്ങളെ ബാങ്ക് കേൾക്കാ. എന്റെ ചെറുപ്പക്കാരാ, നിനക്ക് കഴിയുമോ? അങ്ങനെ ഒരു ഭാഗ്യം നിനക്ക് കിട്ടിയാൽ ഒന്ന് കരയണം പൊന്നുമോനെ, ഒന്ന് കരയണം പൊന്നുമോനെ. പെങ്ങളെ, ഏപ്രിൽ മെയ് മാസം ഇങ്ങനെ കടന്നു വന്നപ്പോ ദുബായിൽ പോണമെന്ന് വാശി പിടിച്ച കാലേറ്റ് വന്ന പെങ്ങളെ, ദുബായില് ഏപ്രിൽ 4-ാം തീയതി അബുദാബിയുടെ ഓഡിറ്റോറിയത്തിൽ 10 മാന്റെ ഫൈനലുണ്ട്. എത്ര പെങ്ങളാ ഭർത്താവിനോടൊത്ത് വിസ ചോദിച്ച് കടന്നുപോയത്, എത്ര പെങ്ങളാ. അല്ലാഹുവേ, അബുദാബിയിൽ ഒരു പരിപാടിക്ക് വേണ്ടി കഴിഞ്ഞ മാസം ഞാൻ അവസാന വാരം കടന്നുപോയപ്പോ കണ്ടടാ, എത്രയോ പ്രിയപ്പെട്ട സഹോദരിമാര്, മഫ്തയിട്ട വറവയിട്ട സഹോദരിമാര് വെക്കേഷൻ ആയതുകൊണ്ട് നാട്ടിൽ നിന്ന് അങ്ങോട്ട് കടന്നു വരികയാണ്. എന്തിനാ വരുന്നതെന്നറിയോ? നാട്ടിലുള്ള കുടുംബക്കാരുടെ മുന്നിൽ ഞാൻ ഗൾഫിൽ പോയെന്ന് പേരെടുക്കാൻ വേണ്ടി മാത്രമല്ല, അല്ലാഹുവേ, ഹറാമുകൾ ആടിത്തിമിർക്കാൻ അവസരമുള്ള വിദേശ രാജ്യത്തിന്റെ വഴിയോരത്ത് ഏറ്റവും മോഡൽ വസ്ത്രം ധരിച്ചുകൊണ്ട്, ഏറ്റവും ഉയരമുള്ള ഐഹീലിന്റെ ചെരുപ്പ് ധരിച്ചുകൊണ്ട് ഒരു മോഡൽ ഗേളായി നടന്നു പോകുന്ന പെങ്ങളെ, മുതുകൊണ്ട് വെള്ളത്തുണിയിൽ പുരന്ന് അള്ളാന്റെ പള്ളിപ്പറമ്പിൽ കൊണ്ടുവച്ച് 7 or 8 പലക നിരത്തിയിട്ട് പിന്നെ വിടവുണ്ടെങ്കിൽ ആ പലകക്കിടയിലേക്ക് പുല്ലും നിലയും പറിച്ചു വെച്ചുകൊണ്ട് മണ്ണ് വാരിയിട്ട് എല്ലാവരും അങ്ങ് പിരിഞ്ഞു പോയാൽ ഐഹീലിന്റെ ചെരുപ്പ് എവിടെ, ക്യൂടെക്സ് എവിടെ, ലിപ്സ്റ്റിക് എവിടെ, പിരിയം മടിച്ചു കളന്ന പെണ്ണേ, നഖം വളർത്തി വെച്ച പെണ്ണേ, ഓരോ മോഡൽ വസ്ത്രം ഓരോ മോഡലായി ശരീരം കൊണ്ട് നടന്ന പ്രിയപ്പെട്ട പെങ്ങളെ, ആരോടാ ഞാനിത് പറയുന്നത്? ഏതുസ്താദുമാര് പറഞ്ഞാൽ ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കളയുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എവിടെയൊക്കെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പോയവളാ, മദീനത്ത് പോകാനെന്ന് കുറിച്ചുകൂടെ പെങ്ങളെ? പോയി നിൽക്കണ്ടേ? അവിടെ പോയി സലാം പറയണ്ടേ? മുത്തുനബിതങ്ങളുടെ പുണ്യ മസ്ജിദ് നബവിയിൽ ഒരു രാത്രി ഇങ്ങനെ കിടക്കണ്ടേ? ഒരു രാത്രി ഇങ്ങനെ നിസ്കരിക്കണ്ടേ? അല്ലാഹുവേ, ഇവിടെ വന്ന സാധുക്കളായ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾക്ക്, സഹോദരങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക് അല്ലാ അതിനുള്ള ആ ഭാഗ്യവും അവസരവും നീ കൊടുക്കണേ അല്ലോ. അതുകൊണ്ട് ബാങ്ക് വിളിക്കുന്ന സമയം ചിരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, മൻ തകല്ലമ ഇൻദൽ അദാൻ, ബാങ്ക് കേൾക്കുന്ന സമയത്ത് ആരെങ്കിലും സംസാരിച്ചാൽ മരിക്കുന്ന സമയം അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ല, അവന്റെ നാവ് ഉടക്കി പോകുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ല, നാവ് ഇങ്ങനെ വല്ലാതെ പിടഞ്ഞു പോകുമത്രേ. ബാങ്ക് കേൾക്കുമ്പോ സംസാരിക്കാൻ പാടില്ല. ഇനി നിങ്ങൾ ചിരിക്കാൻ പാടില്ലാത്ത 5ാമത്തെ സ്ഥലം എവിടെയെന്നറിയോ? മയ്യത്തിന്റെ അടുത്താണ്. മയ്യത്തിന്റെ അടുത്ത് ചിരിക്കാൻ പാടില്ല. ഒരു മയ്യത്തിന്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു. ഒരു മയ്യത്തിന്റെ അടുത്ത്. ഏത് മയ്യത്തിന്റെ അടുത്താണ്? ഒരു മയ്യത്തിന്റെയും അടുത്തിരുന്ന് ചിരിക്കാൻ പാടില്ല. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ മയ്യത്ത് കൊണ്ടുപോയപ്പോ 2-3 സഹോദരങ്ങൾ എന്തോ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചപ്പോ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അവരിൽ ഒരാളെ അടുത്തേക്ക് വിളിച്ചിട്ട് ഗൗരവത്തോടെ ചോദിച്ചു, നിനക്ക് അല്ലാഹ് സ്വർഗം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അയാൾ പറഞ്ഞു, ഇല്ല. പിന്നെ എങ്ങനെ തോന്നുന്നു നിനക്കിങ്ങനെ ചിരിക്കാൻ? ബഹുമാനപ്പെട്ടവർ പറഞ്ഞതാ, അല്ലാഹുവിന്റെ റസൂൽ ഒരു മയ്യത്തിന്റെ മുമ്പ് നിന്നും മാത്രമേ ലോക ചരിത്രത്തിൽ മുത്ത് ഹബീബ് ചിരിച്ചിട്ടുള്ളൂ. അത് ഏത് മയ്യത്തിന്റെ അടുത്തെന്നറിയോ? അത് ഏത് മയ്യത്തിന്റെ അടുത്തെന്നറിയോ? മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തിന്റെ അടുത്താണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് മുത്തു റസൂൽ കൊടുത്ത മഹറിന് വേണ്ടി കൊടുത്ത കാശുകൊണ്ട് മുഖം മൂടി വാങ്ങി, വാള് വാങ്ങി, ആരും അറിയാത്ത പുതുമണവാളൻ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ പടപൊരുതിയിട്ട് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ഞെട്ടറ്റി വീണുപോയപ്പോൾ മുത്തുനബിയെ മുഖം മൂടി ധരിച്ച ഒരു ശരീരം കിടക്കുന്നുണ്ട്, തല കിടക്കുന്നുണ്ട്, മുഖം കിടക്കുന്നുണ്ട്. ആരെന്നറിയാൻ കഴിയുന്നില്ല നബിയെ. അല്ലാഹുവിന്റെ റസൂൽ എന്ന് നോക്കുമ്പോൾ ആരെന്നറിയോ സഹോദര? കല്യാണം നിശ്ചയിച്ചതിന്റെ അന്ന് മുതൽ നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന ചെറുപ്പക്കാര് പഠിച്ചുകൊള്ളുക. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരമായിരുന്നു അത്. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതപ്പെട്ടു പോയി. എന്തോരു ഈമാനാ ചെറുപ്പക്കാരാ, എന്തോരു ഈമാനാ ചെറുപ്പക്കാരാ. നീ പഠിക്കണം മോനെ. കേരളത്തിന്റെ മെഗാസ്റ്റാർ മക്കത്ത് പോയില്ലേ, മദീനത്ത് പോയില്ലേ? ഒരുപാട് അഭിനയ കലയുടെ
ചക്രവർത്തി എന്ന് നിങ്ങൾ പറഞ്ഞ, സിനിമാ താരരാജാവെന്ന് നിങ്ങൾ പറഞ്ഞ് ഫ്ലെക്സോടെ കടിച്ചു വെച്ചുകൊണ്ട് ആവേശത്തോടെ തുള്ളിച്ചാടിയ ചെറുപ്പക്കാരാ, എവിടെ പോയടാ നിന്റെ ഇൻസ്പെക്ടർ ബൽറാം? എവിടെ പോയടാ നിന്റെ പോലീസിന്റെയും ഒരുപാട് പട്ടാളത്തിന്റെയും അഭിനയ തിലകച്ചാർത്തണെന്നുകൊണ്ട് കേരള ചെറുപ്പക്കാരുടെ മനസ്സിനകത്ത് ചേക്കേറിപ്പോയ രൂപം എവിടെ പോയി? പരിശുദ്ധ മക്കയുടെ മണ്ണിലേക്കൊന്ന് കാലെടുത്ത് വെച്ചപ്പോ പറഞ്ഞു പോയതെന്താ? ഇന്ന് വരെ ഞാൻ അഭിനയത്തിലൂടെ മാത്രമേ കരഞ്ഞിട്ടുള്ളൂ. ഇന്ന് വരെ അഭിനയത്തിലൂടെ മാത്രമേ ഞാൻ കരഞ്ഞിട്ടുള്ളൂ. മക്കയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ജീവിതത്തിൽ ആദ്യമായി അള്ളാന്റെ പരിശുദ്ധ കഅബാലയം കണ്ടപ്പോൾ അറിയാതെ ഒറിജിനലായിട്ട് ഞാനങ്ങ് കരഞ്ഞു പോയെന്ന് മെഗാസ്റ്റാർ പറഞ്ഞു. പിന്നെ പറഞ്ഞതെന്താ? പൊറുക്കണമല്ല. അറിഞ്ഞിരുന്നില്ല അഭിനയത്തിന്റെ ലോകമാണ് സത്യമെന്ന് കരുതിയിട്ട് യാത്ര തുടങ്ങിയപ്പോ എനിക്കിവിടെ വന്നു ചേരാ കഴിഞ്ഞിരുന്നില്ല. റബ്ബേ വൈകിപ്പോയെന്ന് പറഞ്ഞ് എല്ലാ അഭിനയങ്ങളും മറന്ന്, എല്ലാ അവാർഡുകളും മറന്ന്, എല്ലാ താരസന്ധ്യകളും മറന്ന്, ഒരു മുണ്ട് ധരിച്ചൊരു മുണ്ട് തോളത്ത് ധരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ ചുറ്റും പൊട്ടിക്കരഞ്ഞ ഓരങ്ങള് എന്തിനാ ചെറുപ്പക്കാരാ? അവര് പോലും തുറന്നു പറഞ്ഞില്ലേ? ഒക്കെ കള്ളപ്പരമാണെന്ന് പറഞ്ഞില്ലേ? എന്നിട്ടും എന്തിനാ ഈ കാലഘട്ടത്തിൽ അവറ്റകളുടെ പിന്നാലെ ഓടുന്നത് ചെറുപ്പക്കാരാ? എന്ത് നേട്ടമാണ് മോനെ, എന്ത് ഉപയോഗമാണ് മോനെ, എന്ത് നന്മയാ പൊന്നുമോനെ നിനക്കുള്ളത്? അതുകൊണ്ട് വലിച്ചെറിയണോ? മനസ്സിന്റെ ആഗ്രഹങ്ങളൊക്കെ വലിച്ചെറിയ പൊന്നുമോനെ. സഹോദരന്റെ മയ്യത്തിന്റെ മുമ്പിലിരുന്ന് അല്ലാഹുവിന്റെ റസൂല് ചിരിച്ചെന്തിനെന്നറിയോ? സഹോദരന്റെ മയ്യത്ത് എനിക്ക് വേണം, ആ ശരീരം എനിക്ക് വേണമെന്ന് പറഞ്ഞ് സ്വർഗത്തിന്റെ ഹൂർലിങ്ങളില്ലേ അവര് പറന്നിറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചുപോയി. ഹൂർലിങ്ങൾ മത്സരിക്കാൻ എനിക്ക് വേണം സഅദിനെ, എനിക്ക് വേണം ഭർത്താവായി എന്ന് പറഞ്ഞ് മത്സരമാണ്. എന്തുകൊണ്ടാ? ദുനിയാവിന്റെ സുഖവും രസവും ഒക്കെ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരു സെക്കൻഡ് കൊണ്ട് മറന്നപ്പോ അന്ന് കൊടുത്ത ഭാഗ്യമാണ്. ദുനിയാവിന്റെ തിരക്കുകൾക്കിടയിൽ ഓടുമ്പോൾ നിസ്കാരം മറക്കരുത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. നിസ്കാരമില്ലാത്തവൻ നായക്ക് തുല്യമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. സുജൂദ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നന്ദി കെട്ട നായ പോലെയല്ലാതെ പിന്നെ നമ്മൾ ആരാ? അള്ളാഹ് തരുന്നത് മുഴുവനും വാരി തിന്ന് രസിച്ച് സുഖിച്ച് ജീവിക്കാനല്ലാതെ. അള്ളാഹുവിനൊന്ന് താണു കേണു വണങ്ങി ഒരു ദിവസം നിന്റെ 24 മണിക്കൂറിൽ വളരെ ചുരുങ്ങിയ സമയം ഒന്ന് സാഷ്ടാംഗം ചെയ്ത് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി എന്ന് പറയാൻ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരോഗ്യം അള്ളാഹു തന്നിട്ട് നമ്മൾ തിരിച്ചു കാണിക്കുന്നത് മൃഗത്തെക്കാളും കഷ്ടപ്പെട്ട സ്വഭാവമല്ലേ? അള്ളാഹു കാക്കട്ടെ. മുടക്കരുത് സഹോദര, നിർബന്ധമായ ഒരു തീരുമാനത്തിലെത്തണം. ആറാമത് നീ ചിരിക്കാൻ പാടില്ലാത്ത ആറാമത്തെ സ്ഥലം എവിടെയാണ്? ഖബറിന്റെ അരികിലാണ്. പള്ളികളിൽ നിന്ന് കല്യാണം നടത്തും ഓഡിറ്റോറിയങ്ങളിൽ അവിടെയൊക്കെ പോയി സഹോദരിമാർ മക്കളെയൊക്കെ കൊണ്ടുപോയി മുള്ളിക്കുന്നത് പോലും ഉപ്പാപ്പാന്റെ ഖബറിന്റെ മുകളിലാണ്. മീസാങ്കലിൽ കാല് വെച്ചിട്ടാണ് ചെറുപ്പക്കാര് മൊബൈൽ ചെവിയിൽ വെച്ച് സംസാരിക്കുക, തുടചൊറിയാണ്. ജുമയ്ക്ക് വന്നിട്ട് സമയം ഒരുപാട് ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് മാറിയിരുന്നുകൊണ്ട് സിഗരറ്റ് വലിച്ചിട്ട് കുറ്റി കളയുന്നത് വാപ്പാന്റെ നെഞ്ചത്താണ്. അടക്കിയിരിക്കുന്ന ഖബറിന്റെ അകത്ത് നടക്കുന്ന അവസ്ഥ നമുക്ക് ആർക്കും അറിയുന്നില്ലല്ലോ. ലൗ തഅലമൂന മാ അഅലമു ലളഹിഖ്തും ഖലീലാ വലബഖൈതും കസീറാ. നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഞാൻ അറിയുന്ന ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചിരിക്കില്ലായിരുന്നു, വളരെ കുറച്ച് ചിരിച്ചിട്ട് നിങ്ങൾ ഒരുപാട് കരയുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. ഖബറിന്റെ അടുത്ത് ചിരിക്കാൻ നമുക്ക് എങ്ങനെ കഴിയുന്നു സഹോദരങ്ങളെ? എന്നാണ് ഇതിന്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ലല്ലോ. നമ്മൾ അത്ഭുതപ്പെട്ടു പോവാണല്ലോ. ആറാമത്തെ സ്ഥലം എവിടെയാണ്? ഖബർ നമ്മെ ചിരിപ്പിക്കാനുള്ളതല്ല. ഖബറിന്റെ അകത്ത് കിടന്നുകൊണ്ട് നമ്മൾ ചിരിക്കണം. ഓരോ ദിവസവും ഖബർ വിളിച്ചു പറയുന്നത് ആന്മാര് പറയുകയാണ്, എടാ നീ ചിരിച്ചുകൊള്ളുക, എന്റെ മുകളിലൂടെ നീ ചിരിച്ചുകൊണ്ട് നടന്നോ. എന്റെ അകത്തേക്ക് വരുമ്പോ നിനക്ക് കിടന്ന് കരയാൻ. ഞാനിപ്പോ കുവൈറ്റിൽ പോയപ്പോൾ അല്ലാഹുവേ അവിടുത്തെ ബഹുമാനപ്പെട്ട ഒരു ഗുരുനാഥനൊരു സംഭവം പറഞ്ഞു തന്നു.
കുവൈറ്റിൽ മുസ്ലിങ്ങളെ അടക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് കൊണ്ടുവന്നൊരു മയ്യത്തിനെ അടക്കിയപ്പോൾ, ഒരുപാട് അനാശാസ്യങ്ങളും അനാവശ്യങ്ങളും ചെയ്യുന്ന ഒരു മയ്യത്തിനെ കൊണ്ടുവന്നടക്കിയപ്പോൾ അതിന്റെ തൊട്ടടുത്ത് അടക്കിയിരുന്നത് അവിടുത്തെ ഒരു പണ്ഡിതന്റെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു. ആ പണ്ഡിതൻ 3 ദിവസം ചേർത്തുകൊണ്ട് സ്വപ്നം കണ്ടുപോയെന്ന അല്ലാഹുവേ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ വന്നിട്ട് പറയുകയാണ്, ആരെയാണ് മനുഷ്യാരങ്ങൾ എന്റെ അടുത്ത് കൊണ്ടുവന്നടക്കിയത്? ആരെയാണ് മനുഷ്യാരങ്ങൾ എന്റെ അടുത്ത് കൊണ്ടുവന്നടക്കിയത്? അള്ളാഹു എല്ലാ സുഖവും സന്തോഷവും ഒക്കെ എനിക്ക് തന്നിട്ടുണ്ടെങ്കിലും എന്റെ അടുത്ത് കൊണ്ടുവന്ന് അടക്കിയ പെണ്ണ് കാരണം എന്റെ കബറിൽ വരെ നരകത്തിന്റെ ചൂട് വരികയാന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞപ്പോ, സഹോദരങ്ങളെ, കേവലം ചെറിയ വണ്ടികളല്ലോ. കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യം വളരെ ചെറുതാണ്. പക്ഷെ അവിടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വല്ലാത്ത ശക്തിയുള്ള സ്ഥലമാണ്. ഒരുപാട് സുന്നത്ത് ജമാഅത്ത് പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. ഈ വിനീതനവിടെ പ്രസംഗിച്ചത് ഓഡിറ്റോറിയത്തിന്റെ അകത്തല്ല. ഇതിലേറെ ജനങ്ങൾ, പ്രവാസികൾ ഒരുമിച്ച് കൂടിയ ഒരു വലിയ സ്കൂൾ ഗ്രൗണ്ടിലാണ്. എല്ലാ കാര്യങ്ങൾക്കും അനുമതിയുള്ള മനോഹരമായ ദീനീ ചൈതന്യം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ആ കുവൈറ്റിലെ ഒരു ആത്മീയമായ പ്രകാശം പരത്തുന്ന പണ്ഡിതൻ പറയുകയാണ്, ഉസ്താദേ, നിങ്ങളിന്ന് കബറിനുള്ളിലെന്ന വിഷയമല്ലേ പ്രസംഗിച്ചത്? എന്നാൽ അതിലൊന്ന് പറയാനൊരു സംഭവം ഞാൻ പറഞ്ഞു തരട്ടെ. എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഒരു തഹജ്ജുദ് പോലും മുടക്കാത്തവളായിരുന്നു. 3 ദിവസം ചേർത്തുകൊണ്ട് സ്വപ്നം കണ്ടുപോയതാ. എന്തിനാണ്, ആരെയാണ് എന്റെ അടുത്ത് കൊണ്ടുവന്ന് നടക്കിയത്? അള്ളാഹുവേ, ഈ പണ്ഡിതൻ അന്വേഷിച്ചപ്പോൾ ആ പെണ്ണ് ആരായിരുന്നെന്നറിയോ? ആ പെണ്ണ് ആരായിരുന്നെന്നറിയോ? അറബികൾ വട്ടം കൂടി നിൽക്കുമ്പോൾ, അവര് മദ്യപിക്കുമ്പോൾ അതിനിടയിൽ ശരീരത്തിന്റെ നഗ്നത കാണിച്ചുകൊണ്ട് ആടുന്ന പെണ്ണിനെ ഓർമ്മയുണ്ടോ ചെറുപ്പക്കാരാ? ഇക്കിളിപ്പെടുത്തുന്ന ശരീരത്തിന്റെ ഭാഗങ്ങൾ പുറത്ത് കാണിച്ച് അറേബ്യൻ നൈറ്റ്, അറേബ്യൻ ഡാൻസ് കളിക്കുന്ന പെണ്ണില്ലേ, ആ പെണ്ണായിരുന്നു. അല്ലോ പെങ്ങളെ, ഈ ചിരിയും കളിയും തമാശയും എല്ലാം അവസാനിക്കും. പെങ്ങളെ, നിന്നെ മറന്നുപോയ മക്കള് നിന്റെ കബറിന്റെ മുകളിലൂടെ നടന്നു വരും. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരിമാരെ നീ കാത്തുരക്ഷിക്കണേ. അല്ലാഹ്, രക്ഷപ്പെടാനേറെ വഴികളുണ്ട് പെങ്ങളെ, ഒരുപാട് വഴികളുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാര്, എന്താണ് നിനക്ക് ചെയ്യാൻ പറ്റുന്നത്? അതൊക്കെ നീ ചെയ്തു കൊള്ളുക. ജീവിതം പെട്ടെന്ന് അവസാനിക്കും പൊന്നുമോളെ. ഒരു സെക്കൻഡ് കൊണ്ട് തകരുന്ന ജീവിതത്തിന്റെ ഉടമസ്ഥനായ എന്റെ കാലേറ്റ് വന്ന പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണ്, അല്ലാഹു തന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ആലോചിച്ചു നോക്ക്, എന്തെല്ലാം നേട്ടങ്ങളാ നമുക്കുള്ളത്. ജീവിതത്തിൽ എത്ര അവസരങ്ങളാ അല്ലാഹു തന്നത്. നഷ്ടപ്പെട്ടു പോയാൽ ഒരു സെക്കൻഡ് പോലും പിന്നെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല. നഷ്ടപ്പെട്ടു പോയ സമയങ്ങളൊന്നും പെങ്ങളെ നമുക്ക് തിരിച്ചു കിട്ടൂല. പോയത് തന്നെയാണ്, നഷ്ടമായത് തന്നെയാണ്. സങ്കടപ്പെട്ട് വിലപിച്ചിട്ട് കാര്യമില്ല പെങ്ങളെ. കാരേറ്റ് മസ്ജിദിന്റെ മനോഹരമായ മജ്‌ലിസിൽ വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാണ്, നിന്റെ മക്കൾ നടന്നു പോകുമ്പോൾ അറിയാതെ അവിടെ മനസ്സൊന്ന് നിന്റെ കബറിലേക്കൊന്ന് ഉടക്കി നിൽക്കാൻ എന്റെ പെങ്ങളെ നിന്നോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സംഭ്രമ മുസ്ലിം ജമാഅത്തിൽ എത്രയോ കൊല്ലം ജോലി ചെയ്ത എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായ അൻവർ ബാക്കവി ഉസ്താദ്, അവിടെ ഞങ്ങളെയൊക്കെ ദർസിൽ പഠിപ്പിക്കുമ്പോൾ അവിടെ ഒരു പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെടുന്നതിന് മുമ്പ് ഉസ്താദിനെ കാണണമെന്ന് വാശി പിടിക്കുകയാണ്. ഉസ്താദിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ അയാൾ ചെയ്തതെന്തറിയോ? 5000 രൂപ ഉസ്താദിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞതെന്താ? ഉസ്താദ്, എന്റെ മക്കൾ എനിക്ക് വേണ്ടി ദിക്ർ ചൊല്ലൂല, എന്റെ മക്കൾ എനിക്ക് വേണ്ടി ഖുർആൻ ഓതൂല ഉസ്താദേ, അതുകൊണ്ട് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഞാൻ എന്റെ റൂഹ് പിരിഞ്ഞു പോയാൽ എന്റെ കബറിലേക്ക് ഈ തുക മുടക്കിയിട്ട് നിങ്ങളെ മുത്തഅല്ലിമീങ്ങളെ കൊണ്ട് ദിക്ർ ചൊല്ലിപ്പിച്ച് ഖത്മുൽ ഖുർആൻ ഓതണമെന്ന് നിർബന്ധത്തോടെ വസിയത്ത് ചെയ്തു പോയെങ്കിൽ, സഹോദരങ്ങളെ, ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു വെക്കുക. 2 മണിക്കൂർ 2.5 മണിക്കൂർ ഇവിടെ ചെലവഴിക്കുമ്പോൾ പടച്ചവനെ, ഈ പാവപ്പെട്ടവന്റെ കബറിലേക്ക് അതൊരു വെളിച്ചമായി തരണമെന്ന് ഞാൻ കൊതിക്കുന്നത് പോലെ നിങ്ങളും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. 7ാമത്തെ സ്ഥലം, വാതുറന്ന് ചിരിക്കാൻ പാടില്ലാത്ത 7ാമത്തെ സ്ഥലം, ഇന്ദൽ ഉലമാഇൽ മുഖ്ലിസീൻ, മുഖ്ലിസീങ്ങളായ ആലിമീങ്ങളുടെ സമക്ഷത്താണ്. അവരുടെ മുമ്പ് നമുക്ക് വാതുറന്ന് ചിരിക്കാൻ പാടില്ല. അതിൽ നിങ്ങൾ വലിയ ആലിമീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഒന്നും പെടുത്തണ്ട, മുത്തഅല്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണം.
ആലിമീങ്ങൾ, വലിയ വലിയ മഹത്തുക്കൾ, അബ്ദുൽ കരീം ഉസ്താദിനെ പോലെയുള്ള വലിയ വലിയ മഹത്തുക്കളൊക്കെ മൺമറഞ്ഞു പോയി. എത്രയോ ഗുരുവര്യന്മാർ നമ്മുടെ നാട്ടിൽ ദീനി ചൈതന്യം നിറഞ്ഞു തുളുമ്പാൻ കാരണക്കാരായ പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കൾ ഇന്നും അവർ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. മന്നാനി അറബി കോളേജിലുണ്ടല്ലോ ഒരു പ്രിയപ്പെട്ട ഗുരുനാഥൻ. അള്ളാഹുവെ പടച്ചവനെ, ആ പ്രിയപ്പെട്ട ഉസ്താദുകൾ, KP ഉസ്താദ്, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ പേരെന്താ, നമ്മുടെ വീരാൻകുട്ടി ഹസ്രത്ത്. അള്ളാഹുവെ പടച്ചവനെ, തൂക്കി നോക്കിയാൽ എത്ര വരും സഹോദരങ്ങളെ? ആ ശരീരം എത്രയുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എല്ലാ നന്മകളും അള്ളാഹു നമുക്ക് തരുമാറാകട്ടെ. ശരീരത്തെക്കാളുപരി ആത്മീയമായ പുരോഗതിക്ക് ഭാരം കൂട്ടാൻ പരിശ്രമിക്കുന്ന അവരൊക്കെ അള്ളാഹു നമുക്ക് തന്ന മുതൽ കൂട്ടുകൾ. അവരൊന്നും നമ്മൾ കൈവിട്ടു പോകരുത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അവരുടെയൊക്കെ മുഖത്ത് നോക്കി അവരുടെയൊക്കെ അടുത്തു പോയിരുന്ന് ചിരിക്കാനും കളിക്കാനും എന്നുള്ള യോഗ്യത നമുക്കില്ല. അങ്ങനെ ചെയ്താൽ നായയുടെ കോലമായിരിക്കും നിനക്ക് അല്ലാഹു തരുക. അവർ ആലിമീങ്ങളാ. അവരുടെ കണ്ണ്, അവരുടെ നോട്ടം, അവരുടെ ശബ്ദം, അവരുടെ ജീവിതം മുഴുവനും ഇൽമു കൊണ്ട് അല്ലാഹു നിറച്ചിരിക്കുകയാണ്. മറക്കണ്ട പ്രിയപ്പെട്ടവരെ. കണ്ണീരിനെ കുറിച്ച് പറയാൻ സമയമില്ല, എങ്കിലും പറയുന്നു, കുല്ലു ഐനിൻ ബാക്കിയ, എല്ലാ കണ്ണുകളും ആഖിറത്തിൽ കരയും 3 കണ്ണുകൾ ഒഴിച്ച്. 3 കണ്ണുകൾ ഒഴിച്ച് ആഖിറത്തിൽ ബാക്കിയുള്ള കണ്ണുകളൊക്കെ പൊട്ടിക്കരയും. 3 വിഭാഗം കണ്ണുകൾ രക്ഷപ്പെടും, ബാക്കിയുള്ള കണ്ണുകളൊക്കെ ആഖിറത്തിൽ പൊട്ടിക്കരയും. കണ്ണീരിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെയൊക്കെ നാടുകളിൽ, നമ്മുടെയൊക്കെ വീടുകളിൽ, മരണ വീട്ടിലെ നെഞ്ചപ്പടി ഉൾപ്പെടെ ഒരുപാട് കണ്ണീരുകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും വിലപിടിപ്പുള്ള കണ്ണീര് ലാ യൽജുന്നാർ അഹദുൻ ബകാ മിൻ ഖശിയത്തില്ലാ ഹത്താ യഊദൽ ലബ്നു ഫിൽ ളർഇ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, കറന്നെടുത്ത പാല് അകടിലേക്ക് കടക്കുന്നതുവരെ അള്ളാഹുവിനെ ഭയന്ന് കരഞ്ഞ കണ്ണുകൾ ഒരിക്കലും അള്ളാഹുവിന്റെ നരകത്തിൽ സ്പർശിക്കുകയില്ല എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിനെ ഭയന്ന് കരയുന്ന കണ്ണുകളാക്കി അള്ളാഹു നമ്മുടെ കണ്ണുകളെ മാറ്റട്ടെ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ 2 പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളാണ് റബീ, റിബഈ എന്ന മഹത്തുക്കൾ. ആ 2 മഹാന്മാരും ജീവിതത്തിൽ ചിരിച്ചിട്ടില്ല. സഹാബികൾ ചിരിക്കുന്നവരാണെന്ന് പറയുമ്പോഴും, പകലിൽ ചിരിച്ച് രാത്രി കരയുന്നവരാണെന്ന് പറയുമ്പോഴും ചിരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവര് നിയ്യത്ത് ചെയ്തതെന്താ? അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങൾക്ക് പുഞ്ചിരിച്ചുകൊണ്ടും മരിച്ചാ മതി, ജീവിക്കണ്ടേ. അവസാനം ആ 2 പേരുടെ മയ്യത്ത് കുളിപ്പിച്ച മഹാന്മാര് പറയുന്നത്, ലോകത്തിന്ന് വരെ ഇത്രയും പുഞ്ചിരിച്ച ഒരു മയ്യത്തിന്റെ മുഖം ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ്. നല്ല മനസ്സാണെങ്കിൽ നല്ല മുഖത്തോടെ മരിക്കാൻ നിനക്ക് കഴിയുന്ന, നല്ല മനസ്സെന്ന് പറയുമ്പോൾ മനസ്സിന്റെ അകത്തെ കാപട്യവും അഹങ്കാരവും അഹന്തയും ഒക്കെ നമ്മൾ എടുത്തു മാറ്റും. നല്ല ഭംഗിയായിരിക്കും നമ്മുടെ മയ്യത്തിൽ. അല്ലാഹു തആല കരയാതെ ചിരിച്ചുകൊണ്ട് മരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. പുഞ്ചിരിക്കുന്ന മനസ്സും പുഞ്ചിരിക്കുന്ന ഹൃദയവുമായി ജീവിച്ച് കരയാതെ ലോകത്തിൽ നിന്ന് പിരിയാനും, അല്ലാഹുവിന്റെ ആഖിറ ലോകത്ത് കരയാതിരിക്കാൻ, ഇവിടെ ഒരുപാട് കരയാനും നിങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. ഖുർആൻ ഓതി കരയുന്നവരെ, നിസ്കാരത്തിൽ കരയുന്നവരെ, ദുആ ചെയ്ത് കരയുന്നവരെ, തൗബ ചെയ്ത് കരയുന്നവരെ, സീരിയലും സിനിമയും കണ്ട് കരയാതെ, തമാശയും മറ്റും പറഞ്ഞു പൊട്ടിച്ചിരിക്കാതെ, കണ്ണീരിനും പുഞ്ചിരിക്കും അല്ലാഹു കൊടുത്ത വില കൊടുത്തിട്ട് ജീവിക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, കുല്ലു ഐനിൻ ബാക്കിയ, എല്ലാ കണ്ണുകളും കരയുന്നതാണ്. 3 കണ്ണുകളൊഴിച്ച് 3 കണ്ണുകളൊഴിച്ച് അതിലൊന്നാമത്തെ കണ്ണ് മുത്തുനബി തങ്ങൾ പറയുന്ന വല്ലത്തുമിൻ മഹാരിമില്ലാഹ്, അല്ലാഹുവിന്റെ ഹറാമിൽ നിന്ന് സൂക്ഷിക്കുന്ന കണ്ണുകളാണ്. ഹറാമ് കാണാതെ, ഹറാമ് നോക്കാതെ, അല്ലാഹുവേ ഇത്തിരി പോന്ന മൊബൈലിന്റെ ഉള്ളറയിലൂടെ കണ്ടെത്തുന്ന എത്രയോ നഗ്നമേനികളാ. പാതിരാ സമയത്ത് ആരും അറിയാറ് ഇക്കിളിപ്പെടുത്തുന്ന ചിന്തകളോടെ കണ്ണ് മയക്കം പിടിക്കുമ്പോ രസിച്ച് സുഖിച്ച് കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ, ഈ 2 കണ്ണുകൊണ്ടല്ലേ അസ്രായിലിനെ കാണാനുള്ളത്? കഴിയുമോ? നിനക്കതിനുള്ള കഴിവുണ്ടോ? നിനക്കതിന് കഴിയുമോ? അല്ലാഹുവേ, എന്തോ ഒരു ഭയമാണ്. അസ്രായിൽ തലയുണ്ടല്ലോ, ആകാശത്ത് നിൽക്കുന്ന പോലെ തോന്നിപ്പോകുമത്രേ. 2ാമത്തെ കണ്ണ് മുത്തു റസൂൽ പറയുന്നു, അള്ളാഹുവിന് വേണ്ടി ഉറക്കമൊഴിക്കുന്ന കണ്ണുകളാണ്. ആഖിറത്തിൽ കരയില്ല, പടച്ചോന് വേണ്ടി ഉറക്കമൊഴിക്കുന്ന. റമളാനൊക്കെ വരുമ്പോ മാത്രം ഉറക്കമൊഴിച്ചാൽ പോരാ, റമളാനിലെങ്കിലും ഉറക്കമൊഴിക്കണം.
വല്ലത്തു മിൻ മഹാരിമില്ല, ഹറാമിൽ നിന്ന് കണ്ണിനെ സൂക്ഷിക്കുന്നവർ, അള്ളാഹുവിന് വേണ്ടി ഉറക്കമൊഴിക്കുന്ന കണ്ണുകൾ, റബ്ബിനെ ഓർത്ത് കരയുന്ന കണ്ണുകൾ. മൂന്നാമത്തെ കണ്ണ് അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണുകൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയുന്നു, ഇന്ന് നമ്മളിവിടെ ദുആ ചെയ്യുമ്പോൾ ഒരൽപ്പം കണ്ണീര് നമ്മുടെ കണ്ണിലൂടെ ഇങ്ങനെ ഒഴുക്കാൻ. ഇതൊക്കെ ദുനിയാവ് പെട്ടെന്ന് കഴിയും. നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒന്നും ചിലപ്പോൾ സാധിച്ചു കൊള്ളണം എന്നില്ല. പെട്ടെന്ന് തീരുമ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ മുതൽക്കൂട്ട് ചിലപ്പോൾ ഈ വലിയ ദുആയിൽ നിങ്ങൾ പറഞ്ഞ ആമീനും ഈ ഒരുമിച്ച് കൂടലും ഒക്കെ നമുക്ക് വലിയ തൗഫീഖായിരിക്കും അല്ലാഹു തരിക. അൽഹംദുലില്ലാഹ് ഏറ്റവും അധികം പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരട്ടെ. രാജാതിരാജനായ അല്ലാഹു ഈ മജ്ലിസിൽ വന്ന മുഴുവൻ സഹോദരങ്ങളെയും ഉസ്താദുമാരെയും നീ അനുഗ്രഹിക്കൂ റബ്ബേ. ആലിമീങ്ങൾ ഒരുപാട് പേര് വന്നു. സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് ഉൾപ്പെടെ ഇർഷാദ് ബാക്കവി, അതുപോലെ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, ഈ സദസ്സിൽ വന്ന എന്റെ സുഹൃത്തുക്കളായ പ്രിയപ്പെട്ട ഉസ്താദുമാർ, എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരെ ജോലിയിൽ അഭിവൃദ്ധി പ്രദാനം ചെയ്യണേ അല്ലാ. അവരെ മക്കളെ ആലിമീങ്ങളും ഹാഫിളീങ്ങളും ആക്കണേ റബ്ബേ. അള്ളാഹുവെ പടച്ചവനെ, എന്റെ കുടുംബത്തിൽപ്പെട്ട അള്ളാഹുവിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരൻ, നഗരൂരുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഈ സദസ്സിൽ വന്നിട്ടുണ്ട്. ആ സഹോദരന്റെ പൊന്നുമോന് അള്ളാഹുവെ നീ രോഗശാന്തി കൊടുക്കണേ അല്ലാ. ബുദ്ധിസ്ഥിരതയില്ലാത്ത മാനസികമായ പ്രശ്നമുള്ള ഒരു കുഞ്ഞിനെ കൊണ്ട് സങ്കടപ്പെടുന്ന ആ കുടുംബത്തെ അള്ളാഹുവെ നിന്റെ അപാരമായ സഹായം കൊണ്ട് നീ രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാ ഇടങ്ങേറാപത്ത് മുസീബത്തിൽ നിന്നും ആ സാധുവായ സഹോദരന്റെ കുടുംബത്തെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അള്ളാഹു ഈ സദസ്സിൽ വന്ന പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ, നഗരൂരുള്ള യുവ സുഹൃത്തുക്കൾ, കിളിമാനൂര്, അതുപോലെ വാഴോട്, നിലമേല്, അള്ളാഹുവെ പുതുക്കോട്, തമ്പ്രമം, തുളുക്കുടി ഉൾപ്പെടെ ചെറിയ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആനച്ചൽ, വാമനപുരം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്. അള്ളാഹുവെ പടച്ചവനെ അവരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ.